നാഷണൽ ലെവലിലെ ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ, മൈ മെന്റർ, മൈ ടീച്ചർ, എല്ലാമായിട്ടുള്ള നമ്മുടെ അറ്റൻഡൻസ് അക്കാദമിയുടെ ഫൗണ്ടർ ഇസ്മായിൽ സാർ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഇസ്മായിൽ സാർ നിറഞ്ഞ കയ്യിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഒരു മൊമെന്റ് നൽകി നമുക്ക് അവരെ സ്വീകരിക്കാം. മിസ്റ്റർ ഇസ്മായിൽ സാർ നിറഞ്ഞ കയ്യിലൂടെ അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഒരു നല്ലൊരു കൈയുടെ നമുക്ക് ഇസ്മായിൽ സാറിന് വേണ്ടി നൽകാം. ഓക്കെ, താങ്ക് യു സാർ. അദ്ദേഹത്തിന് മൊമെന്റോ നൽകി ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടീമിനെ എല്ലാവരെയും നമ്മൾ ഈ ഒരു മൊമെന്റോ നൽകുന്നതിന് വേണ്ടി നമ്മള് ലീഡേഴ്സിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാ തൃശ്ശൂർ ലീഡേഴ്സും നമ്മുടെ ഇസ്മായിൽ സാറിന് ഒരു നിറഞ്ഞ കൈഡി കൊടുത്തിട്ട് ഇസ്മായിൽ സാറിന് മൊമെന്റോ നൽകുന്നു. ഓക്കെ, ഒരു നല്ലൊരു കൈഡി നമുക്ക് ഈ ലീഡേഴ്സിന് നൽകാം. തൃശ്ശൂരിന്റെ നിറഞ്ഞ ഒരു സ്നേഹോപകാരം ഇസ്മായിൽ സാർ നൽകി ആദരിക്കുന്നു. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ ഈ സെക്ഷനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇസ്മായിൽ സാറ് ഓക്കെ മറ്റൊരു അദ്ദേഹത്തിന് പൊന്നാട നമ്മുടെ പപ്പൻ സാറ് നൽകി ആദരിക്കുന്നു. നിറഞ്ഞ കൈഡ് നമുക്ക് നൽകാം. ഓക്കെ, ജസ്റ്റ് മൊമെന്റ് സാർ ഒന്ന് വിളിക്കുകയാണെങ്കിൽ നന്നായിരിക്കുന്നു. അതേപോലെ തന്നെ ബൊക്കയും ഉണ്ട്. ഇവരെ ഹൃദയം നിറഞ്ഞ ഒരു ജസ്റ്റ് ഓക്കെ ഓക്കെ എല്ലാ ലീഡേഴ്സ് ഉണ്ടല്ലോ, ഒരു ഫോട്ടോ ജസ്റ്റ് എല്ലാവരും ഒന്ന് നേരേക്ക് നിൽക്കും. ബിന്ദുമേടെ പുറത്ത് വരും. ഓക്കെ, ലീഡേഴ്സ് ഉണ്ട്, എല്ലാവരും ലൈനായിട്ട് നിൽക്കും. എന്തായാലും നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ഗൈഡ് നമ്മുടെ വോയിസ് സാർ കൊടുക്കുക. Invitations and short speech, very sweet and short speech. At the same time, I would like to thank for this wonderful, hospitality and care, respect and love, and this kind of the fraternity. I have to, thank this great man, Mr. Pappan sir, as you know, പത്മനാഭൻ. നല്ലൊരു ഗൈഡ് കൊടുക്കുക. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റുപോയ ആൾക്കാരെ ഞങ്ങൾ ബിസിനസ്സിൽ ഞങ്ങൾ ജയിച്ചു, പക്ഷെ പപ്പൻ സാറ് മുമ്പിൽ ഞങ്ങൾ തോറ്റു. കാരണം അദ്ദേഹം ഒരു നിറഞ്ഞ വിശാല സ്നേഹക്കടലായ മനസ്സിന്റെ ഒരു ഉടമയാണ്. നിങ്ങളുടെ ഭാഗ്യമാണ് കരുമത്രയിൽ ഇത്രയും നല്ല ഒരു വിശ്വാസം. ഞാൻ തമാശ പറഞ്ഞതല്ല. ഞാൻ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ചില മെഡിക്കൽ റെസ്റ്റിൽ നിൽക്കുമ്പോഴാണ് പപ്പൻ സാറ് GC റാങ്ക് അടിക്കുന്നത്. ഈ കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആദ്യത്തെ റാങ്കാണ് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു റാങ്ക്. അദ്ദേഹം മൈ ലൈഫിന്റെ റെക്കോർഡ് പുസ്തകത്തിലേക്ക് കയറിയപ്പോൾ അത് ആദ്യം കയറേണ്ടത് മലപ്പുറത്താണെന്ന് അദ്ദേഹം വാശി വെച്ചപ്പോൾ ഞാൻ റെസ്റ്റിലാണെങ്കിലും അന്നേക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് പപ്പൻ സാറ് കയറുന്നത് ഞാൻ കാണണം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹത്തോടുള്ള സ്നേഹം എന്നല്ല, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ലോകത്ത് അപൂർവമായിട്ട്, അല്ലെ? പ്രകൃതിയിൽ നിന്ന് പച്ചപ്പും ചുണ്ടിൽ നിന്ന് സ്നേഹവും പുഞ്ചിരിയും പ്രകൃതിയിൽ നിന്ന് മനസ്സിൽ നിന്ന് സ്നേഹവും മരവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് the real fraternity and also the real humanity for the society നൽകാനും അതേപോലെ തന്നെ എല്ലാവരെയും ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത് മനുഷ്യവർഗം എന്ന് ഏതോ കവി പറഞ്ഞ പോലെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പറയുന്ന ഒരു ഹദീസിലെ ഖുർആനിക വചനം പോലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ ഒരാൾക്ക് സാധിക്കുന്നെങ്കിൽ അതിനെ ബ്ലസ്ഡ് ലൈഫ് എന്ന് പറയാ. ഈ ഒരുമിച്ച് കൂടിയ ആണിനെയും പെണ്ണിനെയും ചെറിയവരെയും വലിയവരെയും വ്യത്യസ്ത ചിന്താധാരയുള്ള ആളുകളെയൊക്കെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ പപ്പൻ സാറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം നിറഞ്ഞ ജീവിതമായതുകൊണ്ടാണ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രതീക്ഷയോടെ നിങ്ങളോട് പറയുകയാണ്. എന്തായാലും ഇവിടെ എന്റെ ഓർമ്മ ശരിയെങ്കിൽ രണ്ടാമത്തെ വിസിറ്റാണ്. ഒന്നാമത്തെ വിസിറ്റ് നിങ്ങളത് ഗ്രാൻഡ് ഓപ്പണിംഗ് ഇവിടെ റീഗ വെൽനസ് സെന്റർ നിങ്ങൾ കണ്ടു കാണും. ഡോക്ടർ ഷക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ ഇത് ഉദ്ഘാടിച്ച് ജനങ്ങൾക്ക് നൽകി. ഇത് തന്നത് നിങ്ങൾക്കാണ് ഇത് തന്നത്, ഞങ്ങൾക്കല്ല. അപ്പൊ നിങ്ങളാണ് ഇതിന്റെ
കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഉപഭോക്തൃ മേഖലയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾ നിങ്ങളാണ്. സോ എന്തായാലും ശരി, ഇൻഷാല്ലാ അതിലേക്കൊക്കെ ഞാൻ സംസാരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഈ ബിസിനസ്സിൽ ഏറ്റവും രസകരമായ സീനും ഇത് തന്നെയാണ്. കാര്യം ആക്ച്വലി ലൈറ്റ് ഓഫ് ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കേണ്ടത് ഈ ബിസിനസിന്റെ യഥാർത്ഥ കുഴപ്പമില്ല ക്ലാരിറ്റി ഇല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് സ്ക്രീനിൽ കാണുന്നില്ലേ? ഞാൻ കാണബിൾ ആണല്ലോ അല്ലെ, കേൾക്കബിളും ആണല്ലോ. ഓക്കെ, പ്രത്യേക ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പൊ എന്തായാലും ശരി, നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഒരു പ്രധാന പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ കാരണം? ഇതര സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുതികാല് വെട്ടാനും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും സംഘടനയിൽ ഇറങ്ങിയാലും അവൻ അധികം ജയിച്ചാൽ എന്റെ സീറ്റ് പോകുമോ എന്ന വേവലാതി ആർക്കുണ്ടായിരിക്കാം? സുപ്പീരിയേഴ്സിനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ താഴെത്തട്ടുള്ള സബോർഡിനേറ്റ്സിനുണ്ടായേക്കാം. ആണോ അല്ലേ? ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. എന്റെ കൂടെ വന്നവൻ വിജയിക്കുന്നെങ്കിൽ ആ വിജയം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നവരാണ് ബാക്കിയുള്ള ആളുകൾ. മറ്റൊരുത്തനെ വിജയിപ്പിച്ച് തന്റെ വിജയം ഉറപ്പിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് വലിയൊരു കാര്യമല്ലേ? കാര്യം നമുക്ക് ആർക്കും ഉറപ്പില്ലാത്തൊരു ജീവിതമായത് അല്ലെ. വഹിനി സംതപ്തവസ്ഥാപ ബിന്ദുന സന്നിപം മർത്ത ജന്മം ക്ഷണ ബംഗുരം ചക്ഷുശ്രവണ ഗസ്തമാ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ കാലാഹിന പരിഗ്രസ്തമാ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് ക്ഷണപ്രഭാചന്തനം എന്ന് പറയുന്ന കാവ്യത്തിൽ മിശ്രർ നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ തന്നെ വഹിനി സംതപ്ത, വഹിനി എന്ന് പറഞ്ഞ തീയാണ്. അതിനാൽ തപ്തമായിരിക്കുന്ന ഇരുമ്പിന്റെ മൂലയിൽ ഒരു ഇറ്റു വെള്ളം ജലധാര വീണാൽ അതിന് എത്ര ആയുസ്സുണ്ടോ അത്ര ആയുസ് ഭൂമിയിൽ നമുക്കുള്ളൂ. എസ്വരണോ? ആണോ അല്ലേ? അതിനകത്ത് ചെയ്തു തീർക്കാൻ എന്തെല്ലാമൊക്കെ കാര്യമുണ്ട്. അവിടെ നമുക്ക് സ്പർദ്ധയുടെയും തല്ലിന്റെയും വക്കാണത്തിന്റെയും പോരിന്റെയും അതേപോലെ തന്നെ ഈർഷ്യതയുടെ സമയമുണ്ടോ നമുക്കതിന്? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം നമ്മളുടെ ആഫ്റ്റർ ഡെത്ത് ആണ് നമുക്ക്. ആണോ അല്ലേ? ബിഫോർ ഡെത്ത് അല്ല, ആഫ്റ്റർ ഡെത്ത് ആണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത്. ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1000 ആണ്ടപ്പുറം മരിച്ചുപോയ ആൾക്കാരില്ലേ ഈ ഭൂമിയിൽ അല്ലെ? 1000 സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്തേക്ക് മരിച്ചുപോയ ആൾക്കാരല്ലേ? അവർ ജീവിച്ചത് എത്രയാ? 100 കൊല്ലം, അതിന്റെ താഴെ. ആണോ അല്ലേ? പക്ഷെ ഒരു മരിച്ചിട്ട് കിട്ടിയ അവർക്കുള്ള വർഷം എത്രയാ? 1000 കൊല്ലം, 10000 കൊല്ലം. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ടൈം ജീവിക്കുമ്പോഴാണ് കിട്ടല്, മരിച്ചു കഴിഞ്ഞാൽ കിട്ടല്? മരിച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ ഒരു സെക്കൻഡേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ ശരിക്ക്. മരിച്ചു കഴിഞ്ഞാലുള്ള സമയത്തെ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിയിൽ കുറഞ്ഞ സമയത്ത് ജീവിക്കുന്നുള്ളൂ. സ്വർണ്ണം അതെന്നെ എങ്ങനെ? 15 വയസ്സിന് താമോന്തിയായി കുട്ടിയായി ഓടിക്കളിച്ചു. ആണോ അല്ലേ? 45നോ 50നോ ശേഷം പ്രായം ചെന്ന് മുത്തശ്ശനായി മുതുമുത്തശ്ശിയായി അല്ലെങ്കിൽ അങ്ങനെ പേരമക്കളുടെ മക്കളുടെ ഡയലോഗ് കേട്ടിട്ട് അതിന്റെ നടുവിൽ കുറച്ചൊരു ടൈമുണ്ട്. ഏതാണ്? 15 തൊട്ട് 25 കൊല്ലം 30 കൊല്ലം. ആണോ അല്ലേ? അതിൽ തന്നെ രാഷ്ട്രീയത്തിലോ മതസംഘടന മറ്റെന്തെങ്കിലും ഒക്കെ ആണെങ്കിലോ അതിന്റെ കൂടെയും കുറെ ടൈം. അതിൽ തന്നെ പകുതി രാത്രി മുഴുവൻ ഉറങ്ങിയത്, ബാക്കി പിന്നെ കുറച്ച് പകലാണ്. ആ പകലിലും കുറെ പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ കല്യാണം പറയാത്ത കല്യാണം, ഇങ്ങനെ കുറെ തിന്നതും കുടിച്ചതും ഓടിയതും. ആണോ അല്ലേ? അതിന്റെ നടുവിൽ ജീവിക്കുന്ന ഏതോ കുറച്ച് മണിക്കൂർ. അതിനകത്ത് നമ്മള് എല്ലാവരും തല്ലാനും വക്കാണത്തിനും തിരക്കിനും ഇതിനൊക്കെ എവിടെ നേരമുള്ളത് ഉണ്ടോ? ആ നേരത്തിനിടയിൽ ഒരു ചെറിയ ശകലം സമയം എടുത്തുകൊണ്ട് മനുഷ്യരാശിക്ക് താനാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആര് ധരിക്കുന്നുവോ അവരാണ് ഈ ഭൂമിയിൽ ശരിക്കും ജീവിക്കുന്നത്. യെസ്. അങ്ങനെ ജീവിക്കാൻ താല്പര്യമുള്ള കൈവയ്ക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് കാലം നീങ്ങി പോകുന്ന സമയത്ത് 10,000 ഹൃദയത്തില് ഒരു പ്രാർത്ഥനയുടെ ഒരു മന്ത്രമായി ജീവിക്കാൻ ചിരം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കൈവയ്ക്കുകയാണ് അല്ലെ? അത് ഭയങ്കര രസമുള്ള ഒരു ജീവിതം അല്ലെ? ആ ജീവിതം ഉള്ളവർക്ക് ഞാൻ ഈ പറയാൻ പോണ കാര്യം തിരിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി ഞാൻ പറയാൻ പോണ തിരിയണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ തിരിയണം എന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെ വിശാലമാക്കുക. മനസ്സ് അത്യപാര ശക്തിയുള്ള ഒരു അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് വിലയേറിയ ഒരു വസ്തുവാണ് അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മനുഷ്യൻ, മർത്യൻ എന്നൊക്കെ എന്ത് പറയാറുണ്ട്? ഞാൻ മലയാളത്തിന്റെ അധ്യാപകനായിരുന്നു, അതുപോലെ സംസ്കൃത അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷിന്റെ അധ്യാപകൻ, 14 സബ്ജക്റ്റിന്റെ എക്സ്പെർട്ട് അധ്യാപകനാണ്. അതുകൊണ്ട് പിന്നെ അതൊക്കെ പറയാം. സോ സീരിയസ്ലി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുവിൽ നിന്ന് ജന്മം കൊണ്ടവനാണ് ആര്? മനുഷ്യൻ. ആരാ? മനുദേവനാണ്. സോ ഈ മനുദേവനിൽ ജന്മം കൊണ്ട മനുഷ്യരിൽ ആരുണ്ട്? മനുദേവനുണ്ട്. സോ നമുക്കുള്ളിൽ ആരുണ്ട്? ഒരു ദേവ സംസ്കാരമുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാധനമുണ്ട്. യസ്വർണം. അതല്ലേ നിങ്ങൾ ശബരിമല കയറി പോകുന്ന സമയത്ത് ശാസ്താവിന്റെ കോട്ടയിലേക്ക് നിങ്ങൾ കടക്കുമ്പോ സ്വാമി അവിടുന്ന് പറയുന്നത് തത്വമസി, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അവിടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? നമുക്കുള്ളിൽ എന്തുണ്ട് അല്ലെ? തത്വം അസി, ദാറ്റ് ഈസ് തത്വമസി അല്ലെ? എന്ന് പറഞ്ഞാല് ഞാൻ എവിടെ തന്നെ കുടികൊള്ളുന്നുണ്ട്? നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മളിത് തെരഞ്ഞു നടക്കാണ്. ശരിക്കും ഞാൻ ആരാണ്? നമ്മൾ ഉള്ളോട് ചോദിച്ചാൽ മതി. ഇതിനകത്തുണ്ടെല്ലാം.
സോ ഞാൻ സീരിയസ്ലി പറയുന്നത്, അങ്ങനെ വിശാലമായ ചിന്തയുള്ളവർക്ക് മാത്രമേ ഈ ക്ലാസ് കൂടുതൽ മനസ്സിലാവുള്ളൂ. സോ നമ്മൾ നേരിട്ട് മാറ്ററിലേക്ക് വരികയാണ്. വൺസ് അഗൈൻ ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു ഫോർ ദിസ് വണ്ടർഫുൾ കൈൻഡ് ഓഫ് ഗാദറിംഗ്. ആൻഡ് ആൾസോ നിങ്ങൾ കുറച്ചൊക്കെ എന്താ പറയുക കാത്തിരുന്ന് മുഷിഞ്ഞ് കാണും. റിയലി സോറി. കാര്യം നമ്മളെ കൈകരല്ലോ ഉള്ളത്. കാര്യം റെയിൽവേ അവിടെ എത്തിയ സമയത്ത് എത്തണം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വഴി തടസ്സങ്ങളായിരുന്നു. റിയലി സോറി, നമുക്ക് എത്താൻ പറ്റിയില്ല, മാപ്പ് ചോദിക്കുന്നു. ദെൻ ഇവിടെ എന്റെ കൂടെ അസോസിയേറ്റ്സ് ആയി വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ എപ്പോഴും ഇവിടെ രാവും പകലും ഒരു പെണ്ണെന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു അന്താരാഷ്ട്ര വുമണായി വളർത്താൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ സുഹ്റാ ബീഗം, നല്ലൊരു കൈഡി കൊടുക്കാം. സഹോദരി ഇവിടെ എപ്പോഴും വരാറുണ്ട്. രാവിലെ വരും, രാത്രി തിരിച്ചു പോകും. അങ്ങനെയുള്ള ഒരുപാട് വിജയകഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ കേൾക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ എസ്പെഷ്യലി നിങ്ങളെ ടസ്കേഴ്സ് ഓഫ് ട്രില്യൻസിന്റെ ക്യാപ്റ്റൻസ് ആകുന്ന ഫാമിലി ആയിട്ട് എപ്പോഴും ഇവര് രാവും പകലും ഇണയും തുണയുമായി നടക്കുന്ന ബിന്ദു കൃഷ്ണ, നല്ലൊരു കൈഡി കൊടുക്കാം. അതേപോലെ തന്നെ ശിവദാസേട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ മുസ്തഫ സാർ ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മാർഗദർശിയെ പോലെ സ്റ്റണ്ണേഴ്സ് ഓഫ് ട്രില്യൻസിന്റെ ക്യാപ്റ്റനും നിങ്ങളുടെ ഒക്കെ ലീഡറായി നിൽക്കുന്ന മിസ്റ്റർ ഉവൈസ് സാർ, നല്ലൊരു കൈഡി കൊടുക്കുക. അദ്ദേഹം ഈ കമ്പനിയുടെ സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ പദവിയിലേക്ക് വന്നയാളാണ്, സംസ്ഥാന കോർഡിനേറ്ററാണ്. അതേപോലെ തന്നെയുള്ള ഇവിടെ ഓരോ ആളുകളും പപ്പൻ സാർ അടങ്ങുന്ന കൂടെ നമ്മളുടെ പപ്പൻ സാറുടെ ജ്യേഷ്ഠനായിട്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ പഞ്ചായത്തിന്റെ കാലാവധി കഴിയണേ എന്ന് വിളക്ക് കത്തിച്ച് നോക്കി നിൽക്കുകയാണ്. അത് തീർന്നിട്ട് വേണം ഇദ്ദേഹം കൊണ്ടൊരു പോക്ക് ഞങ്ങൾക്ക് പോകാൻ. അതുവരെ പഞ്ചായത്തിൽ ഉപയോഗിച്ചോളൂ, അതിന് ശേഷം ഇയാളെ ഞങ്ങൾ തരൂല. അത് ആദ്യം പറഞ്ഞുതരാം. കാര്യം എന്താണ്, ഇയാളെ നമുക്ക് രാജ്യത്തിന് ആവശ്യമുണ്ട്, പഞ്ചായത്തിന് മാത്രം പോരാ. മതിയോ? ഇത്രയും വിശാലമായി കഴിവും നല്ല മനസ്സുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ ഒരു വാർഡ് തലത്തിൽ തളച്ചിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം നമ്മുടെ ടീമിന്റെ പേര് ട്രില്യൻസ് അക്കാഡമി ഗ്ലോബൽ എന്നാണ്, ലോകത്തോളം വളരാനുള്ളതാണ്. നമുക്ക് ലോകത്തോളം അതുപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെ എക്സ് മിനിസ്ട്രി ചേട്ടന്റെ പേര്, സാറിന്റെ പേര് ഞാൻ പറഞ്ഞു, കേശവൻ സാർ, നല്ലൊരു കൈയടി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ്, സോ നോ ഈസ് ഇറ്റ് യുവർ നെയിം? മൊയ്തീൻ സാഹിബ്, നല്ലൊരു കൈയടി കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഉണ്ണിയാർച്ച പട്ടാണ് നമ്മുടെ ഫാത്തിമ ബീഗം, നല്ല പേര്. ഓക്കെ, താങ്ക് യു. അതിന് ഒരുപാട് പേരുകളെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിന്റെ അക്കപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഭാവിയിലെ ഒരു ഉദിച്ചുയരുന്ന താരമായി ഞങ്ങൾ ദത്തെടുക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ സ്വന്തമാക്കി എടുക്കാൻ പോകുന്ന മിസ്റ്റർ ഒനാൻവള്ളി പപ്പൻ സാറുടെ നെക്സ്റ്റ് സീറോ സ്കോപ്പിയിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായിരിക്കുന്ന നമ്മുടെ സഞ്ജയ് ദത്ത്, ഞാൻ പേരുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു, സഞ്ജയ് ഭായ്. എന്തായാലും അവരൊക്കെ നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾ കൈയടിച്ചപ്പോ സ്നേഹം കൊണ്ടടിച്ച കൈയടിയായിരിക്കും. പക്ഷേ നാളെ ഇവർ എണീറ്റ് നിൽക്കുമ്പോൾ 10,000 ഈ തൃശ്ശൂരിൽ കൈ അടിക്കുന്നുണ്ടാകും. അതിനു വേണ്ടിയുള്ള തുടക്കമാവട്ടെ ഈ കൈയടി എന്ന് ആശംസിക്കുന്നു. സോ എല്ലാവരെയും വെൽക്കം ഓൾ ഓഫ് യു ഇൻ ടു ദി ട്രില്യൻസ് അക്കാഡമി ഗ്ലോബൽ. എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. നമ്മളെല്ലാവരെയും ട്രില്യൻസ് അക്കാഡമി എന്ന് പറയുന്ന ഈ മഹത്തായ ഗ്ലോബൽ ഓർഗനൈസേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം. സോറി, ഇനി നിങ്ങൾ ശരിക്കും ഇവിടെ നോക്കും, കൃത്യമായിട്ട് നോക്കൂലേ? ക്ലിയർ ആയിട്ട് ഇവിടെ ഉണ്ടാവില്ലേ? കൂടെ ഉണ്ടാവില്ല, എപ്പോഴും കറക്റ്റായിട്ട് ഇവിടെ ഉണ്ടാവണം. കാര്യം ഇനി ബോർഡിൽ കാണുന്ന ചിത്രങ്ങളല്ല, നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന ജീവിതത്തിലെ ഓരോ ഇടത്താവളങ്ങളാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സക്സസ് സ്പ്രേ ഗ്ലോബൽ എന്നൊരു മഹത്തായ ഓർഗനൈസേഷന്റെ അണ്ടറിൽ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾ ആ ലേഡി ഇരിക്കുന്നത് കണ്ടോ, റീഗ പ്രൊജക്ടിന് മുകളിൽ സക്സസ് സ്പ്രേ ഗ്ലോബൽ ഈ ചിഹ്നം കാണാൻ പറ്റും. ആ ചിഹ്നം തന്നെയാണ് ഇവിടെ സക്സസ് സ്പ്രേ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു മഹത്തായ ഓർഗനൈസേഷൻ. നല്ലൊരു കൈഡി കൊടുക്കാം. നമ്മുടെ കോട്ടയത്തുള്ള മിസ്റ്റർ മനോജ് കുമാർ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പിന്റെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ, അതായത് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസിന്റെ ഹെഡായി നിൽക്കുന്ന ഒരു ഗ്രേറ്റ് മാൻ ആണ്. അദ്ദേഹത്തിന്റെ മിഷനുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ അദ്ദേഹം പറയുന്ന വാക്ക്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ട്രില്യൻസ് അക്കാഡമിയും SBG മുന്നോട്ട് വെക്കുന്ന ഒരു വരിയാണ് ഈ ഒറ്റ വാക്ക്: റീഇഗ്നൈറ്റ് യുവർ ഡ്രീംസ്, എൻജോയ് ദ ലൈഫ് യു വാണ്ട് ഇറ്റ്. അതായത് നിങ്ങളുടെ സ്വപ്നത്തെ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, റീഇഗ്നൈറ്റ് ചെയ്യുക, ഒന്നും കൂടെ കൂടുതൽ കത്തിക്കുക. എന്നിട്ട് വേണ്ട ജീവിതം എന്താണോ അത് തേടിയിട്ട് പോവുക. ഇന്ന് നമ്മൾ വേണ്ട ജീവിതം തേടിയിട്ടല്ല പോകുന്നത്, കിട്ടിയ ജീവിതം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ആണോ അല്ലേ? രണ്ടും രണ്ടാണ്. വാണ്ട് ലൈഫ് വേറെയാണ്, നീഡ് ലൈഫ് വേറെയാണ്. നീഡി ലൈഫും വാണ്ടി ലൈഫും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇന്ന് ബൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നീഡായ ഒരു വണ്ടിയാണ്. പക്ഷെ ബൈക്ക് മാറ്റിയത് ബെൻസ് ആണെന്നുള്ളത് വാണ്ടാണ്. മനസ്സിലായോ? നിങ്ങളെ വീട്ടിൽ ഫാൻ ഉണ്ടെങ്കിൽ അത് നീഡാണ്, എന്തോ ചൂടെടുക്കുമ്പോൾ ഫാൻ ഉണ്ടാകും. പക്ഷെ അത് AC ആയിരുന്നെങ്കിൽ അത് വാണ്ടാണ്. സോ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ നീഡ് ഉള്ള ലൈഫാണോ വാണ്ട് ഉള്ള ലൈഫാണോ? ഏതാ ഏറ്റവും ടോപ്പ് ലൈഫ്? വാണ്ട് ഉള്ള ലൈഫാണ്. എന്താ വാണ്ട് എന്ന് പറഞ്ഞാല്, എനിക്ക് അങ്ങനെ ആകാൻ പൂതിയുണ്ട്, ഇറ്റ്സ് മൈ ഡ്രീം, ഇറ്റ്സ് മൈ സീക്രട്ട് ആംബിഷൻ, അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ സ്വപ്നത്തെ കത്തിക്കണ്ടേ? ഇഗ്നൈറ്റ് യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ കത്തിക്കണം. എനിക്ക് പറയാനുള്ള വാക്ക് അതാണ്.
ഇഗ്നൈറ്റ്, അങ്ങനെ തീപ്പൊരി പോലെ കത്തണം. സ്വപ്നമുള്ള ആൾക്കാർക്ക് കൈവക്കുകയാണെങ്കിൽ സ്വപ്നമുള്ള ആളുകൾ ഇത്രയും ആളുകൾ സ്വപ്നമുണ്ട് അല്ലെ. സ്വപ്നത്തെ കുറിച്ച് മിസ്റ്റർ APJ അബുൽ ഫാത്തിർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ടത് ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദി ഡ്രീംസ്, സ്വപ്നത്തിന്റെ രാജകുമാരനായി ലോകം വിധിയെഴുത്ത് നടത്തിയ മിസ്റ്റർ APJ പറഞ്ഞ വാക്കെന്താ? ഉറക്കത്തിൽ കാണുന്നതെല്ലാം സ്വപ്നം. പിന്നെ ഏതൊന്നാണോ നിന്നെ ഉറക്കം കെടുത്തുന്നത് അതാണ് സ്വപ്നം, അതാകണം സ്വപ്നം. അതാണ് പോയിന്റ്. ആ പോയിന്റാ. അത് വായിച്ചപ്പോ ഞാൻ കണ്ണു തള്ളിപ്പോയി. ഇങ്ങനെ ഒരു മനുഷ്യർക്ക് പറയാൻ പറ്റുമോ? APJയുടെ ദീർഘദർശനം നോക്കാം. ഏതൊന്നാണോ നിന്നെ ഉറക്കം കെടുത്തുന്നത് അതാണ് സ്വപ്നം. അല്ലാതെ എന്തല്ല കിടന്നുറങ്ങുമ്പോ കാണാതല്ല സ്വപ്നം. അങ്ങനത്തെ സ്വപ്നം എത്ര ഇവിടെയുണ്ട്. അതാ നിങ്ങളെ ഭാവി നിർണ്ണയിക്കല്. ചേട്ടൻ കേരളം ഉറക്കം കടത്തണം. ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് എനിക്കത് നേടാതെ ഉറക്കം വരുന്നില്ലല്ലോ ദൈവമേ, എന്താ ചെയ്യാ? നീറ്റിരിക്കും, കടഞ്ചായ കുടിക്കും, മൂത്രയിക്കും, രാത്രി ഉറങ്ങാതെ കിടന്നിങ്ങനെ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ കിടന്ന് വട്ടം കറങ്ങി നടക്കുക. അപ്പൊ ചോദിക്കുക എന്താ പ്രശ്നം? അല്ലടി എനിക്കത് നേടണം, അത് നേടിയാൽ എനിക്കൊരു രസമുള്ളൂ, എനിക്ക് ഇനി ഇരിക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞൊരു സാധനമല്ലേ. ആ ലെവലിൽ നിങ്ങൾക്ക് എന്നാണ് ഒരു വാശി വരുന്നത്, അന്നേ നിങ്ങൾക്ക് സ്വപ്നമുള്ളൂ. അല്ല കിടന്നുറങ്ങുമ്പോ അത് നേടിയാൽ എന്ത്, നേടിയില്ലെങ്കിൽ എന്ത്, ഇങ്ങനെ പോണം. അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരു സ്വപ്നമില്ല. അവരെ കുറിച്ച് ആ കവി എന്ത് പറഞ്ഞത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അയാൾ ജീവിച്ചാലും കാര്യമില്ല, മരിച്ചാലും കാര്യമില്ല. അതിന് കാരണമുണ്ട് കേട്ടോ. ഈ ലോകത്ത് സ്വപ്നമുള്ള ആളുകളല്ലേ ഈ ലോകം ഇത്രയും സുന്ദരമാക്കിയത്, ആണോ അല്ലേ? ഇസ്മായിൽ എന്ന് പറയുന്ന ഈ വ്യക്തി ധരിച്ച കോട്ട് ഏതോ ഒരു പട്ടുനൂൽ പുഴുവിന്റെ ഉള്ളിലെ ഒന്നെങ്കിൽ അതിന്റെ ദ്രാവകമായിരുന്നു, അതല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ ഒരു വസ്തുവായിരുന്നു അല്ലെ. ഏതൊരു കായയുടെ ഉള്ളിലെ ഒരു വസ്തുവായിരുന്നു. പിന്നീട് അതിനെ സംസ്കരിച്ച് അവസാനം അത് നെയ്തെടുത്ത് എന്തായി മാറിയതാ? ഇതായി മാറിയതാ, ആണോ അല്ലേ? ഈ മൈക്ക കണ്ടെത്തിയവൻക്കും തലയിൽ ഭ്രാന്തമായ ഒരു ആവേശമുണ്ടായിരുന്നു. അതിന്റെ പിറകെ അവൻ സഞ്ചരിച്ച് അവൻ നെയ്തെടുത്തുണ്ടാക്കിയ വസ്തുവിന്റെ പേരായി മൈക്ക്, ആണോ അല്ലേ? അയാളത് കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിലോ? വേണ്ട, നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ, സ്മാർട്ട് മൊബൈലുകൾ അല്ലേ? മൊബൈൽ ഇല്ലാത്ത ഒരു യുഗത്തിൽ തന്റെ തലയിൽ ഉദിച്ച ഒരു ആശയം, ആ ആശയത്തിന്റെ പിറകിൽ അവൻ ഭ്രാന്തമായി ഓടി. നാട്ടുകാരൊക്കെ പറഞ്ഞു പൊട്ടനാണ്. കാര്യം എന്താ? ഈ ആശയത്തിൽ അവൻ പറഞ്ഞത് ഈ ഇരുമ്പ് തണ്ടിൽ സംസാരിച്ചാൽ കിലോമീറ്റർക്ക് അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേൾക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു എനിക്ക് വല്ല അസുഖമുണ്ടോ? ഇവിടെ തന്നെ പറഞ്ഞ ആ വർത്തനം പറയാൻ ആളില്ല, പിന്നെ ഇതിനെ നീതുണ്ടാക്കി അവനെ കേൾപ്പിക്കാൻ നിൽക്കുന്നത്, ആണോ അല്ലേ? പക്ഷെ അവൻ സമ്മതിച്ചോ? ഇല്ല, തോറ്റുകൊടുത്തില്ല. അവൻ എന്ത് ചെയ്തു? ഇതിനറ്റം വരെ പോയിട്ടേ ഞാൻ അടങ്ങുന്നുള്ള വാശി വെച്ച് അവൻ നാട്ടുകാരുടെ പരിഹാസങ്ങള്, കുത്തുവാക്കുകള്, അവന്റെ പൊട്ടത്തരങ്ങൾ, അവൻ അന്നക്കാലത്തെ ഏറ്റവും വലിയ പൊട്ടന അവനെ ആയിരിക്കും, ആണോ അല്ലേ? മൊബൈല് കണ്ടെത്തുന്ന സമയത്ത് അയാളുടെ സ്ഥിതിഗതി ഒന്ന് ആലോചിച്ചു നിങ്ങൾ, ആണോ അല്ലേ? ഹെൻറി ഫോർഡ്മാൻ ആദ്യമായിട്ട് കാറുകൾ കണ്ടെത്തിയപ്പോ ആ സമൂഹം അദ്ദേഹത്തെ എങ്ങനെ പരിഹസിച്ചിട്ടുണ്ടാകും? കാളവണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഊടുവഴികൾക്കുള്ളിലൂടെ ഒരു യന്ത്രവാഹനം സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാർ പറയും എന്തിനാ പൊട്ടതുണ്ടാക്കണത്? ഇവിടെ കാളയില്ലേ, കുതിരയില്ലേ, കുതിര വണ്ടിയില്ലേ, ആണോ അല്ലേ? ആ സമയത്ത് അദ്ദേഹം പറയും ഒരു നാൾ റോഡുകൾ വരും. ഏത് റോഡ്? ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വഴിയല്ലേ ഉള്ളൂ. അവിടെയും ആ മനുഷ്യൻ തോറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാറായി, ബസ്സായി, വിമാനമായി, കപ്പലായി, ആണോ അല്ലേ? ഇതൊന്നും ഒരു കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലോ നമ്മളിന്ന് ജീവിക്കാൻ പോലും ഉണ്ടാവില്ല. ഇരിക്കുന്ന കസേര പോലെയും ആരോ കണ്ട സ്വപ്നമാണ്, ആണോ അല്ലേ? ഒരു കാലത്തെ വിശറി കൊണ്ട് നമ്മൾ ചൂടകറ്റുമായിരുന്നു അല്ലെ. പ്രായം ചെന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ കമുക് എന്ന് പറയാം, അടക്കാൻ മരം ഉണ്ടല്ലോ അല്ലെ, അതിന്റെ പാളയിൽ നിന്ന് വെട്ടിയിട്ട് ഒരു വിശറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇരിക്കാറുണ്ടല്ലോ അല്ലെ. പിന്നെ എന്തിറങ്ങി? ഫാൻ ഇറങ്ങി. ഇന്ന് ഏത് വീട്ടിലും എന്താ? ഫാനാണ്. ചില ആൾക്കാർ AC ആണ്, ആണോ അല്ലേ? പണ്ട് കാലത്ത് അടുപ്പിന് പകരം വന്ന് എന്താ പറയാ, അത് പ്ലാവിന്റെ ഇലകളൊക്കെ അടിച്ചു വാരി, അതേപോലെ തന്നെ ഈ മരം ഈർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പൊടിയൊക്കെ വെച്ചിട്ട് അല്ലെ അടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ അടുപ്പ്. ഇന്നോ ഹൗസ് വാമിങ്ങിന് മുന്നേ തന്നെ ഗ്യാസും കുറ്റി എവിടെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചർച്ചയാണ്, ആണോ അല്ലേ? അടുപ്പ് മാറി, സംസ്കൃതി മാറി. അപ്പൊ ആരോ കണ്ട സ്വപ്നത്തിന്റെ ബാക്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്, ആണോ അല്ലേ? സോ ഈ ലോകം ഉണ്ടാക്കിയത് ആരാ? സ്വപ്നം കണ്ടവരാ, ആണോ അല്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യനെ ഇതര ജീവിയിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷ ഗുണം ഏതാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രീംസ് ഇല്ലേ? യു ആർ ജസ്റ്റ് എ ഡ്യൂപ്ലിക്കേറ്റ് ഹ്യൂമൻ ബീങ്. ആര് മാത്രാണ്? ഇരുകാലി മൃഗം മാത്രമാണ്. മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? ഏത് സ്വപ്നം വേണം?
ഞാൻ കണ്ട ഈ സ്വപ്നം കാരണത്താൽ ഒരു സമൂഹത്തിന് നന്മ വേണം, ഈ ലോകത്തിന് ഗുണം വേണം എന്ന് ആര് കാണുന്നുവോ ആ സ്വപ്നമാണ് സ്വപ്നം. സോ സീരിയസ്ലി നിങ്ങളുടെ ആഗ്രഹത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സന്തോഷം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സ്വപ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ കയ്യിൽ നല്ല വാഹനങ്ങളുണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു വാഹനം ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ? ഓക്കെ, സീരിയസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ ഏതെങ്കിലും വണ്ടിയുടെ പേര് അറിയുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ഏതെങ്കിലും വണ്ടിയുടെ പേര് കുറച്ച് പിള്ളേർക്ക് ഇത് അറിയുള്ളൂ കേട്ടോ. വലിയ ആളുകൾ എന്തോ ഒരു കാറ് അത്രേ കാണത്തുള്ളൂ അല്ലേ? നമുക്കൊന്നും ഇതിന്റെ പേര് അറിയത്തില്ല. പിള്ളേര് വാഹനം ചോദിച്ചാൽ അപ്പൊ തന്നെ അവർ പറയുന്ന പേര് റേഞ്ച് റോവറും അതേപോലെ തന്നെ കള്ളിനും പല പല ഐറ്റംസ് പേരൊക്കെ അവർ വരും. നമ്മൾ ആകെ പണ്ട് ആ അംബാസഡർ കാർ, അതിന്റെ അപ്പുറത്തുള്ള ഒരു വണ്ടിയൊന്നും നമുക്ക് വല്ലാതെ കഴിക്കൂല അല്ലെ? ഫിയറ്റ് കാറ്, അംബാസഡർ, പിന്നെ ബസ്, കാറ്, ഓട്ടോ, അത്രേ പറയത്തുള്ളൂ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇത് ഒരു ലൈഫിന്റെ ഒരു സിമ്പലാണ് അല്ലെ? ലക്ഷറിയുടെ ഒരു സിമ്പലാണ് വാഹനങ്ങൾ, ആണോ അല്ലേ? നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക്, നിങ്ങളുടെ വീട്ടിലെ കല്യാണത്തിലേക്ക് ഓട്ടോയിൽ വരുന്ന ഗസ്റ്റിനെയും 5 കോടിയുടെ റോൾസ് റോയ്സിൽ വരുന്ന ഗസ്റ്റിനെയും വേറെ വേറെ കണ്ണോട്ടാ ജനം കാണുള്ളൂ, ആണോ അല്ലേ? രണ്ടിലും വന്നത് ആരെന്നെയാ? മനുഷ്യൻ തന്നെയാണ്, ആണോ അല്ലേ? ഓട്ടോയുടെ ബില്ലടച്ചവനും ബൈക്കിൽ ഇറങ്ങി വന്നവനും ആ ഫംഗ്ഷന് വന്നത് ഒരേ അമ്മ വെച്ച മക്കൾ തന്നെയായിരിക്കാം. പക്ഷേ 5 കോടിയുടെ കാറിൽ വന്നവനെ വേറൊരു കണ്ണുകൊണ്ട് ആര് കാണും? സദസ് കാണും. കാണൂലേ? ആരേശോ കാണും. അപ്പൊ ഈ സാധനം വരണോ? വരും. എപ്പോഴും നിങ്ങൾക്ക് ഇന്നത്തെ ആഗ്രഹം വരണം. ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടല്ലോ, കഷ്ടപ്പെട്ട് ജീവിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? നീ ലോക്കൽ ബസ്സിൽ മാത്രമേ സഞ്ചരിക്കാവൂ, KSRTC മാത്രമേ യാത്ര ചെയ്യാവൂ, ഒരു സ്കൂട്ടി 20 കൊല്ലം ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ എവിടെയെങ്കിലും കിതാബിലുണ്ടോ? ഒരു പുസ്തകത്തിലുമില്ല. ആരെ പുസ്തകത്തിലുള്ളത്? നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞതാണ്, നിന്റെ പേര് ഇന്നതല്ലേ, നിന്റെ ജാതി ഇന്നതല്ലേ, നിന്റെ അച്ഛന് ജോലി ഇതല്ലേ, നിന്റെ അമ്മ ഹൗസ് വൈഫ് മാത്രല്ലേ, നീ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇത്രയ്ക്ക് ഉണ്ടാവും. ആര് പറഞ്ഞതാ? നമ്മൾ നമ്മളോടായിട്ട് പറഞ്ഞതാ, ആണോ അല്ലേ? ദൈവങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചിന്താധാരകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. അത് നമ്മളായിട്ടുള്ള ലിമിറ്റഡ് ബിലീഫ് മാത്രമാണ്. സോ ഈ സാധനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കാൻ പഠിക്കണം. അങ്ങനെ ആഗ്രഹിക്കാൻ പഠിച്ചതാണ് ഇന്ന് 1 കോടിയുടെ കാറിൽ സക്സസ് ബൈ ഗ്ലോബൽ ഫൗണ്ടർ സഞ്ചരിക്കുന്ന മിസ്റ്റർ മനോജ് കുമാർ. നല്ല ഡേറ്റ്. അതേപോലെ തന്നെ ലോകം ചുറ്റാൻ വേണ്ടിയിട്ട് ലേഡീസ് ബുള്ളറ്റുകളിൽ പറക്കുന്ന ഒരു കാലഘട്ടം. നല്ല ഫോർച്യൂണർ, അതിൽ റേഞ്ച് റോവർ. എന്താ റേഞ്ച് റോവറിന്റെ കാറിന്റെ പ്രത്യേകത? റേഞ്ച് ഓവർ ആയാൽ ഉണ്ടാകുന്ന കാറിന്റെ പേരാണിത്, റേഞ്ച് ഓവർ. ഇപ്പൊ എന്താ കാറ് നമ്മളൊക്കെ ചെയ്യാത്തത്? നമ്മളെ റേഞ്ച് ഓവർ അല്ല, ലോവർ ആണ്. അതുകൊണ്ട് എന്താ വണ്ടി വരാത്തത്? റേഞ്ച് എന്താണോ ഓവർ ആയത് എന്ന് എന്ത് വരും? റേഞ്ച് ഓവർ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഇങ്ങനത്തെ കാറുകൾ, നല്ല റോൾസ് റോയ്സ് പോലെയുള്ള, കാഡിലാക്ക് പോലെയുള്ള, BMW പോലെയുള്ള, ബെൻസ് പോലെയുള്ള കാറുകൾ. ഇത് എന്തിനാ ഞാൻ കാണിച്ചതെന്ന് അറിയോ? ഇത് കാണിക്കുന്ന സമയത്ത് ഒരിക്കലും എന്നോട് പറയുന്ന ഒരാള്, സാറേ ഈ ബിസിനസ്സിൽ വരുന്നതും ഈ കൺസെപ്റ്റിൽ വരുന്നതും കാറ് വാങ്ങാനോ? ഞാൻ പറഞ്ഞു, കാറ് വാങ്ങാനൊന്നുമല്ല. ഈ കാറ് വരുമ്പോ ബാക്കി എല്ലാ സാധനം കൂടെ വരൂലേ? മിനിമം നിങ്ങൾ ആലോചിച്ച് ഈ 5 കോടിന്റെ 6 കോടിന്റെ റോൾസ് റോയ്സ് ഏതെങ്കിലും ചെറിയ കൂരയുടെ മുമ്പിൽ നിർത്തിയതോ? ഇല്ല. ഈ കാറ് വാങ്ങുന്നവർക്ക് മേ ബി എത്ര കോടിന്റെ ആസ്തി ഉണ്ടാവും? 500 കോടിന്റെ ആസ്തി ഉണ്ടാവില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും 500 കോടിന്റെ ആസ്തി കിട്ടുക എന്ന അർത്ഥം കൂടി ഉണ്ടെങ്കിൽ ഈ കാറ് വാങ്ങിന്, ആണോ അല്ലേ? അല്ലാതെ സാറേ 25 ലോൺ ഉണ്ട്, 25 തെറ്റിക്കെടുക്കാണ്, ഇങ്ങോട്ട് ആരെങ്കിലും റോൾസ് റോയ്സ് വാങ്ങുമോ? അവർക്ക് പ്രാന്താവും, ആണോ അല്ലേ? സോ ഞാൻ ഈ കാറ് കാണിച്ചത് കാറ് വാങ്ങാൻ മാത്രമല്ല, ഈ കാറിന്റെ പിറകിൽ നിങ്ങൾക്കുള്ളൊരു ജീവിതമുണ്ട്, അത് ആഗ്രഹിക്കാനാണ് അല്ലെ? കാര്യം ഇന്ന് നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത് എന്താ? പൈസയാണ്, ആണോ അല്ലേ? മനുഷ്യന്റെ കുടുംബത്തിന്റെ വില നിശ്ചയിക്കുന്നത് എന്താ? പൈസ ഉള്ളവർക്ക് വിലയുള്ളൂ, ആണോ അല്ലേ? നമ്മൾ എന്തൊക്കെ സ്നേഹം വെച്ച് വിളമ്പിയാലും ശരി, നിങ്ങൾ ആ കല്യാണത്തിന്റെ പരിപാടിയിൽ നേരത്തെ വന്ന് പന്തലിൽ നിറഞ്ഞു കവിഞ്ഞു നിന്നാലും ശരി, ജനം പറയുന്നത് എന്താണ്? പൈസക്കനുസരിച്ചാണ് മൂല്യം, ആണോ അല്ലേ? അവിടെ കല്യാണത്തിന് നേരം വൈകുന്ന ഒരു മനുഷ്യരുടെ വിചാരിച്ച കുടുംബത്തില് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കല്യാണത്തിന് കനമുള്ള ഒരു കവർ കൊടുത്തു. ഒന്നുകിൽ സ്വർണം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ട്. വില ഫുള്ളാക്കിയായിരിക്കും. ആ നേരം വൈകി വന്നിട്ടുണ്ടെങ്കിലും ആ കനമുള്ള കവർ കൊടുത്ത വ്യക്തിക്കായിരിക്കും, ആണോ അല്ലേ? ഇയാള് 3 ദിവസമായിട്ട് കല്യാണത്തിന് വന്നിട്ട് ചെമ്പ് മൂടുന്നുണ്ട്, പന്തല് തട്ടിക്കൊട്ടുന്നുണ്ട്, ആര് നോക്കാൻ? എന്നാലും പോലെ എന്ത്, അവൻ 4 ദിവസം മുന്നേ വന്നിട്ട് ഒരു പണിയും ചെയ്തില്ല, അവിടെ കിടന്നുറങ്ങി എന്നൊക്കെ പറയും, ആണല്ലേ? നേരെ വന്നിട്ട് കൊടുത്തവനോ വിലയുണ്ട്, ഉണ്ടോ ഇല്ലേ? സോ സീരിയസ്ലി ഇത് പൈസയുടെ സിമ്പലുകൾ മാത്രമാണ് ഈ കാണിച്ചത്, അല്ല നിങ്ങളുടെ താല്പര്യം. നിങ്ങളുടെ നാട്ടുകാരനാണ് മിസ്റ്റർ MA അറിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആരാരും പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാനില്ലാതെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ട് മണൽക്കാട്ടിലേക്ക് നമ്മുടെ വിമാനം ഇറങ്ങിയ മനുഷ്യൻ പിന്നീട് കാട്ടിക്കൂട്ടിയ 45-50 വർഷത്തെ നീണ്ട ചൈത്രയാത്രയിൽ അയാൾ ഉണ്ടാക്കിയത് കേരളത്തിലെ നമ്പർ 1 കോടീശ്വരൻ ഇല്ലേ? MA യൂസുഫയുടെ വിമാനത്തിന്റെ ആ വൈയില് കണ്ടില്ലേ? വൈ യൂസുഫ് അലിയുടെ വൈയാണ് വൈ.
യൂസുഫിന്റെ വൈഫ്. ഇന്ന് അദ്ദേഹം ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞൊരു പുതിയ വിമാനത്തിലേക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റില്ലേ, 650 കോടിയുടെ പുതിയ വിമാനത്തിലേക്ക് അല്ലെ. ഒരു ഹെലികോപ്റ്റർ തകർന്നപ്പോൾ രണ്ടാമത്തെ ഒരു പുതിയ ഹെലികോപ്റ്റർ വാങ്ങിയതാണത്. ഇതായിരുന്നു ആദ്യത്തെ ഹെലികോപ്റ്റർ ഈ ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ ആലോചിക്കാണി ഇന്ന് വരുന്നത് നമ്പർ 1. ഓരോ രാജ്യത്തും ഓരോ കളർ റോൾസ് റോയ്സും ബെന്റ്ലിയും ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു തീരുമാനത്തിന്റെ പുറത്തല്ലേ ഇതുണ്ടായത് അല്ലെ. യൂസുഫ് അലിയോട് കൂടെ ഇതേ തൃശ്ശൂരിൽ നിന്ന് ഇതേ നാട്ടിൽ നിന്ന് വിമാനം ഇറങ്ങിയ ആൾക്കാരുണ്ടായിട്ടുണ്ടാവാൻ വന്ന് ആണോ അല്ലേ. യൂസുഫ് അലി വിമാനം ഇറങ്ങിയപ്പോ അതേ വിമാനത്തില് ജോലിക്കാരായിട്ടല്ല ബിസിനസ്സുകാരായിട്ട് വിമാനം ഇറങ്ങിയ ആൾക്കാരുണ്ട്, ഉണ്ടാവില്ലേ. പക്ഷെ യൂസുഫ് അലി ആയത് ആരാ? ആ മനുഷ്യനാണ്. ബാക്കി ആ വിമാനത്തിലെ ആൾക്കാരൊക്കെ റിട്ടയർഡ് ആയി, അല്ലെങ്കിൽ ജോലി തകർന്നു, അല്ലെങ്കിൽ ബിസിനസ് തകർന്നു, വീട്ടിൽ പാപ്പർ സൂട്ടായിട്ട് തിരിച്ചു വന്നു, ആണോ അല്ലേ. പക്ഷെ യൂസുഫ് അലി എന്തായി മാറി? യൂസുഫ് അലി അല്ലെ. ഏതുപോലെ മിസ്റ്റർ APJ അബ്ദുൽ കലാമിന്റെ ക്ലാസ്സിൽ ഒരുപാട് പിള്ളേരുണ്ട്, പക്ഷെ അദ്ദേഹം എന്തായി? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയി. വൈ? മൈൻഡ് സെറ്റ്. ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് എത്ര ആത്മാർത്ഥമായി നിങ്ങൾക്ക് കേൾക്കാനാകുമോ അതാണ് നിങ്ങൾ ആകുന്നത്, അല്ലാതെ കേട്ടതനുസരിച്ചാണെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ചിന്താധാരയിൽ ജന്മം കൊള്ളുന്ന ആശയങ്ങളാൽ ഏതൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ പറിച്ചു നടപ്പെടുന്നുവോ ദാറ്റ് യു ക്യാൻ ബി, നിങ്ങൾക്കാകാൻ പറ്റും. ഗെറ്റ് മീ? സോ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ തിരക്കും സമയം, ചിന്തിക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ ലോകം ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അതായത് തന്റെ വിമാനത്തിന്റെ കളറൊക്കെ കപ്പലിന്റെ കളറൊക്കെ കാറ്, ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം മാറ്റാനോ വീട് മാറ്റാനോ അതല്ലെങ്കിൽ അതിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനോ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ ലോകം മുഴുവൻ നമുക്ക് ആസ്വദിക്കാനുള്ളതല്ലേ, ആണോ അല്ലേ. ലോകം മുഴുവൻ കറങ്ങണ്ടേ? താല്പര്യമുള്ള ആൾക്കാരാണ്, കറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ. ഓക്കെ, എങ്ങനെ കറങ്ങും? സമയമില്ല, പൈസയില്ല, എങ്ങനെ കറങ്ങും? നല്ല വാഹനത്തിൽ യാത്ര പോകാൻ താല്പര്യമല്ലേ? തന്റെ മക്കളെയും കൊണ്ട് നിങ്ങളാലെ സുഖനെ അച്ഛനെയും അമ്മയെയും ഉമ്മാനെയും ഉപ്പാനെയും മക്കളെയും വൈഫിനെയും ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ബെൻസിൽ വിരുന്ന് പോയിട്ട് ആ കളിയാക്കി ആൾക്കാരെ മുറ്റത്ത് നിർത്തുന്ന ഒരു സീനൊന്നും ആലോചിച്ച് നോക്കി. എന്ത് രസമുണ്ടാവും. അതല്ലേ ചുട്ട മറുപടി, ആണോ അല്ലേ? അതല്ലേ മറുപടി. ഡയലോഗ് നാവ് കൊണ്ട് പറയുന്നതല്ല, ചെയ്ത് കാണിക്കുന്ന ചില കാര്യങ്ങളുടെ മറുപടി ആവാൻ, ആണോ അല്ലേ? അതല്ല നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെ ലോകം കറങ്ങലാണോ? നല്ല കുഞ്ഞു മക്കളെയും കൊണ്ട്. ഇപ്പൊ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞു അല്ലേ. വെക്കേഷനിൽ നമ്മൾ ഏറിപ്പോയ ഇവിടെ പോലെ ബീച്ച് ഡാം, എന്ത് ഡാമാണ് ഇവിടെ ഉള്ളത്? ആ ഡാം. അങ്ങനെ ആ ഡാം തന്നെ. അപ്പൊ പറയാ അച്ഛ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, ഞങ്ങൾ അവിടെ എന്നും കുളിക്കുന്നത്, ഇനി എന്ത് ടൂറ് പോകാനാ അവിടെ, ആണോ അല്ലേ. കുട്ടികൾ ചാടി കുളിക്കുന്ന സ്ഥലത്ത് പിന്നെ ടൂർ കൊണ്ടിട്ട് വല്ല ആരും ഉണ്ടോ അല്ലേ. ഈ ടൂറൊക്കെ മാറ്റാൻ താല്പര്യം ഉണ്ടല്ലോ, നമുക്ക് ഉണ്ടല്ലോ അല്ലേ. അച്ഛന്റെ അമ്മയുടെ കൈ പിടിച്ച് രക്ഷിതാക്കളെ കൈ പിടിച്ച് അമേരിക്കയിലെല്ലാം നടന്നു പോകുമ്പോൾ അച്ഛ ഇതാണ് നമ്മുടെ വൈറ്റ് ഹൗസ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അമ്മ ഇതാണ് നിന്റെ വൈറ്റ് ഹൗസ്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടുന്ന് ആ കാര്യം തീരുമാനിക്കുന്നത്, ഇതാണ് ബുർജെ ദുബൈ എന്ന് പറയാണ്, ഇതാണ് ഈഫൽ ടവർ എന്ന് പറയാൻ, ഇതാണ് ലോകത്തിലെ ഇതിഹാസങ്ങൾ എന്ന് പറയാൻ താല്പര്യമൊക്കെ ഉണ്ട്, ആണോ അല്ലേ. അല്ലെ, കുട്ടികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് ലോകത്തിലെ മഹാത്ഭുതങ്ങൾ പലതും, ആണോ അല്ലേ. പക്ഷെ നമ്മൾ ഫോട്ടോയിൽ കാണിച്ചു കൊടുക്കണോ നേരിട്ട് കാണിച്ചു കൊടുക്കണോ? ഏതാ വേണ്ടത്? ഫോട്ടോയിൽ കാണിക്കണോ അല്ലെ നേരിട്ട് കാണിക്കണോ? ഏതാ വേണ്ടത്? ഇന്ന് കാണിക്കണതോ? കുട്ടിക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കും, മോനെ ഇതാണ് താജ്മഹൽ. അപ്പൊ മോൻ പറയും അച്ഛ അത് താജ്മഹൽ അല്ല, താജ്മഹലിന്റെ ഫോട്ടോയാണ്, ഒറിജിനൽ താജ്മഹൽ എവിടെയാണ്, അല്ലേ. എത്ര കാലം ഇത് പറയും അല്ലെ. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ താജ്മഹൽ പോലും കാണാൻ പറ്റാത്ത നിർഭാഗ്യവാന്മാരാണ് നമ്മൾ. കാരണം ലോകത്തിലെ ഇന്ത്യയുടെ സിമ്പലായി നിൽക്കുന്ന സാധനമായത് താജ്മഹൽ. കണ്ടാൾക്കാരൊന്ന് കൈയോക്കിക്കാണ്. എത്ര താജ്മഹൽ കണ്ട ആൾക്കാരുണ്ട്? 2 ആൾക്കാർ. ബാക്കിയുള്ളവരുടെ താജ്മഹൽ കാണൂല എന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി എന്താ കാണുമ്പോഴൊക്കെ എവിടെയാ സമയവും അല്ലേ. ഞാൻ എന്റെ 16-ാം വയസ്സിൽ കണ്ടതാ. ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്ലാസ്സിൽ ഒരു ഒച്ചപ്പാട് നോക്കുമ്പോഴേക്ക് നമുക്കത് കണ്ടാലോ എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി ഓടി അന്തക്കാലത്ത് കണ്ടതാ. ബിഫോർ 25 years or something like that. അന്തക്കാലത്ത് കണ്ടിട്ടുണ്ട്. എന്താ കാരണം? ഇതേമാതിരി ക്യാമ്പസിൽ ആരൊക്കെ ഭ്രാന്തളക്കുമ്പോ പറയുമ്പോൾ ഡയലോഗിനനുസരിച്ച് പറയുന്ന. സോ സീരിയസ്ലി നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് വാരാണസി പോകണമോ, അതല്ല ഇഷ്ടപ്പെടുന്ന സമയത്ത് ബദ്രിനാഥ് പോകണമോ, കാശിയിൽ പോകണമോ, ഹജ്ജിനോ ഉംറക്കോ പോകണമോ? എന്താ പ്രശ്നം? 1 പൈസ, 2 സമയം. ഈ 2 സാധന പ്രശ്നം, ആണോ അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി എന്ത് ജീവിത ഇത്. പറയുമ്പോൾ നമ്മൾ പറയും ഭയങ്കര വലുതാണ്, വിക്രസാണ്, ഭയങ്കര പഠനമാണ്, തൊടാത്ത സ്ഥലങ്ങളില്ല, ഏത് പ്രശ്നത്തിനും പരിഹാരമാണെന്ന്. ലോകത്തിലെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്, അവനാന്റെ കുടുംബത്തിലെ പ്രശ്നത്തിനും പരിഹാരമില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ കഥ, ആണോ അല്ലേ. നാട്ടുകാരുടെ പ്രശ്നത്തിനൊക്കെ നമുക്ക് പരിഹാരം കൊടുക്കാൻ പറ്റും. ആരെ പ്രശ്നത്തിന് പരിഹാരമില്ല? നമ്മളെ പ്രശ്നത്തിന് പരിഹാരമില്ല. അതല്ല, ഇങ്ങനെയും താല്പര്യമുണ്ടോ? സ്ത്രീകൾ ഇവിടെ ഒരുപാടുണ്ടല്ലോ. കനകം മൂലം കാമിനി മൂലം പല കലഹം പല വിധി ഉലകിൽ സുലഭം അല്ലെ. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ തന്നെയാ വന്നത്. പക്ഷെ എന്ത് ചെയ്തതാണ്? ഓരോ കാര്യങ്ങൾക്ക് ഭർത്താവ് ഷെയ്ക്കാൻ്റെ ചെയ്ത സമയത്ത് തിരിച്ച ഷെയ്ക്കാൻ്റെ ഊരുമ്പോൾ ഓരോ വള ഊരി അങ്ങനെ പോയതാണ്. അതൊക്കെ ഫുള്ള് എവിടെ എത്തി? മുത്തൂറ്റ് ഫൈനാൻസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ സേട്ടുവിന്റെ കടയിലോ എത്തി, ആണോ അല്ലേ.
വന്നതിനെ തന്നെ ജഡ്ജിമാരൊക്കെ അല്ലെ നിറഞ്ഞ പൊൻകതിരായിട്ട് പോകുന്നതാണ്. പക്ഷെ എന്ത് ചെയ്താണ് ഭർത്താവിന്റെ ചില ലീലാവിലാസങ്ങളിൽ എല്ലാ സ്വർണ്ണ വളകളും എന്ത് ചെയ്തു പതിയെ പതിയെ ഇറങ്ങിപ്പോയതാണ്. ആണോ അല്ലേ? ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കണേ നിങ്ങൾ. അതല്ല ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ സാധനങ്ങൾ. ഇത് ഞാൻ ചിത്രം കാണിക്കുന്നത് അറിയോ? ഞാൻ പറയുന്നതിനേക്കാൾ ചിത്രം ബ്രെയിനിൽ കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടിരിക്കണം. എനിക്കറിയാം ഇതിന് കുറെ ആളുകൾക്ക് തിരക്കേറിയ സന്ദർഭമുണ്ട്, അതിനേക്കാൾ തിരക്ക് എനിക്കുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഇതിനെ പഠിച്ചൊരു വരിയുണ്ട്. എങ്ങനെ ഞാൻ പഠിച്ചതെന്നറിയോ? ലോകത്ത് പല സാധനവും ഞാൻ പറഞ്ഞു, പല ആൾക്കാരും ഞാൻ കേട്ടു, പക്ഷെ ഇതുവരെ ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല. ഏത് വസ്തു? എന്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല, എന്റെ ലൈഫ് എങ്ങനെ ആകണമെന്ന് ഞാൻ കേട്ടില്ല. ഇതാണ് നമ്മുടെ പരാജയം. മനമല്ലേ? പല ക്ലാസ്സിലും നമ്മൾ പോയിട്ടിപ്പോ വേണ്ട ഒരു ഉദാഹരണമായിട്ട് ഒരു എന്താ പറയാ പുതിയ സിനിമയാണെങ്കിൽ ഇപ്പൊ എന്താ തുടരും മോഹൻലാലിന്റെ പുതിയൊരു സിനിമ അല്ലെ, അതിന് പോയിട്ട് 2.5 മണിക്കൂർ ഇരിക്കാൻ നമുക്ക് ഒരു കുഴപ്പമില്ല. എന്താ കാരണം? നമ്മൾ ജന്മത്തിൽ മോഹൻലാൽ ആവൂല എന്ന് ഉറപ്പാണ്. അതിനോട്ട് പോകൂല. പൈസ പോയത് നമ്മളത്, സമയം പോയത് നമ്മളത്. എന്തിനാ അങ്ങനെ സമയം കളയുന്നത്? പക്ഷെ ഈ ക്ലാസ്സിനെ ഞാൻ നിങ്ങളോട് പ്രൊമോട്ട് ചെയ്യും. കാര്യം എന്താ? ഞാൻ ഈ കാണിച്ച ചിത്രത്തെക്കാൾ ടോപ്പ് ജീവിതങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഉണ്ടോ ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ സമയം കൊടുക്കേണ്ടത് എവിടെയാണ്? ഈ ക്ലാസ്സുകൾക്കാണ്. അത് സംഘടിപ്പിച്ച പപ്പൻ സാർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ എന്ത് രസം ഉണ്ടാവും? ഇഷ്ടപ്പെട്ട ഉടയാടകൾ കൊത്ത് വസ്തുക്കൾ ധരിക്കാൻ പറ്റുന്നൊരു സീന്. അതല്ല, ഇങ്ങനെ ഒരു വീടുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ? ഇന്നുള്ള വീട് അടിപൊളി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീടാണെങ്കിൽ അത് രസം ആണോ അല്ലേ? ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ വിളിക്കാനും വിരുന്ന് കൊടുക്കാനും സൽക്കരിക്കാനും പറ്റുന്ന വീട്. ഇപ്പൊ ഈ താഴത്തുള്ള 3 വീട് മലപ്പുറത്തെ മങ്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള വീടുകളാണ്. 3 സഹോദരന്മാരുടെ വീടാണ്. അവർ 5 ആൺപിള്ളേരാ. ഇപ്പൊ ആ സ്ഥലത്ത് 2 വീടും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. 5 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയാണ്. 6 കുട്ടികളാണ് ആ വീട്ടിലേക്കുള്ള. ശരിക്കും ആലോചിച്ച് ഇന്ന് 5 വീടുണ്ട് അങ്ങനത്തെ. 2 കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇത് മുന്നേ എടുത്ത ഫോട്ടോ. ആ ഒരു രസമല്ല അങ്ങനെ അല്ലെ? ജ്യേഷ്ഠമാന്യമാര് ഫുള്ള് ഒരേ ലെവലിൽ. നമ്മുടെ ബ്രാൻഡ് ന്യൂ STC രജിത മാഡം ആൻഡ് ഹസ്ബൻഡ് ബാബു, 2 പേരും നല്ല ഗൈഡ് കൊടുക്കുക. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്ന മാറ്റർ ഇത്രയേ ഉള്ളൂ. ഓരോ ലീഡർമാരും, ഇതാണ് തൃശ്ശൂരിന്റെ പ്രത്യേകത. എന്താ തൃശ്ശൂരിന്റെ പ്രത്യേകത? ഇവിടെ ഒരു പരിപാടി പപ്പൻ സാറ് വെച്ചാൽ പടയിളകി മലപ്പുറം വരും. എന്താ കാരണം? തൃശ്ശൂരിൽ ഒരു കളി അല്ലേ? ഒരു കളി നമ്മൾ കളിക്കും എന്ന് മാത്രമല്ല, പപ്പൻ സാറെ പോലെയുള്ള അതേപോലെ തന്നെ നമ്മുടെ ചേട്ടനെ പോലെയുള്ള ഒരുപാട് ലീഡർമാർ ഇന്ന് ഡബിൾ ഫയർഡാണ്. അതുകൊണ്ട് അവരെ കൂടെ നിൽക്കണം. സോ സീരിയസ്ലി ഇങ്ങനെ ഒരു വീടാണ് ഒരാൾ സ്വപ്നം കണ്ടത്. ഇതേപോലത്തെ ഒരു ക്ലാസ് കേട്ടത് അയാള്. ഇതേപോലത്തെ ഒരു ക്ലാസ് അദ്ദേഹം ഇരുന്നിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാൻ പോകുന്ന അവസരത്തെ മനസ്സിലാക്കി ഇതിനെ നെഞ്ചേറ്റിയപ്പോ ഇന്ന് അദ്ദേഹം താമസിക്കുന്ന കോടികൾ വില മതിക്കുന്ന ഒരു വില്ലയിലാണ് ഇന്ന് എറണാകുളം. ഏകദേശം 10 കോടിയുടെ അസറ്റിലേക്ക് ഇന്ന് വിധിയെഴുത്ത് നടത്താൻ പറ്റുന്ന ഒരു കൊട്ടാര സമുച്ചയത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. ഇങ്ങനത്തെ ഒന്നല്ല അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. ഇന്ത്യയിൽ കോടികൾ വില മതിക്കുന്ന റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി 12-ലധികം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും. സാധാ ഓട്ടോ വർക്ക് തൊഴിലാളിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവന്റ് മാനേജ്മെന്റിലെ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നാടൻ കൂലിപ്പണികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ജീവിതം വട്ടപ്പൂജ തുടങ്ങിയ മനുഷ്യനാണ്. ഇന്ന് ഇതേ സീറ്റിലിരുന്ന് ഇതുപോലുള്ള ക്ലാസ് കേട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി ഏറ്റവും ചുരുങ്ങിയത് ഒരു മന്തില് 1 കോടിയിലധികം വരുമാനം വാങ്ങിക്കുന്ന ഒരു ഗ്രേറ്റ് മാന്റെ വീടാണിത്. മിസ്റ്റർ മുബീൻ മുഹമ്മദ്. അടുത്ത ചാൻസ് നമുക്കാ. അന്ന് മുബീൻ സാർ അത് കേട്ട് മൂപ്പരത് ചെയ്തു. ഇനി അടുത്ത ചാൻസ് നമുക്കാ. പ്രശ്നം എന്താന്ന് പറയുക? സാറേ സ്വപ്നമൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഇത് ചെയ്യാനുള്ള എന്തില്ല, ദമ്പടിയില്ല. പണ്ട് മിസ്റ്റർ എന്താ പറയാ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ സാധനം ഇല്ല. അതല്ലേ പ്രശ്നം? ഓക്കെ, ഇന്നൊരു അവസരം എവിടെയില്ല. ഉണ്ടോ? നമ്മളെ മക്കളെ കഥയൊക്കെ നിങ്ങൾ ശരിക്കും കേൾക്കുക. ഇനി വരാൻ പോകുന്ന ഓരോ വരിക്കുള്ളിലും നിങ്ങളും നിങ്ങളെ മക്കളും സമൂഹവും രാജ്യവും ഉണ്ട്. ആ വരി നിങ്ങൾ ശരിക്കും കേൾക്കുക. ഇന്നൊരു ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ സാധനം നിരവധി ആളുകൾ ഒരു അധിക വരുമാനം തേടുന്നുണ്ട്. ഉണ്ടാവില്ലേ? ജീവിതത്തിൽ നല്ല സമയത്ത് കഷ്ടപ്പെടുന്ന നിരവധി പേരുകൾ ഇന്നുണ്ട്. മാത്രമല്ല ജോലി ബിസിനസ് നഷ്ടപ്പെട്ടവർ, അവസരങ്ങൾ ഇല്ലാത്തവർ എത്രയോ ഉണ്ട്. തൊഴിലില്ലാപ്പടയായിട്ട് യുവാക്കൾ മാറിയിട്ടുണ്ട്. ഉണ്ടാവില്ലേ? പുതിയ നാസ്കോമിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 1.5 മില്യൺസ് ഓഫ് എഞ്ചിനീയേഴ്സ് ആർ പാസിംഗ് ഔട്ട് ഇൻ ഇന്ത്യ പെർ ഇയർ. ഒരു വർഷം 15 ലക്ഷം എഞ്ചിനീയർമാർ ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ 12 ലക്ഷം എഞ്ചിനീയർമാർ ഈസ്റ്റ് വെസ്റ്റ്. ബ്രാൻഡ് ന്യൂ മിസ്റ്റർ മുസ്തഫ സാർ ആൾസോ നല്ല കൈയ്യിൽ. അപ്പോ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയണത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ലീഡർമാരാണോ കൂടുതൽ, നിങ്ങളാണോ കൂടുതൽ? അതാണ് തൃശ്ശൂരിനെ ലീഡർമാർ എങ്ങനെ കാണുമെന്നുള്ളതിന്റെ തെളിവ്. കോട്ടും സൂട്ടും അണിഞ്ഞ ഈ ആളുകളൊക്കെ ഒരു GTS ഒരു പക്ഷെ 2 കിട്ടുള്ളൂ. പക്ഷെ വന്ന ആളിനേക്കാൾ കൂടുതൽ തൃശ്ശൂരിനെ ഏറ്റെടുത്ത ലീഡർമാർക്ക് നല്ല കയ്യടി കൊടുക്കുക. സോ തൊഴിലില്ലാ പടയായിട്ട് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സഹോദരന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ?
നമ്മൾ പറയും എന്റെ മോനില്ലല്ലോ എന്ന്. അങ്ങനെയൊന്നും ഇല്ല. ഈ ലോകത്തെ എല്ലാവരുടെ മക്കളും നമ്മളെ മക്കളാണ്. ആണോ അല്ലേ? അപ്പോഴല്ലേ ഈ ലോകത്തെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ അല്ലേ? എല്ലാ മതക്കാരും നമ്മളെ സ്വന്തക്കാരാണ്. ആണോ അല്ലേ? എല്ലാ ചിന്താധാരയുടെ ആൾക്കാരും. അവർക്ക് ഈ വിഷയമൊക്കെ തിരിയൂ, അല്ലാത്തവർക്ക് തീരാൻ നിർബന്ധമില്ല. സോ സീരിയസ്ലി തൊഴിലില്ലാപ്പടയായിട്ട് യുവാക്കൾ മാറാം. എഞ്ചിനീയർമാർ ഈസ്റ്റ് വെസ്റ്റ് നടക്കുന്ന കാലം. 12 ലക്ഷം എഞ്ചിനീയർമാർ ഒരു വർഷം ഇന്ത്യയിൽ ഈസ്റ്റ് വെസ്റ്റ് ആകുന്നുണ്ട്. ഒരു വർഷം. അപ്പൊ അടുത്ത വർഷം അടുത്ത 12 ആണോ അല്ലേ? പഠിച്ചിറങ്ങുന്നവർക്ക് ജോലിയില്ലാത്ത കാലഘട്ടം. എന്തിനേറെ എല്ലാം റോബോട്ടുകൾ കൈയടക്കിയ കാലഘട്ടം. ആണോ അല്ലേ? ഞാൻ സീരിയസ്ലി ഇൻഡസ്ട്രിയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഇതിന്റെ കൂടി തിരിച്ചറിയുക. കാര്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് മിസ്റ്റർ ഓയ് സാർ എന്റെ സ്റ്റുഡന്റ് കൂടിയാണ്. +2 ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഇന്ന് ഈ ബിസിനസ്സിലെ ഇന്ന് STC റാങ്ക് സ്റ്റേറ്റ് ലെവൽ ലീഡറായിട്ട് നിൽക്കുന്ന ഗ്രേറ്റ് ലീഡറാണ്. നല്ല ഗൈഡ് കൊടുക്കാം. അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്റെ മുന്നിലിരിക്കുന്ന നാളെയുടെ ഡോക്ടർമാരോട് ഞാൻ പറയായിരുന്നു, മൈ ഡിയർ ഡോക്ടേഴ്സ്, നിങ്ങൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് റോബോട്ടായിരിക്കും ഡോക്ടർ. അന്ന് അവർ പറയും, സാറേ അതൊന്നും വരൂല സാറേ, ഡോക്ടർ ഒന്നും എന്താവില്ല, റോബോട്ട് ആവില്ല. വേണമെങ്കിൽ റോബോട്ട് എന്താകും, അതിന്റെ കോമ്പൗണ്ടർ എന്നൊക്കെ പറയില്ലേ, എന്റെ തലക്കിൽ നിന്ന് കണ്ട് ടോക്കൺ കൊടുക്കുന്ന ആള്, അതൊക്കെ വേണം കൈക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ അന്ന് പ്രവചിച്ച ഓരോ കാര്യങ്ങളും ഇന്ന് സത്യവൽക്കരിക്കുന്ന പോലെ ചൈനയിൽ ഒരു ഹോസ്പിറ്റൽ വന്നു. മുഴുവൻ ഡോക്ടർമാരും ആര്? റോബോട്ട്. ഓൺലി റോബോട്ടുള്ള ഹോസ്പിറ്റലുകൾ വന്നു. ആണോ അല്ലേ? ഓൺലി റോബോട്ടുള്ള ഷോപ്പുകൾ വന്നു, ഷോപ്പിംഗ് മാളുകൾ വന്നു, ഹോട്ടലുകൾ വന്നു, ഒരുപാട് അധികാര കേന്ദ്രങ്ങൾ വരെ റോബോട്ട് കൊണ്ട് മാത്രം വന്നു. വന്നില്ലേ? AI സെക്ടർ കീഴടക്കി വെച്ച് വിധി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ നമ്മുടെ UK കൺട്രീസിൽ, യുണൈറ്റഡ് കിങ്ഡം രാജ്യങ്ങളിലൊക്കെ ഒരു കേസ് തീർപ്പ് കൽപ്പിക്കുന്നതിന് പോലും ആരുണ്ട്? റോബോട്ട് ഉണ്ട്. ഉണ്ടോ ഇല്ലേ? പട്ടാളത്തിൽ റോബോട്ട് വന്നു, പോലീസിൽ റോബോട്ട് വന്നു, എല്ലാ ഫോഴ്സിലും, ടീച്ചിങ് ഫാക്കൽറ്റിയിൽ മുഴുവൻ റോബോട്ടുകൾ വന്നില്ലേ? ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ എന്ത് പറയും? എന്റെ കുട്ടിക്ക് 10 A+ ഉണ്ട്, അവൻ വാരാൻ പോവാണ്, കോരാൻ പോവാണ്. എന്ത് വാരാന്, എന്ത് കോരാന്? വേൾഡ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആവാം. അത് ഞാൻ പറയുന്ന വാക്കല്ല. ഇങ്ങോട്ട് നോക്കുക. ഓഫീസ് വർക്കേഴ്സ് ഫിയർ സ്പ്രെഡ് ഓഫ് ഓട്ടോമേഷൻ. AI പടർന്ന് പന്തലിക്കുന്നത് ഓഫീസിലെ മുഴുവൻ ആളുകളും ഭീതിയോടെ കാണുന്നു. PSC പാസ്സാകുമെന്ന്, ജോലി കിട്ടുമെന്ന്, പഞ്ചായത്തിലുണ്ടെന്ന്, അധികാര സ്ഥിര കേന്ദ്രത്തിലുണ്ടെന്ന്, അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജോലി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയണം, 90% ജോലി ആര് കൊണ്ടുപോകും? AI കൊണ്ടുപോകും. ഒരു സംശയം വേണ്ട. Growing technology and shrinking jobs are limited to fulfill employment. Unemployment will end honeymoon with robots. എന്ന് മാത്രമേ റോബോട്ട് ഈസ് an after your job. നിന്റെ ജോലിക്ക് പിറകിൽ ആരുണ്ട്? ഒരു റോബോട്ട് ഉണ്ട്. ഇത് എന്റെ റിപ്പോർട്ടല്ല. നോബൽ സമ്മാന ജേതാവാകുന്ന യൂനിസ് എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അഭ്യസ്ത വിദ്യനായ വ്യക്തിയുടെ സയന്റിഫിക് കണ്ടെത്തലാണ്. ഈ ലോകത്ത് എല്ലാ ജോലിയും ആര് കൊണ്ടുപോകും? റോബോട്ട് കൊണ്ടുപോകും. ഞാൻ മാത്രല്ല പറഞ്ഞത്, 800 മില്യൺ ജോലി കൊണ്ടുപോകും 2030 ആകുമ്പോഴത്തേക്ക് പ്രവചിക്കുന്നത് നമ്മുടെ എലൻ മസ്കിനെ പോലെയുള്ള ആളുകൾ. 800 മില്യൺ ജോബ്. ഒരു ജോബല്ല, 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? എന്തായാലും കുഴപ്പമില്ലല്ലേ. 1 മില്യൺ എന്ന് പറഞ്ഞാല് 10 ലക്ഷം. ആണോ അല്ലേ? അപ്പൊ 800 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമായി? കോടാനുകോടി ജോലി ആര് കൊണ്ടുപോകും? റോബോട്ട്. വർഷം 2030. ഇവിടുന്ന് എത്ര വർഷം ബാക്കിയുണ്ട്? ഇനി 5 വർഷം. നിങ്ങളെ മക്കളെ ഏത് ജോലിയാ ചെയ്യണത് ഇപ്പോ? അത് ചിന്തിച്ചാൽ മതി. എന്നാലേ ഈ ഇൻഡസ്ട്രി തിരിയുള്ളൂ. അത്രയും ബീഭത്സമായിരിക്കുന്ന ഒരു ത്രെട്ട്, ചലഞ്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പറയുന്നത് ഇതാണ്, നിയർലി 2 lakh IT jobs going to vanish is expert. എക്സ്പേർട്ട് പറയാതെ 2 ലക്ഷം IT ജോബ് ലോകം എടുത്തു പോകുന്നു എന്ന് മാത്രമല്ല 49% ഗ്രോത്ത് 2030 ആകുമ്പോഴത്തേന്. ചൈനയുടെ ഓരോ കണക്കും കാണിക്കുന്നതിന് എനിക്ക് പറയാൻ സമയമില്ല. ഇതൊന്ന് വായിച്ചാണെങ്കിൽ ഉറക്കനെ ഞാൻ കേൾക്കട്ടെ. ഉറക്കനെ വായിച്ചോളൂ. പണിയെടുക്കാൻ ഗൂഗിൾ കേട്ടോ എന്താ പറഞ്ഞത്? പിരിച്ചുവിടലിന്റെ വക്കിലാണ് ഗൂഗിളും ആമസോണൊക്കെ. ആണോ അല്ലേ? ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വാർത്ത നിങ്ങൾ കണ്ടോ? ഇൻഫോസിസ് പിരിച്ചുവിടുന്നു അല്ലേ? IBM പിരിച്ചുവിടുന്നു. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുന്നു. നമ്മളെ മക്കളൊക്കെ പണ്ട് പറഞ്ഞത് ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതാണ് IT സെക്ടറിലെ എഞ്ചിനീയർ എന്നാ പറയാം അല്ലെ? ആള് ഭയങ്കര IT ആണ് അല്ലെ? IT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേഖലയിലെ ഉദ്യോഗസ്ഥനെന്നൊക്കെ പറയാൻ ഭയങ്കര സംഭവമാണ്. ആണോ അല്ലേ? അവിടെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് ഒരാളും രണ്ടാളെയൊന്നുമല്ല. ആമസോൺ കഴിഞ്ഞ പ്രാവശ്യം പിരിച്ചുവിട്ടത് 7.5 ലക്ഷത്തോളം വരുന്ന ജോബിന്റെ തസ്തികയിലേക്കാണ് 1.5 ലക്ഷം റോബോട്ടിനെ ചൂസ് ചെയ്തത്. ഏത്? ആമസോൺ. എന്നിട്ടും നമ്മളെ പിള്ളേർ എന്താണ്, ഞാൻ ഓൺലൈനിൽ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് കാരണം ഓൺലൈനിലെ ജോലി ഉണ്ട്. അത് ഇല്ലാന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് പറഞ്ഞ ഒരു തലമുറ വന്നാൽ നമ്മൾ എന്ത് കാട്ടും?
ഇത് നിങ്ങളെ മക്കളെ ലൈഫാണ്. എന്റെ കുട്ടി കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്റെ കുട്ടി ഇന്നാലിന് അമേരിക്കയിലുണ്ട്, UK-ലുണ്ട്, നഴ്സിംഗ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് പണ്ട് ഒരു കാര്യം ഉണ്ട്, എനിക്കൊരു ഉറപ്പില്ല. കാര്യം എന്താ, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ലോകം മാറുക, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട്. ഞാൻ ഈ ക്ലാസ് വേറെ എടുക്കാറുള്ളത്, സ്ലൈഡ് മാത്രമേ ഇട്ടുള്ളൂ. ഇത് ഈ ക്ലാസ് നടക്കുന്ന ക്ലാസിന്റെ പേര് മെഗാ സാഗ. വന്ന ആൾക്കാരൊന്ന് കൈവയ്ക്കുകയാണ് മെഗാ സാഗ. ഓക്കെ, അവരോട് ചോദിച്ചാൽ മതി, ആ ക്ലാസ്സിൽ അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഇതിന്റെ ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറയുന്ന വരാൻ പോകുന്ന ഒരു 10-30 കൊല്ലത്ത് ലോകത്ത് വരുന്ന മാറ്റത്തെ കുറിച്ച്, ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അത്യത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിന്തിക്കുന്ന ലോകമില്ല മക്കളെ, ആണോ? മാതാപിതാ ഗുരു ദൈവം കഴിഞ്ഞു. അപ്പൊ ഏതാണ്? മാതാപിതാ ഗൂഗിൾ ദൈവം. ഏതാണ്? മാതാപിതാ ഗൂഗിൾ ദൈവം, ഗുരു ദൈവം കഴിഞ്ഞു. ഇപ്പൊ ഗുരു ആരാ? ഗൂഗിളാണ്. ദൈവം. സീരിയസ്ലി, എന്റെ വൈഫ് എന്റെ മോൾക്ക് വേണ്ടിയുള്ള, മോള് ഇപ്പൊ UKG കഴിഞ്ഞു, 1ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അവളുടെ മുഴുവൻ കാര്യം ചെയ്ത് കൊടുക്കുന്നത് AI സെക്ടർ ഉപയോഗിച്ചിട്ടാണ്, ChatGPT ഉപയോഗിച്ചിട്ടാണ്. എന്ത് സാധനം പറഞ്ഞാലും ChatGPT-യിൽ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ വൈഫിനെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, ലോകം മാറി. എന്തും ഇന്ന് ഗൂഗിളിനോട് ചോദിച്ചൂടെ? സിമ്പിൾ ആയിട്ട് ചോദിക്കാം. എന്തൊക്കെ എന്ത് ചോദ്യം വേണം, കറി വെക്കൽ എങ്ങനെയാന്ന് ആരോട് ചോദിക്കാം? ChatGPT ചോദിക്കുക. ഏത് കറിയെന്ന് 9 ചോദിക്കുമ്പോൾ ആ കറിയുടെ പേര് പറഞ്ഞ മീൻകറി, മുട്ടക്കറി, ഇറച്ചിക്കറി, അത് പറഞ്ഞാൽ അതിന്റെ വീഡിയോ സഹിതം ആര് തരും? ഞാൻ തരും. പിന്നെ എന്തിനാ പുറമേ പോണത്? എല്ലാം ഇതിനകത്ത് സെറ്റാണേ. അപ്പൊ സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അത്ഭുതങ്ങളിൽ നിൽക്കുന്നത്. ചൈന ഹാസ് എന്റേർഡ്. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഡാർക്ക് ഫാക്ടറി. എന്താ ഡയറക്ടർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ? അവിടെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ ടൈം വർക്ക് ചെയ്യാൻ. അങ്ങനത്തെ ഫാക്ടറിയുടെ പേരാണ് എന്ത്? ഡാർക്ക് ഫാക്ടറീസ്. ഫുൾ ടൈം ആക്ടിവിറ്റീസ് ആയിരിക്കും. കാരണം അവിടെ ഫുൾ എംപ്ലോയീസ് ആരാണ്? റോബോട്ടാണ്. റോബോട്ടിന് ലൈറ്റ് വേണോ? ഫാന് വേണോ? വയറിങ് വേണോ? ഇതേപോലെ സ്റ്റാഫ് നിയന്ത്രിക്കാൻ വേണോ? ഒരു കുന്തവും വേണ്ട. ഇതിന്റെ മുതലാളി പേരന്റെ അകത്തൊരു കമ്പ്യൂട്ടർ ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. അവിടെ ഫുൾ ടൈം പണി നടന്നോളൂ. ഒരാളും ഉറങ്ങാൻ പോകില്ല. ഒരു കുട്ടി കല്യാണത്തിന് ലീവ് എടുക്കില്ല. തലവേദന പറഞ്ഞിട്ട് ഒരു എംപ്ലോയി പോലും ഓഫ് ആവില്ല. മനസ്സിലായോ? ശരാശരി ഫാക്ടറിയിലോ എന്റെ അച്ഛൻ മരിച്ചു 1 ലീവ്, എന്റെ അപ്പച്ചൻ മരിക്കുമെന്നൊരു തോന്നലുണ്ട് 10 ലീവ്, എന്റെ കല്യാണത്തിന് വേണ്ടി 20 ലീവ്, എന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട് 4 മാസം ലീവ്. ഇതൊന്നും എവിടെയില്ല? റോബോട്ടിക്കൽ ഫാക്ടറിയിലില്ല. ഇതിന്ന് ചൈനയിൽ വന്നു കഴിഞ്ഞു. ഇനി എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഇതാണ്. ഫാക്ടറിയിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠിച്ച ബിരുദധാരികളെ MTech BTech-കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുമ്പോ പറയും, സ്മൈൽ സർ അന്ന് പറഞ്ഞത് കുറച്ച് കടുകട്ടിയുള്ള കണ്ടെത്തലായിരുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായുള്ള ഭാഗ്യാണ് മക്കളെ. ഞാൻ സീരിയസ്ലി പറയാം, ചില സമയത്ത് കരയണം. അതേപോലെ തന്നെ ചൈനയുടെ വലിയ സ്പേസ് സ്റ്റേഷൻ ഒന്നും പറയാൻ എനിക്ക് സമയമില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, AI സിറ്റികൾ. എന്താ AI സിറ്റി എന്ന് പറഞ്ഞാൽ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സിറ്റികൾ വരുന്നു. ഇതാ ദുബായ് മാറി വേൾഡിലെ ആദ്യത്തെ AI സിറ്റി. അവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്പോർട്ടാണ്. ഈ രാജ്യത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ എന്തോ ഒരു പ്രൊജക്ടിന്റെ പേരുണ്ട്, ഇയോൺ, എന്താണ് പറയാ, ഇയോൺസ് പ്രൊജക്ട്, നമ്മുടെ ദുബായിയുടെ ഒരു പുതിയ പ്രൊജക്ട്. അത് വെച്ച് ഞാൻ നിങ്ങളോട് പറയണത്, എല്ലാം ഓട്ടോമേറ്റഡ്. അവിടുത്തെ ഷോപ്പിൽ ആളുണ്ടാവില്ല, വണ്ടിയിലെ ഡ്രൈവർ ഉണ്ടാവില്ല, എല്ലാം ഓട്ടോമേറ്റഡ്. അങ്ങനത്തെ ഒരു സിറ്റി വരാൻ പോവാണ്. നാളെ തൃശ്ശൂരിൽ അങ്ങനെ വന്നാൽ അതിശയിക്കേണ്ടതില്ല. അവിടെ ഹോട്ടലിൽ ആൾക്കാരുണ്ടാവില്ല, ഓഫീസിലെ ആൾക്കാരുണ്ടാവില്ല, ടിക്കറ്റ് കൗണ്ടർ കൊടുക്കാൻ ഒക്കെ നേരെ ഓട്ടോമേറ്റഡ് ആയിട്ട് പോകും. അതൊരു സാധനം ഉണ്ടോ ഇല്ലേ? ആമസോൺ ഗോ മാർക്കറ്റ് കേട്ട ആൾക്കാർ കഴിക്കുകയാണ്. ആമസോൺ ഗോ മാർക്കറ്റ് ഇവരൊക്കെ എന്റെ ആദ്യകാലത്തെ ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ, ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. ആമസോൺ ഗോ മാർക്കറ്റ്. എന്താ അതിന്റെ പ്രത്യേകത? ആ സൂപ്പർ മാർക്കറ്റില്, ആ മോളിൽ നിങ്ങൾ കയറിയാൽ അത് സെറ്റിംഗ് ആണ്. പല രാജ്യത്തും അതിന്റെ എത്രയോ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കണോ. അതിന്റെ ഷോപ്പിംഗ് മാളുകൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ ആ ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്താൽ ആരും വന്ന് ചോദിക്കാണ്ടാവില്ല. അത് 24 hours ഓപ്പൺ ആണ് സൂപ്പർ മാർക്കറ്റ്. നമുക്ക് എന്തും കയറി കട്ടുണ്ടാവും അല്ലെ? ഒരു സാധനം തൊട്ടാൽ അപ്പൊ നിങ്ങളെ ബാങ്കിൽ നിന്ന് പൈസ പോകും. വലിയ സൂപ്പർ മാർക്കറ്റ്. മിസ്റ്റർ MA യൂസുഫ് അലി സാഹിബ് ചിന്തിക്കുന്നു ഈ സാധനം സെറ്റ് ചെയ്യാൻ. 63,000 ആൾക്കാരെ ജോലി. ഓം സോഹ സോഹ സോഹ, വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുമ്പോ തിരിയും, എന്റെ ഇന്നാലിന്റെ കുടുംബത്തിലെ ആൾ ഇന്നാലിന്റെ ആളുടെ സൂപ്പർ മാർക്കറ്റിലാണ്, ഗ്രാൻഡ് മാളിലാണ്, മെറ്റേ മാളിലാണ്. ഒക്കെ തീരുമാനമാകും. ഒറ്റ മുതലാളി തീരുമാനിച്ചാൽ മതി AI സെക്ടർ സെറ്റ് ചെയ്യാൻ, അല്ലേ? ഒരു കാലത്ത് കാറിന്റെ ലോകം കൈയടക്കി വെച്ച ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ടൊയോട്ടയെ പോലെയുള്ള, അതേപോലെ ഹ്യുണ്ടായി, ഹോണ്ട, അതേപോലെ ടാറ്റ, ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു, ആണോ അല്ലേ? ഇന്ന് കണ്ണി ചിമ്പി തുറക്കുമ്പോൾ തന്നെ ഒരാള് BYD എന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനത്ത് എത്തി വേൾഡിൽ. ടൊയോട്ടന്റെ കൂടെ എത്തി. BYD എന്നുള്ളൊരു ചൈന കമ്പനി കണ്ടില്ലേ? കണ്ണി ചിമ്പി തുറക്കുമ്പോൾ തന്നെ അതൊക്കെ നടക്കുന്നത്. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നേ. കോമ്പറ്റീഷൻ മുറുകിയ ലോകത്താ.
നമ്മളെന്താ തിരിയാത്തെന്നറിയോ? ഞാൻ ലോകത്തിന്റെ പാർട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ കരുമത്രയിൽ മാത്രമുള്ള വ്യക്തിയാണ്, ഇതിന്റെ അപ്പുറത്ത് ഒരു ലോകമില്ല എന്നാണ്. ഞാൻ എങ്ങനെയാണ് ക്ലാസ്സിലേക്ക് അങ്ങനെയാവുമ്പോ? കരുമത്രയ്ക്ക് അപ്പുറത്തേക്ക്, തൃശ്ശൂരിന് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്. ആ ലോകത്തെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പണ്ട് നിങ്ങൾ കരുമത്ര മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. കാരണം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ ബന്ധങ്ങളില്ല, യാത്രകളില്ല, അങ്ങനത്തെ ചിന്താധാരകളൊന്നുമില്ല. അവനാന്റെ നാടും കെട്ടിയോളും കുട്ടികളും മാത്രം മതിയായിരുന്നു. ഇന്നത് ചിന്തിച്ചാൽ മതിയോ? ഇല്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. നമ്മൾക്കൊരു ചായക്കടയുണ്ടെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് സ്റ്റാർ ബക്സ് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടീ കോഫികൾ തുറക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആണോ അല്ലേ? സ്റ്റാർ ബക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടല്ലേ? ലുലുമാൾ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? അത്രയെങ്കിലും മതി സമാധാനം അല്ലേ? പണ്ടൊക്കെ ലുലുമാൾ ദുബായിൽ മാത്രം. ഇന്ന് എല്ലാ സിറ്റിയിലും ആര് വരികയാണ്? ലുലു വരികയാണ്. ലുലുമാൾ വന്ന ഉടനടി അങ്ങേപ്പുറത്തെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അത് വന്ന അപ്പോൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്, അതിന്റെ അങ്ങേപ്പുറത്തെ അടുത്ത ആളും വന്നു അല്ലേ? പണ്ട് നമുക്ക് ചെറിയൊരു കറന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ ഷോപ്പിന്റെ കറണ്ട് ആകുമ്പോൾ അങ്ങേപ്പുറത്ത് നന്ദി ഗോകുലത്ത് ജി മാർട്ട് അത് വരുന്നു. അതിന്റെ തൊട്ടിങ്ങേപ്പുറത്ത് വേറെ കിട്ടാപ്പള്ളി വരുന്നു. അതിന്റെ അങ്ങേപ്പുറത്ത് കിട്ടാപ്പുള്ളി, പിടികിട്ടാപ്പുള്ളി എല്ലാരും വരുന്നുണ്ട്. ആണോ അല്ലേ? അത് നമുക്ക് നിൽക്കാൻ പറ്റില്ല മക്കളെ. ഈ ബിസിനസ്സുകാരോട് ഞാൻ പറയുന്നത് അതാ. ഇതെന്തിനാ? നിങ്ങൾ ബിസിനസ്സുകാരല്ലെങ്കിലും അവർക്ക് നാളെ ഒരു അടി വരാണ്ട്, ആ അടി വരുമ്പോ നിങ്ങൾ ഈ സാധനം പറഞ്ഞു കൊടുക്കാണ്ടായാൽ മതി. എന്നാലും നിങ്ങളെ ലൈഫ് സേഫ് ക്ലിയർ ആണോ പറയുന്നത്? സോ ഇത് കണ്ടില്ലേ നിങ്ങൾ? ഡീപ് സീക്ക് വന്നു, AI വന്നു, കിമി വന്നു, ChatGPT വന്നു, ജെമിനി വന്നു, ഗ്രോക്ക് വന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ വന്നു. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. ശരിക്കും ചിന്തിക്കുക. ആ സ്ഥലത്ത് ജോലി ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്ത് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് ഉത്തരജമായി ജന്മം കൊണ്ട പ്രസ്ഥാനങ്ങളുടെ പേരാണ് സക്സസ്ബറി ഗ്ലോബൽ ആൻഡ് ടുലേസ് അക്കാദമി ആൻഡ് മൈ ലൈഫ്. ഇത് നിങ്ങൾക്കൊരു മാർഗദർശിയാണ്. ഇത്രയും വലിയ പ്രശ്നം ലോകത്ത് വരുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട മക്കളെ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. എന്താ ഞങ്ങൾക്ക് നിങ്ങളോട് തരാനുള്ളത്? 2 പ്രധാന സാധനമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ നെട്ടോട്ടം. അതിലെ ഒന്നാമത്തെ സാധനമാണ് ഇമ്മ്യൂണിറ്റി, ആരോഗ്യം. ആണോ അല്ലേ? രണ്ടാമത്തെ സാധനമാണ് ഇൻകം, വരുമാനം. ഇത് രണ്ടിനല്ലേ നമ്മൾ ഈ പായുന്നത്? ആണോ അല്ലേ? അല്ലേ ഫാത്തിമ? ഇതിനു വേണ്ടിയല്ലേ നമ്മൾ പായുന്നത്? 2 സാധനം നമുക്ക് വേണം. ഇതൊക്കെ വേണ്ടത് ഇൻകവും ഇമ്മ്യൂണിറ്റിയും. ആരോഗ്യം വേണം. ഈ ആരോഗ്യം നഷ്ടപ്പെട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിൽ വരാതെ കയറി നിരക്കുന്നത്. എന്തിനാ? ആരോഗ്യം തിരിച്ചു പിടിക്കാനാണ്. രണ്ടാമത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതാ? ഇൻകം അല്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. ഇത് കിട്ടാനാണ് നമ്മൾ ഓടുന്നത്. ആണോ അല്ലേ? ഈ പൈസന്റെ സ്ഥാനത്ത് ശരിയാകാതെ നമ്മൾ എന്ത് ശരിയായിട്ടും കാര്യമുണ്ടോ? അല്ലെ? ഭൂമുഖ വാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ആരുണ്ട്? കെട്ടിയോളുണ്ട്. പക്ഷെ കെട്ടിയോള് വാ തുറന്നിട്ട് ചേട്ടാ ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഗ്യാസ് തീരും. ചേട്ടാ കറണ്ട് ബില്ല് ഊരാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ബൾബ് ഫീസാകും. ചേട്ടാ വെളിച്ചെണ്ണ കഴിഞ്ഞു, ഓയിലും കഴിഞ്ഞു, അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, 4 ബില്ല് പറഞ്ഞാൽ ചേട്ടൻ വരും ഞാൻ വീട് മാറി കയറി തിരിച്ചു പോട്ടെ എന്ന് പറയും. ആണോ അല്ലേ? പൈസയാളോ പ്രശ്നം? ആണോ അല്ലേ? ഈ പൈസ പരിഹരിക്കപ്പെട്ടാൽ ആ വീടിന്റെ രസം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീടിനകത്ത് മെയിൻ തല്ലി ഏതിനെ ബേസ് ചെയ്താ? നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇത് വരാതെ ആ പെരന്റെ അകത്ത് നിങ്ങൾ എന്ത് കൊടുത്താലും അത് ശരിയാവില്ല. ആണോ അല്ലേ? ശരിക്കും ചിന്തിച്ചു നോക്കി. കുടുംബം നടത്തുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പൈസയുടെ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. അതിന് ലോകത്ത് ഇന്ന് പലതരം മാധ്യമങ്ങളാണ് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. വരുമാനം ഉണ്ടാക്കുന്നതിന് ജോലിയുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ഉണ്ട്, പലതും ഉണ്ട്. പക്ഷേ കാലോചിതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വരുമാനത്തെ സെറ്റ് ചെയ്യേണ്ടത് കാലോചിതമായിട്ട് അല്ലെ? എല്ലാ കാലത്തും ഒരേ രൂപമാണോ വരുമാനം ഉണ്ടാക്കുന്ന രൂപം? അല്ല. പണ്ട് കാലത്തുണ്ടായ രീതിയാണ് ഇന്നത്തെ രീതി? അല്ല. പണ്ട് വരുമാനമില്ലെന്ന് വിശ്വസിച്ച സ്ഥാനത്തേക്കും പണ്ട് വരുമാനം പറ്റൂല എന്ന് വിശ്വസിച്ച മേഖല ഇന്ന് വരുമാന മേഖലയാണ്. ആണോ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? നിങ്ങൾ പറയാ അതന്നെ പേര് ആ സാധനം. പണ്ടത് പാടത്തും പറമ്പത്തും എടുത്ത് എറിഞ്ഞു കളിക്കുന്ന സാധനമായിരുന്നു. ആണോ അല്ലേ? ഈ അടുത്ത കാലത്ത് ലുലുമാള് പോയപ്പോഴാണ് 1 കിലോക്ക് 900 2000 ഒക്കെ ഏതിനെ ചക്കക്കുരുവിനെ. പക്ഷെ അവിടെ ചക്കക്കുരു എന്നൊന്നും പറഞ്ഞാൽ കിട്ടില്ല. ജാക്ക് ഫ്രൂട്ട് നട്ട്സ് 1 കിലോ അങ്ങനെ പറയണം, അങ്ങനെ കിട്ടുള്ളൂ. എന്ത് വേണം? ജാക്ക് ഫ്രൂട്ട് നട്ട്സ് എന്നൊക്കെ പറയണം, എന്നാലേ കിട്ടുള്ളൂ. ഒരു കാലത്ത് നമ്മളത് പറമ്പിൽ ശല്യമായിട്ട് ആ പ്ലാവ് അങ്ങ് വെട്ടിയേര്. കാര്യം എന്താ? അതിൽ ചക്ക വീണ് ഈച്ചകൾ ആർത്ത് കുളിച്ച് ദുർഗന്ധം വമിച്ച് അമ്മച്ചി പറയുന്നത് ആ വഴിയോരൊക്കെ വടക്കാവും. ആണോ അല്ലേ? ആ ചക്കക്കുരുന്ന് സുൽത്താനാണ്, അറിയോ? പക്ഷെ അവിടെ ഒരുപാട് പോയാലേ മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിച്ച സമ്പാദന രീതിയല്ല ഇന്നിന്റെ സമ്പാദന രീതി. ഇറ ഓഫ് കോ ക്രിയേഷൻ, ഇറ ഓഫ് നെറ്റ്വർക്ക്, ഇറ ഓഫ് ടീം വർക്ക്. ഒറ്റക്ക് നിന്ന് പട പൊരുതുന്നവന്റെ കാലമല്ല ഇത്. ആണോ?
പരസ്പരം ക്ലബ്ബ് ചെയ്ത് വർക്ക് ചെയ്യുന്നവന്റെ കാലമാണ്. വോഡഫോൺ ഐഡിയ വോഡഫോൺ ഐഡിയ VI. അതേപോലെ തന്നെ ടാറ്റയും എയർടെല്ലും തമ്മിൽ കമ്മിറ്റഡ് ആണോ അല്ലേ? ടൊയോട്ടയും നമ്മുടെ സുസുക്കി ടീമും തമ്മിൽ കമ്മിറ്റഡ്. അവരെ നമ്മൾ ഈ ഗ്ലാൻസയും പല കാറും ഇറങ്ങുന്നില്ലേ, ബ്രസ പല ഇത് ഇറങ്ങുന്നത് കാണുന്നില്ലേ? എല്ലാവരും നമ്മൾ കണക്റ്റഡാ. മിസ്റ്റർ അംബാനി കണക്റ്റഡാ, ഫേസ്ബുക്കുമായിട്ട് കണക്റ്റഡാ, ആപ്പിളുമായിട്ട് കണക്റ്റഡാ, റിലയൻസും ആപ്പിളും കണക്റ്റഡാ. ലോകത്തെല്ലാവരും മറ്റൊരുത്തന്റെ കൂടെയാ. വേണ്ട, അങ്ങാടിയിൽ കൊണ്ട ടവർമ വരെ എന്താണ്, ആ സൈഡിൽ വോഡോഫോണും ഈ സൈഡിൽ എയർടെലും ഇങ്ങേ സൈഡിൽ ഐഡിയ ആണോ അല്ലേ? എല്ലാവരും കണക്റ്റഡ് ആണ്. നമ്മൾ ആരുമായിട്ടും കണക്റ്റഡ് അല്ല. കാരണം എന്താ? ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഓഫീസറാണ്, മാനേജർ, ഒരു തേങ്ങാക്കൊലിയല്ല. എടുത്ത് വലിച്ചെറിയാ. ഇനി വേറൊരാളോട് അസോസിയേറ്റ് ചെയ്യാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാപ്പരത്തരവും വിഡ്ഢിത്തവുമാണ്. അത് കാലത്തിന് ഉചിതമായ തീരുമാനമല്ല. കാലത്തിന് ഉചിതമായ തീരുമാനം ഏതാ? അസോസിയേറ്റ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അസോസിയേറ്റ് ചെയ്തേ പറ്റൂ. അതാണ് ഈ യുഗം. ഈ യുഗം അതാണ്. പിന്നെ നമ്മൾ ഈ യുഗത്തിലെ ചെയ്യാണ്ടിരിക്കണം ദിനം. സോ എങ്ങനെയാ കാണുന്നത്? പണ്ട് കാലത്ത് നമ്മൾ കണ്ട ഫോട്ടോ അല്ല ഇതൊന്നും. ഓയോ, സൊമാറ്റോ, ആമസോൺ, ഓളതൊന്നും നമ്മൾ കണ്ട ഫോട്ടോസ് അല്ലായിരുന്നു. ആണോ? ഇല്ല. ഫുഡ് വേണമെങ്കിൽ നമ്മൾ പണ്ട് കാലത്തെ ചപ്പാത്തി കമ്പനി വന്ന സമയത്ത് ഉമ്മച്ചിയാളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എന്ത് പറഞ്ഞു? ആര് പോകുന്നു ചപ്പാത്തി കമ്പനി എന്നൊക്കെ സാധനം വാങ്ങിക്കാന്? അമ്മ പരത്തിയ അപ്പം അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടോ? ആണോ അല്ലേ? ഞാനല്ലേ പറഞ്ഞത്? നോ. വിരുന്ന് കഴിഞ്ഞ് വരുമ്പോ അമ്മ ആദ്യം പറയും, ഫ്രിഡ്ജിൽ കുറച്ച് കറി ബാക്കിയുണ്ട്, ഈ ചപ്പാത്തി കമ്പനി പോയിട്ട് 2 പൊറോട്ട വാങ്ങിട്ട് പോയി. ആണോ അല്ലേ? ഇന്ന് അമ്മ ആരെ കൂടെ പോയി? ബംഗാളിന്റെ കൂടെ പോയി. നമ്മളിപ്പോഴും അമ്മ ചുട്ട അപ്പം കാത്തുക്കാണ്. അത് സംഭവിക്കൂല. കാലം മാറിയോ? കഥ മാറിയോ? മാറി. അപ്പോ ഇന്ന് സൊമാറ്റോ ഉണ്ട്. ആണോ അല്ലേ? എത്രയോ. നിങ്ങൾ ടൗൺഷിപ്പിലേക്ക് പോയോക്ക്. ടൗണിലേക്ക് പോയാല് അവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും കുടുംബക്കാരോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഫാമിലീസോ ആരും വെറിയിട്ടല്ല. അവരെന്ത് പറയും? അമ്മ പോയിട്ട് വരാം, മക്കൾ എന്ത് ചെയ്തോ? സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഉച്ചയാകുമ്പോൾ കൊണ്ടുവരും. ആണോ അല്ലേ? ആ സ്ഥലത്താണ് പുതിയ ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി റൂം തിരഞ്ഞെടുക്കുന്നത് മലയാളി. ഇവനെന്താ കണ്ടത്? ഒരു ബട്ടൺ അമർത്തിച്ചാൽ ഫുഡും സാധനങ്ങളും സർവ്വതും വീട്ടിലേക്ക് വരുന്ന അതേ യുഗത്തിൽ തന്റെ ചായക്കട എവിടെ തുറക്കണമെന്ന്, ഹോട്ടൽ എവിടെ തുറക്കണമെന്ന് അന്വേഷിക്കുന്നവൻ ഇനി ഏത് യുഗത്തിൽ കച്ചവടം ചെയ്യാനാണ്? തിരിച്ചറിയുക. സോ സീരിയസ്ലി ഇതൊക്കെയാണ് ഇന്നത്തെ കഥ. അതുകൊണ്ട് പൈസ ഉണ്ടാക്കണം താല്പര്യമുണ്ടോ? ഒന്ന് ബിസിനസ്സിലേക്ക് മാറുക. രണ്ടാമത് കാലത്തിന്റെ ബിസിനസ് ആകുന്ന നെറ്റ്വർക്കിലേക്ക് മാറുക. എന്താ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല്? പല പല ആളുകളെ ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. വരുമാനം ഉണ്ടാക്കുന്ന പ്രധാനമായി 4 മാർഗമാണ്. എന്താ അറിയാം നിങ്ങൾക്ക്? ഒന്ന് വായിച്ചാണ്. ESBI. 2 രൂപമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒന്ന് ES, രണ്ടൊന്ന് BI. എന്താ ESഉം BI ഉള്ള വ്യത്യാസം? ESകാരെന്ന് പറഞ്ഞാല് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര്. BIക്കാരെന്ന് പറഞ്ഞാലോ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര്. ഇതിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർക്ക് കൈവക്കുകയാണ്. മൈ ലൈഫ് ഒക്കെ മാറ്റിയിട്ട് ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. എന്റെ ജോലി എന്താ പരിപാടി? കൂലിപ്പണി. താത്ത എന്താ പറയുന്നത്? എക്സലന്റ്. വേറെ ചേച്ചിമാരെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തില്ല? അംഗൻവാടിയിലുണ്ട്. അങ്കണത്തിലെ വാടിയാണ് ഏത്? അങ്കണവാടി. ഞങ്ങളുടെ നാട്ടില് ബാലവാടി എന്ന് പറയും. ബാലന്മാർക്കുള്ള വാടിയാണ് ഇത്. അതായത് ബാല്യങ്ങൾക്കുള്ള ഗാർഡൻ. അതാണ് വാടി എന്ന് പറഞ്ഞാൽ. അങ്കണം എന്ന് പറഞ്ഞാലും ബാലം എന്ന് പറഞ്ഞാലും രണ്ട് കാര്യം. അങ്ങനെ പറഞ്ഞ ചേച്ചിമാരെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ വേറെ കാക്ക എന്താ ചെയ്യുന്നത്? സ്കൂൾ വണ്ടി ഓടിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ES കാറ്റഗറിയാണ്. ജോലിക്ക് പോയാൽ എന്ത് കിട്ടും? വരുമാനം കിട്ടും. ജോലിക്ക് പോയില്ലെങ്കിലോ വരുമാനം കിട്ടില്ല. എന്താ കാരണം? ഇതിലെ ഫുള്ള് കിടക്കുന്നത് ഈ ജോലി എന്നും പോകുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ എന്നെ ഏറ്റവും മാറ്റി ചിന്തിപ്പിച്ച ഒരു സ്ലൈഡാണ് ഈ സ്ലൈഡ്, ഈ ചിത്രം. ആ ചിത്രത്തെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എന്നും ജോലിക്ക് പോകാൻ കപ്പാസിറ്റി ഉണ്ടാവുമോ? ഇല്ല. ഒന്ന് സ്ലിപ്പ് ഡൗൺ ആയാൽ തീർന്നു നമ്മുടെ ജോലി, കൂലി, വേല, തേങ്ങാക്കൊല എല്ലാം നിന്നു. ആണോ അല്ലേ? അവിടെയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. വരുമാനം എന്നാ സേഫ് ആവുക? നമുക്ക് എന്നും അൺലിമിറ്റഡ് ആയിട്ട് എന്ന് വരുമാനം വരുമോ അന്നാണ് നമ്മൾ സേഫ് ആവുന്നത്. കിടന്നുറങ്ങിയാൽ വരുമാനം വരുന്ന സമയത്താണ് നമ്മൾ സേഫ് ആകുന്നത്. അതുകൊണ്ട് ലോകത്ത് വരുമാനം ഉണ്ടാക്കാൻ പല സ്റ്റെപ്പ് ഉണ്ടെങ്കിലും ജോലിക്കാരേക്കാൾ എത്രയോ മേലെയാണ് ഇന്ന് ബിസിനസ്സുകാര്. ആണോ അല്ലേ? ഏറ്റവും നല്ല പൈസ ഉള്ളത് ആരേക്കല? ജോലിക്കാരേക്കലാണോ ബിസിനസ്സുകാരേക്കലാണോ? ബിസിനസ്സുകാരേക്കലാണ് അല്ലേ? 1 കോടിയുടെ കാർ ഓടിക്കുന്നവർ, 10 കോടിയുടെ വീടുള്ളവർ, അല്ലെങ്കിൽ മക്കൾ മുഴുവൻ ഇന്റർനാഷണൽ
ഇന്റർനാഷണൽ ലൈഫ് ഉള്ളത്, ഇതൊക്കെ ജോലിക്കാരൻ്റെതാണോ അല്ല ബിസിനസ്സിൻ്റെതാണോ? നിങ്ങളെ നാട്ടിലെ കൊട്ടാരമുള്ളയാൾ ജോലിക്കാരനാണോ ബിസിനസ്സുകാരനാണോ? ബിസിനസ്സുകാരനാണ്. ആണോ അല്ലേ? യൂസുഫ് അലി തന്നെ ഉദാഹരണം എടുത്തോ നിങ്ങളുടെ നാട്ടില്. എന്ന് മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, അവരൊക്കെ വലിയ സർട്ടിഫിക്കറ്റിൽ പഠിച്ച് A+ പാസ്സായ ആൾക്കാരാണോ? അതുമല്ല. പിന്നെ എന്താ? ആയ കാലത്ത് നല്ലൊരു ബിസിനസ്സിന് തിരി കൊളുത്തി ഇന്ന് അവര് ലൈഫിൽ എന്താണ് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ. ഓക്കെ, സോ സീരിയസ്ലി ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ ബിസിനസിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ട്. എന്താണ്? സാറേ എനിക്ക് പൈസ ഇല്ല. അല്ലെ, ഒരു ബിസിനസ് ഇറക്കുമ്പോൾ എന്ത് വേണം? ഫണ്ട് ഇറക്കാൻ വേണം അല്ലെ. മറ്റൊന്ന് എക്സ്പീരിയൻസ് വേണോ വേണ്ടേ? മറ്റൊന്ന് കുറെ തൊഴിലാളികളെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അനുഭവം, കഴിവൊക്കെ വേണോ വേണ്ടേ? പക്ഷെ അതൊന്നും ആവശ്യമില്ലാതെ, ഫണ്ട് വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, തൊഴിലാളി, ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ തലവേദന ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തത്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടത്തട്ടുകാരെ മാറ്റിയിട്ട് നേരിട്ട് ഉൽപ്പന്നം ജനലിലേക്ക് എത്തിക്കുന്ന പ്രൊജക്ടിന്റെ പേരാണെന്ത്? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അത് കേട്ട GTS കേട്ട ആൾക്കാരെന്ന് കൈവക്കുകയാണ്. പിന്നെ എനിക്കത് വിശദീകരിക്കണോ വേണ്ടെന്നറിയാം. ഇത്രയും ആളുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇന്ന് ഉൽപ്പന്നം നമ്മൾ 100 രൂപയുടെ സാധനം വാങ്ങിക്കുന്നത് ഈ കരുമത്ര താഴത്തുള്ള ഷോപ്പിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? താഴത്തുള്ള ഷോപ്പിൽ നിന്നാണ്, നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ നിന്ന്. ഈ 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സാധനം ആ കടക്കാരൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഒരു ഹോൾസെയിൽ കടയിൽ നിന്നായിരിക്കും. അയാളത് 90-നായിരിക്കും വാങ്ങിച്ചത്. എന്നാലേ ഞങ്ങൾക്ക് 10 രൂപ ലാഭം കിട്ടുള്ളൂ. ആണോ അല്ലേ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ആ ഹോൾസെയിലുകാരൻ ഒരു ഡിസ്ട്രിക്ട് പോയിന്റ് എന്നായിരിക്കും വാങ്ങിക്കുക. അയാൾ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്നായിരിക്കും വാങ്ങിക്കുക. അയാൾ ഒരു CNF ഏജന്റ്, ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസി എന്നാകും വാങ്ങിക്കുക. അയാൾ ഒരു പക്ഷേ ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വാങ്ങിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇടത്തട്ടുകാർ ഒരുപാട് കൈമാറ്റം ചെയ്താണ് നമ്മൾ എത്ര രൂപയ്ക്ക് ഇത് വാങ്ങിയത്? 100 രൂപക്ക് വാങ്ങിച്ചത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. പക്ഷെ ഈ 100 രൂപക്ക് നമ്മൾ വാങ്ങിച്ച വസ്തു ശരാശരി എത്ര രൂപയുള്ളൂ മാർക്കറ്റിൽ വരുന്നത്? 40 രൂപക്കാ വരുന്നത്. എത്ര രൂപക്കാ വരുന്നത്? 40. അപ്പൊ 40 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ച MRP എത്രയാ? 100 രൂപ. എത്ര രൂപ കൂടി? 60 രൂപ കൂടി. ചേട്ടൻ മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ 60 രൂപ ആരെ പൈസയാ? ഇടത്തട്ടുകാര് ഡീൽ ചെയ്ത പൈസയാ, അല്ലാതെ വസ്തുവിന്റെ പൈസയല്ല. മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ല, അത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്, വിതരണ ചെലവാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഏത്? ട്രഡീഷണൽ ബിസിനസ്. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ മുഴുവൻ 1 ലക്ഷത്തിന്റെ മൊബൈല് ശരിക്കും എത്ര റുപ്യന്റെ മൊബൈലാ? 40,000 മൊബൈലാ. ശരിക്കും നിങ്ങൾ 1 കോടിക്ക് ഒരു പെര ഉണ്ടാക്കി, ശരിക്കും അത് എത്ര റുപ്യന്റെ കഴിയുമായിരുന്നു? 40 ലക്ഷം കൊണ്ട് കഴിയായിരുന്നു. എന്താ? ആ സാധനം നിങ്ങൾക്ക് പെരയ്ക്ക് എത്താനുള്ള മണിക്കല്ലേ? അത് ആ പേരുണ്ടാക്കുന്ന ആൾക്കാർ ഇതൊക്കെ ബാബൊക്കെ ഒരുപാട് എടുക്കുന്ന ആൾക്കാരാണ്. ഇടത്തട്ടുകാരുടെ ആശാനാണ്. വലിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റീവ് മേഖല നടത്തുന്ന ആളാണ്. ഞാൻ ഇങ്ങോട്ട് പറയുന്നത് വേണ്ടതെന്ന് വെച്ചാൽ ഇടത്തട്ടുകാരേക്കലാണ് അതിന്റെ ആ മൂല്യം കിടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ജീവിതത്തിൽ ഇതാണ് ട്രഡീഷണൽ ബിസിനസ് എങ്കിൽ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഈ ഇടത്തട്ടുകാരെ മുഴുവൻ മാറ്റുക. ഈ ചിത്രം കാണിച്ച പോലെ ഈ ഡോട്ട് ചെയ്ത മുഴുവൻ ആളുകൾ ഇവരാണ് 40% തൊട്ട് 60% പൈസ കൈയടക്കി വെച്ചത്. ആ സാധനത്തെ ആണ്ട് ക്ലോസ് ചെയ്തിട്ട് ഉൽപ്പന്നം നേരിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ എത്ര റുപ്യ കിട്ടും? ഒന്നെങ്കിൽ 40 രൂപക്കോ 60 രൂപക്കോ ഉള്ള ആ സംഖ്യക്ക് നമുക്ക് കിട്ടും. ഈ 40 രൂപയുടെ സാധനം നമ്മളാണ് കൺസ്യൂമർ എന്ന് പറയുന്ന അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. ആ പരിപാടിയുടെ പേരാണ് എന്ത്? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ 40 രൂപയ്ക്ക് നമ്മളെ കൈക്ക് കിട്ടിയ സാധനം നമ്മൾ എന്ത് ചെയ്യും? 100 രൂപക്ക് നൽകിയാൽ എത്ര രൂപ നമുക്ക് പോക്കറ്റ് കിടാം? 60%. അതിന് തിരിഞ്ഞോ? ഇത് നമ്മള് ബിസിനസ് അല്ലാതെ എന്താ ഇത് പരിപാടി? എന്താ ബിസിനസ് എന്ന് പറഞ്ഞാല് ഒരു സാധനം ഹോൾസെയിൽ റേറ്റിന് വാങ്ങാം, റീറ്റെയിലിന് വിൽക്കുക, ആ പകുതി പൈസ റീറ്റെയിൽ പ്രോഫിറ്റ് പോക്കറ്റ് കിടുക. ഇതിന്റെ പേരല്ലേ ബിസിനസ്? ഇവിടെ അതന്നെയല്ലേ നടക്കുന്നത്. പക്ഷെ ഒരു സാധനമുണ്ട്, ഇത് ഷോപ്പ് കൂടിയല്ല, അത്രയേ ഉള്ളൂ. മറ്റുള്ളത് ഷോപ്പ് സഹിതമാണ്. ഇതെന്തല്ല? ഷോപ്പ് സഹിതമല്ല, മാൻ ടു മാൻ സഹിതമാണ്. ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്കാണ്, ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയത്തിന് ഹൃദയത്തേക്ക് പോണ ബിസിനസ്സാണ്. ഐഡിയ മനസ്സിലായോ? അപ്പോ ഈ ബിസിനസ്സിന് ഇനി സാധ്യതയുണ്ടോ? ഒരാൾക്കാർക്ക് ഡൗട്ട്, അല്ല സാറേ ഈ ബിസിനസ്സിന് സാധ്യതയുണ്ടോ? ഉണ്ടോ ഇല്ലേ? പറയൂ. ഉണ്ടോ? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിന് സാധ്യത ഉണ്ടെന്ന് ഉറപ്പിച്ച ആൾക്കാർ ഒന്ന് ചാടി നീറ്റാണ്. ഓൾ ഓഫ് പീപ്പിൾ സ്റ്റാൻഡ് അപ്പ്. പെട്ടെന്ന് ഇതിന് സാധ്യത ഉണ്ടെന്ന് ഉറപ്പുള്ള നീറ്റാണ്. ഇത്രയും ആൾക്കാർക്ക് ഉറപ്പുണ്ട്? ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ. ഇരിക്കും. സാധ്യതകൾ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ വരി ഏറ്റു പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയട്ടെ. കണ്ണ് തള്ളി പോകും. എന്താ കാരണം? ഈ ആൾക്കാരെ നോക്കണെങ്കിൽ സ്റ്റീഫൻ ആർ കെവി, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ, ലോകത്തിലെ വലിയ അഭ്യസ്ത വിദ്യനും ചിന്താദായകനും ഏറ്റവും വലിയ എക്കണോമിക്കൽ സയന്റിസ്റ്റ് ആയ വ്യക്തിയാണ്. അതേപോലെ തന്നെ റിച്ചാർഡ് ബ്രാൻസനെ പോലെയുള്ള വാരൻ ബഫറ്റ്, ആന്റണി റോബിൻസൺ, ബിൽ ഗേറ്റ്സ്, ബ്രെയിൻ ട്രേസി, അതേപോലെ തന്നെ ലെസ് ബ്രൗൺ,
അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമാകാം. ഇന്ന് IAS അക്കാദമിയിലെ മിന്നും താരമായി ഇന്ന് നീതി ആയോഗിന്റെയും പ്ലാനിംഗ് കമ്മീഷന്റെ ഒക്കെ ചെയർമാൻ പൊസിഷനിലിരിക്കുന്ന മിസ്റ്റർ അമിതാഭ് കാന്ത് IAS പോലെയുള്ള ഇന്ത്യയുടെ നെടുനീളൻ നേതാക്കന്മാർ അടിവരയിട്ട് പറഞ്ഞൊരു വരിയുണ്ട്. എന്താണത്? നാളെ ഇന്ത്യയുടെ എന്നല്ല ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും മേലോട്ട് കൊണ്ടുപോകാൻ ജന്മമെടുത്ത ടീമിന്റെ പേരാണ് ഡയറക്ട് സെല്ലേഴ്സ്. ഞാനത് പറയണ്ടേ? നമ്മളെ കൈക്കല് കിട്ടിയ സാധനത്തിന്റെ വലുപ്പം നമുക്ക് അറിഞ്ഞില്ല. ഇപ്പോഴും ലോകരാജ്യം മുഴുവനും അടിവരയിട്ടാ പറയണത്. 176 രാജ്യം. ചെറുതായിട്ട് നിങ്ങൾ കാണരുത്. എത്ര രാജ്യത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാം? നിങ്ങളൊന്ന് എണ്ണി നോക്കി. ഞാൻ പറയും 25 രാജ്യം കഴിഞ്ഞ് ഞങ്ങൾ എന്നാലും നോക്കുക. 176 രാജ്യം. അവിടുത്തെ ഗവൺമെന്റ്, സയന്റിസ്റ്റ് മുഴുവനും അടിവരയിട്ട് പറയണ ഇനി ലോകത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്റെ ചേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്, ചെറിയച്ഛൻ അങ്ങനെയല്ല, അമ്മാവൻ ഇങ്ങനെയല്ല, ചെറിയമ്മ പറഞ്ഞു ഇങ്ങനെയാണെന്ന്, ഞങ്ങളുടെ നാട്ടിലെ സാറ് പറഞ്ഞു അങ്ങനെയാണെന്ന്. ആരതിൽ യഥാർത്ഥത്തിൽ അസുഖം? നമ്മളാ ഈ ചോദിക്കാൻ പോയ നമ്മള്. കാരണം ഇത് ഫുള്ള് തിരിയുന്നില്ല. സോഷ്യൽ മീഡിയ നോക്കിയാൽ പോലെ അനന്ത സാധ്യതയുള്ള പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് വോയിസ് സാർ എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ടീച്ചറും ട്രെയിനറും ദൈവം സഹായിച്ച് മന്ത്ലി ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇന്റർനാഷണൽ ഓഫറുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് വന്നത് നാളത്തെ മൾട്ടി മില്ലേനിയർ ആകുന്ന പ്രൊജക്ടിനെ കൈയൊഴിയാൻ. ആ പ്രൊജക്ട് നമ്മുടെ നാടിന് ഉപകാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ വാരൻ ബഫറ്റ് 3 കമ്പനിയെ ഇന്ന് ഹോൾഡ് ചെയ്യുന്ന മനുഷ്യനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ നമ്പർ 1 പട്ടണത്തിലുള്ള ആളാണ് ആര്? വാരൻ ബഫറ്റ്. ടോപ്പ് 10 ഇപ്പൊ ടോപ്പ് 5 ഉണ്ട്. തന്റെ 90% സമ്പത്തും സാധുക്കൾക്ക് കൊടുത്തോണ്ട് മാത്രം 1ാം റാങ്കിൽ പോയി. അത്രയേ ഉള്ളൂ. അല്ലാതെ സമ്പത്ത് കൈകരിയായിട്ടല്ല. തന്റെ ഷെയർ 90% കോൺട്രിബ്യൂഷൻ നടത്തിയതുകൊണ്ട് മാത്രം ആ മനുഷ്യൻ ഇന്ന് 3 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ലോകത്തിലെ ഇതിഹാസങ്ങളാകുന്ന ഈ താരങ്ങളൊക്കെ റിച്ചാർഡ് ബ്രാൻസന്റെ ഇന്റർവ്യൂ പറയുന്നു. നമ്മളെ മിസ്റ്റർ അമിതാഭ് കാന്ത് IAS ബിൽ ഗേറ്റ്സിനോട് കൂടെ ഈ മനുഷ്യൻ നീതി ആയോഗിന്റെ ഫുൾ ഫോമാണ്. കണ്ടോളൂ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം. ഈ ഇന്ത്യയെ മാറ്റുന്ന പ്രൊജക്റ്റാണ് ഇത്, നീതി ആയോഗ്. അതിന്റെ തലപ്പത്തെ വ്യക്തി പറയാണ് ഇന്ത്യയെ മാറ്റുന്നത് ആരാണ്? ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത് നമ്മളാണെന്ന്. അവർക്ക് അത് ഉറപ്പാണ്. ആർക്കും ഉറപ്പാകാത്തത് ചെയ്യണ നമ്മക്കാണ്. ആണല്ലേ? നമ്മളെ കുറിച്ച് ഗവൺമെന്റിന് എന്ത് ഉറപ്പുണ്ട്? ഇന്ത്യ മാറാൻ പോകുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്ന ഉവൈസിന്റെയും മുസ്തഫ സാറിന്റെയും രജിതാ ബാബുവിന്റെയും പപ്പേട്ടന്റെയും ഇസ്മായിലിന്റെയും പ്രൊജക്ട് ഇന്ത്യ മാറ്റാൻ പോണതാണ്. ചെയ്യണം. ഞമ്മക്ക് ഇതിപ്പോൾ ഉണ്ടായിട്ടില്ല, ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് മീറ്റിംഗിന് വിളിച്ചാൽ നേരം ഉണ്ടാവില്ല. GTS തീരെ സമയം ഉണ്ടാവില്ല. കാരണം നമ്മളെങ്ങാനും പോയിട്ട് ഇന്ത്യ മാറിയാലോ ടെൻഷൻ. അതുകൊണ്ട് സീരിയസ്ലി ഇത് മനസ്സിലാക്കുക, നെഞ്ചു തൊട്ട് ചിന്തിക്കുക. 2020 കണക്ക് പ്രകാരം കാണിക്കുന്നത് തായ്ലൻഡ് അതുപോലെ ഇന്ത്യ ഈ രാജ്യങ്ങളിലൊക്കെ ഈ ബിസിനസ് ഉണ്ടെങ്കിലും മലേഷ്യയിൽ 9%, ഇന്ത്യയിൽ വെറും 0.7% അതായത് ആകെ 0% ഇന്ത്യയിൽ ഈ ബിസിനസ് എത്തിയിട്ടുള്ളൂ. അപ്പൊ തുടക്കക്കാരാണ് ആര്? നമ്മൾ. തുടക്കത്തിൽ പിടിച്ചാൽ അടിച്ചു കയറിക്കൂടെ? കയറാൻ പറ്റൂല്ലേ സാറേ? പറ്റൂലേ? സീരിയസ്ലി ആലോചിച്ച് നോക്ക്. നമ്മൾ ശരിക്കും മുൻകാലത്ത് പലതും അറിയാതെ പോയതാ, പക്ഷെ ഇത് നേരത്തെ അറിഞ്ഞതാ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇതിനെ മനസ്സിലാക്കുക. 2023-നും 2022-നും ശേഷം ഇതിന്റെ ഗ്രോത്ത് കാണിക്കുക. 998 പ്രൊജക്ട് വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ പറയുന്നത് സാറേ കണ്ടുകണ്, സാറേ കേട്ടുകണ്, ഞാൻ അവിടുന്ന് ക്ലാസ് കേട്ടുകണ്, 15 കൊല്ലം മുമ്പ് ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ അന്നൊന്നും ഗവൺമെന്റ് ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴാണിത് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അംഗീകരിച്ചു വന്നത്. അതാണ് നമ്മൾ കണ്ട ISC. സോ ഞാൻ നിങ്ങളോട് പറയുന്നത് 998 തൊട്ട് ഇത് സീരിയസ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇതിന്റെ സഞ്ചാരം ഇങ്ങനെയായിരുന്നു. പമ്പി 2021 കേരള സർക്കാർ ഏറ്റെടുത്ത് 2018 തൊട്ട് തന്നെ ഏകദേശം ഉണ്ട്, 19 ഉണ്ട്, 25 അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. ഇന്ന് ഗ്രാഫ് ഇതാണ്. അതായത് 80,000 കോടിയിലേക്കാണ് ഈ ഇൻഡസ്ട്രി ഇന്ന് ഈ വർഷം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. 80,000 കോടി. എത്ര ശതമാനമാണ് ഇടത്തട്ടുകാർക്ക് കിട്ടല്? 60%. അപ്പൊ ഇൻഡസ്ട്രി 80,000 കോടി ടച്ച് ചെയ്താൽ എത്ര ശതമാനം തിരിച്ചു വരും? 80,000-ന്റെ 60%, ചുരുങ്ങിയത് 40,000, 42,000 അല്ലെങ്കിൽ 50,000-ന്റെ അടുത്ത് ആണല്ലേ? ഈ സാധനം പൈസ 40,000 കോടി ഉറുപ്പിക നമ്മൾ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിൽ ചെയ്യുന്നോൻ വാങ്ങും.
എത്ര ആയിരം കോടി? 40,000 കോടി. നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിൽ ചെയ്യണോൻ വാങ്ങും. അതിന് നിങ്ങൾക്ക് വല്ലതും വേണമെന്നോ എന്റെ ചോദ്യം. വേണം വേണ്ടത് കൈയൊക്കെ മക്കളെ 40,000 കോടിയാണ്. ഇത് 1 കോടി കിട്ടിയാൽ മതി. മനസ്സിലായോ? 1000 കോടിയും 2000 കോടിയൊന്നും കിട്ടണ്ട. എത്ര കിട്ടിയാൽ മതി? 1 കോടി. എന്തായാലും ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. നമുക്കൊന്ന് കൈ വെച്ചു നമ്മൾ പറയാം മീൻ ഇങ്ങനെ ചാടാൻ തന്നെ കൈ വെച്ച സാധനം വരും ഒന്ന് വീട്ടിൽ കൊടുത്തൂടെ? ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. അതിനാ പപ്പൻ സാർ ചോദിച്ചത്. പപ്പൻ സാർ പറഞ്ഞ ഞാൻ കായ വെക്കാൻ റെഡി, ഞങ്ങൾ വെക്കാൻ റെഡി ഉണ്ടോ എന്നാ ചോദിച്ചിട്ടുള്ളൂ. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് പ്രകാരം ഇതൊക്കെയാണ് അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള മന്ത്രിമാര് അതേപോലെ തന്നെയുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നു. മന്ത്രിസഭ മുഴുവനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ അഭിമാനമുള്ള ഒരു കമ്പനിയുടെ പേരുണ്ട്, ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ. ഈ കമ്പനിയാണ് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് നിൽക്കുന്നത്. ഇന്ന് ഏറ്റവും ടോപ്പ് പ്രൊഡക്ട്സുകളും റിസൾട്ടുകളും ഞാൻ ഇന്ന് വരുന്ന സമയത്ത് സഞ്ജയിനോട് ചോദിച്ചു, സഞ്ജയ് ഈ കമ്പനിയിൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? സഞ്ജയ് പറഞ്ഞത്, സാർ അടിപൊളി പ്രൊഡക്ട്സ് ആണ്, നല്ല ഇൻകം പ്ലാനുമാണ്. അവനെ അട്രാക്ട് ചെയ്തത് എന്താണ്? ആഴ്ചയിൽ 2 ലക്ഷം. സഞ്ജയ് അവന്റെ എക്കണോമിക്സ് പഠിച്ച് അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ വിദ്യാർത്ഥി മക്കൾ പഠിക്കുന്ന ഡിഗ്രി പഠിച്ചിട്ട് ഏതാൾക്കുണ്ടോ വീക്കിലി ഇൻകം 2 ലക്ഷം? നിങ്ങളുടെ നാട്ടിൽ എത്ര മാഷന്മാരെ വീക്കിലി ഇൻകം 2 ലക്ഷം ഉണ്ട്? എന്താ വീക്കിലി 2 ലക്ഷം വാങ്ങിയാൽ മാസ വരുമാനം എത്രയായി? 8 ലക്ഷം ആണല്ലേ? ഒരു മാസം 8 ലക്ഷം വാങ്ങുന്ന ഒരു സ്കൂൾ മാഷിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ 2ാമത് ക്ലാസ് തുടങ്ങാം. ഒരാളെ പേര് പറഞ്ഞാൽ നിങ്ങൾ 8 ലക്ഷമുള്ള ഏത് അധ്യാപകനാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്? ആരാളുള്ളത്? ഒരു മനുഷ്യനുമില്ല. എന്നാ പഠിക്കണ്ടാതെ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ നിങ്ങൾ ഇന്ന് കഴിഞ്ഞ നെക്സസ് പ്രോഗ്രാമിന് വന്ന ആൾക്കാർ കഴിയും. നെക്സസ് പ്രോഗ്രാമിന് കണ്ടല്ലോ നിങ്ങൾ നെക്സസ് പ്രോഗ്രാമിന്റെ കഥ. ഒരാള് വന്നിട്ട് പറയാണ്, കമ്പനി 2013 തുടങ്ങി, അന്ന് തൊട്ട് എനിക്ക് വീക്കിൽ എന്തുണ്ട് 2,10,000 വരുന്നുണ്ട്, ഇതുവരെ മുടങ്ങിയിട്ടില്ല. 612 ആഴ്ചയും മുടങ്ങാതെ എനിക്ക് എന്ത് വന്നിട്ടുണ്ട്? 2,10,000. 612 2,10,000 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കാണി. മൊബൈല് പൊട്ടിത്തെറിച്ചാണ്. വീക്കിലി ഇൻകം മാത്രാണ്, മന്ത്ലി ഇൻകം പെടുന്നില്ല. ഒരു മനുഷ്യൻ ഇരുന്ന് പറയാം. അതേ മനുഷ്യൻ ഒന്നും കൂടി പറഞ്ഞ് ഇന്ന് വരെ ഒരു മീറ്റിങ്ങിന് പോയിട്ടില്ല. മനസ്സിലായോ? ഇസ്മായിൽ നടത്തുന്ന ഈ ക്ലാസ് അയാൾ 2013 തൊട്ട് സലാം പറഞ്ഞതാ. നിങ്ങൾക്കൊരു ഒരു പരിപാടിക്കോ അയാൾ ഇല്ലാന്ന്. ആ മനുഷ്യന്റെ വീക്കിലി ഇൻകം 2,10,000. ഏത് തൊട്ട്? 2013 1ാമത്തെ വീക്ക് തൊട്ട്. ഇന്ന് 2025 612 ആഴ്ച. ഓരോ ആഴ്ചയും എത്ര? 2,10,000. അപ്പൊ 612നെ 2,10,000 കൊണ്ട് കുടിച്ചു നോക്കുക. 16 കോടി ഉറുപ്പിക ആഴ്ച വരുമാനം മാത്രമായിട്ടുണ്ട്. മന്ത്ലി ഇൻകം വേറെയുണ്ട്. ചെയ്യണോ ചെയ്യണ്ടേ? ചെയ്യണോ ചെയ്യണ്ടേ? ആ തിരിച്ചറിവാണ് സഞ്ജയ് പറഞ്ഞത്. ഇതേ സ്ഥാനം സഞ്ജയിന്റെ വയസ്സ് എത്രയാണെന്ന്? എത്ര വയസ്സ്? 20. നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് 20 വയസ്സാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന പോയിന്റ് ഈ സാധനം. ചുരുങ്ങിയത് ഒരു മാസം 1 കോടി ഉറുപ്പിക വരെ നിങ്ങളെ മക്കളെ വരുമാനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അസോസിയേറ്റ് വിത്ത് മൈ ലൈഫുമായിട്ട് നിങ്ങളുടെ മക്കളെ കണക്ട് ചെയ്യും. എങ്കിലും അതിന്റെ ബെസ്റ്റ് കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ നോക്കണം, അതേപോലെയുള്ള ട്രേഡ് യൂണിയന്റെ അംഗീകാരങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് റെഡി ആയാൽ നിങ്ങൾക്ക് വെറും മൈ ലൈഫ് മാത്രമല്ല, വെൽനെസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മഹത്തായ വിപ്ലവം വരാൻ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ കോടിപതികൾ ഉണ്ടാക്കുന്ന ഒരു വിപ്ലവത്തിന്റെ പേരെന്ത്? വെൽനെസ് റെവല്യൂഷൻ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇനി അങ്ങോട്ട് ഏറ്റവും അനന്ത സാധ്യതയുള്ള ഒരു പ്രൊജക്ടിന്റെ പേരാണ് വെൽനെസ്, അതായത് ആയുർവേദം. വലിയ സാധ്യതയാണ്. ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എത്തി നിൽക്കുന്നത് ഒരു 1.4 ട്രില്യണിലാണെങ്കിൽ, അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സാധനങ്ങളൊക്കെ അല്ലേ, ആ ഇൻഡസ്ട്രി എത്തി നിൽക്കുന്നത് 1.4 ട്രില്യണിലാണ് എന്നുണ്ടെങ്കിൽ 3.4 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എവിടെയാണോ മെഡിക്കൽ അസോസിയേഷൻ തിയറികളും മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും എത്തിയത്, അതിന്റെ 2 ഇരട്ടിക്ക് വളരാൻ പോകുന്ന ഇൻഡസ്ട്രിയുടെ പേരാണ് വെൽനെസ് റെവല്യൂഷൻ. നമ്മൾ ഏറ്റെടുത്ത മേഖല അതാണ്. ശരിക്കും ആലോചിച്ച് നോക്കുക. ഇന്ന് എവിടെയും നമ്മളിപ്പോ ഇതിന്റെ താഴത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ? ഇവിടെ അതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. ഏത് മുക്കിലും മൂലിലും തയ്ച്ചു കൊടുക്കുന്ന സാധനമാണ് ഇത്, ഈ സാധനം. പക്ഷേ നാളെ മെഡിക്കൽ ഷോപ്പിനേക്കാൾ ഹോസ്പിറ്റലിനേക്കാൾ തയ്ച്ചു വളർന്ന് പടർന്ന് പന്തലിക്കുന്ന സാധനത്തിന്റെ പേരാണ് റീഗ വെൽനെസ് സെന്റർ, ഡയമണ്ട് വെൽനെസ് സെന്റർ. നാളെ ഇത് പടർന്ന് പന്തലിക്കാൻ പോവാം. ഇതിന്റെ തുടക്കം പപ്പേട്ടനോട് ഇട്ടു. ഉൾക്കടിച്ച ആൾക്കാരെ ഫോട്ടോ ഒക്കെ പപ്പേട്ട എടുത്ത് വെച്ചോളും. 15 കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ ഇതൊക്കെ ഞങ്ങൾ എന്നോ മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് ഞങ്ങളൊക്കെയാണ് ഇതിന്റെ എല്ലാ അധികാരം എന്ന് പറയാം. പക്ഷെ തുടരണം യാത്ര, നിർത്തരുത്. മിസ്റ്റർ ടാറ്റ, രത്തൻ ടാറ്റയെ പോലുള്ള ആൾക്കാർ ഹെൽത്ത് കെയർ ആണ് വരാൻ പോകുന്ന ഏറ്റവും ഇതിഹാസങ്ങളിലേക്ക് അദ്ദേഹത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. നമ്മളിപ്പോഴും ചെയ്തിട്ടില്ല. എന്താ? നമുക്കറിയില്ലല്ലോ ഇത്.
വലിയ വലിയ ബിസിനസ്മാൻമാർ മാറി മക്കളെ. എന്ന് മാത്രമല്ല, ഇതൊന്ന് വായിച്ചാണേ, 1.5 ലക്ഷം പേർക്ക് ഉറക്കനെ വായിക്കേ കേക്കട്ടെ. അല്ലേ? ഇത്രയും ആളുകൾ ലോകത്ത് എന്താ പോവാ? രോഗത്തിലേക്ക് മാറുക. പുതിയ കണക്ക് പറയുന്നത് 5 പേര് കൂടിയാൽ ഇത്ത ഒരാള് പ്രമേഹക്കാരനാണ്, 3 പേര് കൂടിയാൽ ഇത്ത ഒരാള് പ്രഷറുകാരനാണ്. ഇതിൽ എത്ര 5 ഉണ്ട്? 1, 2, 5, 3, 5, 4, 5. ഇവിടെ ഏകദേശം 6, 5 ഉണ്ട് അല്ലെ? 30 ആളുണ്ടെങ്കിൽ 6 ആൾ. ഇതിൽ 6 പ്രമേഹ രോഗി ഉണ്ട്. നിങ്ങൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഈ ഹാളിൽ 6 പ്രമേഹ രോഗിയുണ്ട്. ആ 6 പ്രമേഹ രോഗി ഒന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെന്ന്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചോണ്ടി ഉണ്ട് എന്നാണ്. ഇനി ഉണ്ടെന്ന് ഉറപ്പുള്ളാകുന്ന കൈയോഗിക്കുകയാണ്. 1, 2, 10, 6 8 വർഷം. എന്റെ കണക്ക് വരെ തെറ്റി, മനസ്സിലായോ? ഗവൺമെന്റിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 5-ൽ ഒരുവൻ പ്രമേഹക്കാരനാണ്, 3-ൽ ഒരുവൻ പ്രഷറുകാരനാണ്. ഇവിടെ എത്ര പ്രഷർ ഉണ്ട് ഞാൻ പെണ്ണില്ല. പഞ്ചായത്തിൽ നല്ല പണി പ്രഷർ കൈ ഒന്നിക്കുക. ഇവിടെ വാർഡ് തലത്തിൽ ആൾക്കാരെ പ്രത്യേകം സഹകരിക്കുക. കൂടുതൽ ഫയലൊന്നും കൊടുക്കല്ലേ. 5 മാസം കൂടെ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ തിരിച്ചു പോകണം. അതുകൊണ്ട് പ്രഷർ കയറ്റല്ലേ അതിന്. ഞാൻ നിങ്ങളോട് സീരിയസ്ലി പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മൈ ഡിയേഴ്സ്, അത് സാധ്യതയാണ് നമ്മളുടെ പ്രൊഡക്ട്സിന്റെ. ആണോ അല്ലേ? ഇത്രയും പ്രമേഹക്കാർക്ക് ഇന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മുടെ മെഡിക്കൽ അസോസിയേഷനിൽ എവിടെയെങ്കിലും ഈ ഗുളിക കുടിച്ച് പ്രമേഹം മാറും അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെയോ സാധ്യതയുണ്ട്. എത്രയോ ആളുകൾ ഡയബാലിയൊക്കെ കുടിച്ചിട്ട് പ്രമേഹം പൂർണ്ണമായി മാറിയ ആൾക്കാരുണ്ടോ? ഇല്ലേ? എത്രയോ തന്റെ ആരോഗ്യം വീണ്ടെടുത്ത ആളുകൾ. അപ്പൊ അതിന്റെ സാധ്യത എത്രയാ നിങ്ങൾ വിചാരിച്ചേ? ഈ പ്രമേഹക്കാർ പെറ്റുപെരുകും. 7 കോടി ആൾക്കാരാണ് 2025 പ്രമേഹത്തിന്റെ തോത് ഇന്ത്യയിൽ മാത്രം കാണിക്കുന്നത്. എത്ര കോടി? 7 കോടി. ഡയബാലിയൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം എത്ര റുപ്യെന്ന്. 7 കോടി ആളുകൾ പ്രമേഹത്തിന്റെ ആളുകളാകും. 7 കോടി ഇൻറ്റു ഡയബാലിയസ് ആണ് വിളിച്ചു നോക്കി. അപ്പൊ മനസ്സിലാവും എത്ര 1000 കോടിയുടെ ബിസിനസ് ആണ് അത്. ഇൻസുലിൻ നിർമ്മാണം എത്ര വേഗം 2000, 1000, 10000 കോടിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, ഇൻസുലിൻ നിർമ്മാണത്തിന് പ്രമേഹ രോഗികൾ കൊടുക്കുന്ന ഇൻസുലിന് വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ ഡയബാലിക് ഉപയോഗിക്കില്ല, വെക്കില്ല, ഈ ബിസിനസ് ചെയ്യൂല. കാരണം എന്താ? നമ്മളിൽ ബിസിനസ്മാൻ ഇല്ല. സോ സീരിയസ്ലി ഇന്ന് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് 3 പ്രാവശ്യം അടുപ്പിച്ച് ഒരു വർഷങ്ങളിൽ പല വർഷങ്ങളിലാ വാങ്ങിയ പ്രൊഡക്ട്സുകളാണ് MI ലൈഫ് സ്റ്റൈലിന്റെ കയ്യിലുള്ളത്. ആ ഉൽപ്പന്നമാണ് ഈ നിൽക്കുന്ന സാധനം. ഇതൊന്നും തമാശകളുടെ ഉൽപ്പന്നങ്ങളല്ല. ഇന്ത്യയിൽ തന്നെ 2018, 19, 23, 24 അടങ്ങുന്ന വർഷങ്ങളിലൊക്കെ ഏറ്റവും നല്ല ആരോഗ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇക്കോണമിക് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും നടത്തിയ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അറിയപ്പെട്ട ഏറ്റവും നല്ല ടോപ്പ് പാനൽ വോട്ട് ചെയ്ത, ഇന്ത്യയിലെ ഏറ്റവും നല്ല അഭ്യസ്ത വിദ്യര് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രോഡക്ട്സുകളാണ് MI ലൈഫ് സ്റ്റൈൽ എലമെന്റ്സിന്റെ മേലെ സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കൈക്കുള്ള സാധനം അത്രയും വിലയുള്ള സാധനം. പക്ഷെ നമുക്ക് ഇതിന്റെ വില മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സീരിയസ്ലി അത് തിരിച്ചറിയാൻ നമ്മൾ മുന്നോട്ട് വെച്ച പ്രൊജക്ടിന്റെ പേരാണ് റീഗ പ്രോജക്ട്. നല്ലൊരു കൈയിടി കൊടുക്കുക ഇതിന്. അത് കണ്ടില്ല, ആ ലേഡി ഇരിക്കുന്ന കണ്ടില്ല ആദ്യം. ആ ചിത്രമാണ് ഈ ചിത്രം. നോക്കുക, ആ ഡോർമൽ ചിത്രം കണ്ടില്ലേ? എന്താ റീഗന്റെ ഫുൾ ഫോം? റീഇഗ്നൈറ്റ് ത്രൂ ആയുർവേദ. ആയുർവേദത്തിലൂടെ ജനത്തെ നമ്മൾ എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്യുന്ന പ്രൊജക്ടിന്റെ പേരാണ്. കാരണം ഇനി ആയുർവേദത്തിന് അനന്ത സാധ്യതയാണ്. നമ്മളെ കൈകൾ ആയുർവേദം കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണം ഒന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ 30 ചില്ലാനം സയന്റിസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ബാക്കിലുള്ളത്. നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ചോദിക്കും, അല്ലെ ഇത് ഏതിന്റെ സാധന? ചില ആൾക്കാർ കാറ് പറഞ്ഞാൽ പറയും ടൊയോട്ടന്റെ കാറാണോ? കുഴപ്പമില്ല. ആണോ? അല്ലേ? ജപ്പാന്റെ സാധനമാണോ? കുഴപ്പമുണ്ടാവില്ല. പറയാറില്ലേ നമ്മൾ ഇന്നാലിന്റെ കമ്പനി ആണെങ്കിൽ. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഉൽപ്പന്നം മെയിൻ സയന്റിസ്റ്റ് ഇവരാണെന്ന് പറഞ്ഞാൽ കഴിക്കാത്ത ഒരു ലോകത്തിലെ ആളുണ്ടാവില്ല. കാര്യം ഞങ്ങൾ ഇത് ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാരെ മുമ്പിൽ ഇത് യഥാർത്ഥ മാനുഫാക്ചറിംഗിന്റെ പിറകിലെ സയന്റിസ്റ്റ് ആരാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേരാണ് പറയും. ഡോക്ടർ DB അനന്തനാരായണൻ ഉണ്ട്, സത്യലാൽ പാട്ടീൽ ഉണ്ട്, അതേപോലെ KK രാജേഷ് ഉണ്ട്, ഡോക്ടർ KC ഗൗണ്ടൻ ഉണ്ട്, പീറ്റർ ജോസലിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനൊന്നുമില്ല. നല്ല അടിപൊളി സാധനം കൊണ്ടുവന്നേ പറയും. ആ സാധനം നമ്മളെ കൈക്കൽ പിടിച്ചാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കുറുക്കൻ കാമന കിട്ടിയ പോലെ. ഇത് എന്താ കാട്ടാന്ന് അറിയില്ല. നിങ്ങളുടെ നാട്ടിലെ ഡോക്ടർമാരെക്കാൾ ടോപ്പ് ആരോഗ്യ വിധാനം ചെയ്യുന്ന ആളുകളാണ് മൈ ലൈഫ് സ്റ്റൈലുകാരനെ നിങ്ങൾ തിരിച്ചറിയാം. അതാണ് വേണ്ടത്. അവിടെ ഉൽപ്പന്നങ്ങൾ പലതുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഈ മാർക്കറ്റിലുള്ള സാധനങ്ങളാണ്. ഇന്ന് ഏറ്റവും സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ കവചപ്രാശ് എന്ന് പറഞ്ഞ ഈ സാധനം. ഈ സാധനമാണ് നിങ്ങൾ ഇവിടെ സാധനം തിരുത്തിരുന്നുണ്ട്. കവചപ്രാശം ഒന്നുണ്ട്. സീരിയസ്ലി നിങ്ങൾ ആലോചിക്കുക, ഈ കവചപ്രാശം എന്ന് പറയുന്ന സാധനം ഇതൊക്കെ ഈ സാധനം.
ഇത് നിങ്ങൾ എന്ത് വില കൊടുത്തും ഇനി വീട്ടിൽ വെച്ചോ, കാരണം കൊറോണ വീണ്ടും തുടങ്ങി ഉണ്ടാവല്ലേ. അതുകൊണ്ട് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ട് കൊറോണയെ കുറിച്ച് നിങ്ങൾ അറിയില്ല. കാരണം എന്താ, ഗവൺമെന്റ് റിപ്പോർട്ട് ഇട്ടാൽ പിന്നെ ക്വാറന്റൈൻ വരണം, സ്കൂൾ പൂട്ടണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടണം, അതുപോലെ തന്നെ ഏറ്റവും ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരും. അത് ശരിക്കും ആരെ ബാധിക്കും? ഗവൺമെന്റിനെയും ബാധിക്കും, സമൂഹത്തെയും ബാധിക്കും. ബാധിക്കുമല്ലേ? അതുകൊണ്ട് ഇനി ആ റിപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിക്കണ്ട. സംഗതി ഇതിന്റെ ഔത്ത് കൂടെ ഒക്കെ ഉണ്ട്. മനസ്സിലായോ? കൊറോണയെ കുറിച്ചുള്ള റിപ്പോർട്ട് കേട്ടൊക്കെ കൈവയ്ക്കുകയാണ്. ഞാൻ പറയുമ്പോൾ മാത്രം കേൾക്കുന്നു. ആ ഉണ്ട്, സാധനം ഉണ്ട്. 2000 കടന്നു. പണ്ട് ഒരാളെ കാണുമ്പോൾ അതിനെ പേപ്പട്ടിയെ തല്ലി പിടിക്കുന്ന മാതിരി ചാക്കിലിട്ട് കൊണ്ടുവരുന്ന പഞ്ചായത്തിലൊക്കെ കാണുമല്ലേ. ഇന്ന് 2000 ആൾക്കാർ വന്നിട്ട് ആരും ഒരു ഒച്ചപ്പാടും ഇല്ല. അപാര സാധനം, 30 ചില്ലാനം ഏറ്റവും വലിയ ചേരുവകളുള്ള സാധനമാണ് ഇത്. ഇത് വീട്ടിൽ കൊണ്ടുപോയിക്കോ മക്കളെ. ഇത് കഴിച്ച ആൾക്കാർ കൈവയ്ക്കാണ്. ഇത് വീട്ടിൽ കൊണ്ടുപോകും. ഇത് വീട്ടിൽ കൊണ്ടുപോകും. നിരത്തി വിറ്റോ. നിങ്ങളെ കുടുംബത്തിലും പരിസരത്ത് നിരത്തി വിറ്റോ. ഞങ്ങളെ കൂടെ ഉണ്ട് മാനുസ്താദ് എന്നൊരു ഉസ്താദ് ഉണ്ട്, ITI എന്ന് പറയും അദ്ദേഹത്തെ. മാനുസ്ലിയ എന്ന് പറയുന്ന ഒരു പാവൻ വൃദ്ധനായിരിക്കുന്ന ഒരു വല്യപ്പ പ്രായത്തിലുള്ള ആ മനുഷ്യന് ഈ കവചപ്രാശം 150 കവചപ്രാശം വിറ്റു. ഇത് ഒന്നി വിറ്റാൽ തന്നെ 400 ചില്ലാനം റുപ്യ കിട്ടും. ഒരു കവചപ്രാശം വിറ്റത് 1 കിലോ ഉണ്ട്. അദ്ദേഹം 150 വിറ്റ 150 × 400 450 ഗുണിച്ചു നോക്കി. അത്രയും പൈസ അദ്ദേഹം പോക്കറ്റിൽ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, എത്ര സിമ്പിൾ കേസായത്. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വീട്ടുക്കും ഒന്ന് ഇത് സപ്ലൈ ചെയ്തോ. ഇതിനെ കവച്ചു വെക്കാൻ പറ്റിയ ഒരു കിടിലൻ ലേഹം ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ദാറ്റ് ഈസ് കവചപ്രാശ്. ചവനപ്രാശത്തിനേക്കാൾ പവറുള്ള സാധനം, ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള സാധനം. അതുപോലെയുള്ള ഈ ഉൽപ്പന്നങ്ങൾ, പ്രോട്ടീൻ പൗഡർ, ന്യൂട്രി ലൈഫ് സാധനങ്ങളുള്ള ഓരോ ലിക്വിഡ് മസാലകൾ, കറി പൗഡർ, ഈ കാണുന്ന ഓരോ സാധനങ്ങൾ ഇതൊക്കെ ക്യാപ്സൂളുകളാണ്. മുട്ടുവേദന, ഊരവേദന തുടങ്ങിയുള്ള പല സാധനവും, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, അതേപോലെ കുളിക്കുന്ന അലക്കുന്ന സാധനങ്ങൾ, സോപ്പ്, പേസ്റ്റ് സാധനങ്ങൾ, കറി മസാല പൗഡറുകൾ, അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് വേണ്ട സാധനങ്ങൾ, ഇത് മുഴുവനും ഇതിനകത്ത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബിസിനസ്സിൽ വന്നാലും വന്നില്ലെങ്കിലും പല്ലേക്കും എന്ത് ചെയ്യും? പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഇതുവരെ ക്ലോസപ്പ് കൊണ്ട് തേച്ചു, പൈസ ഫുള്ള് സിനിമ നടക്കുന്ന അടിയും കൊണ്ടുപോയി അല്ലേ. ലെക്സ് കൊണ്ട് കുളിച്ചു, പൈസ ഐശ്വര്യരായി കൊണ്ടുപോയി. നിങ്ങള് ചന്ദ്രിക കൊണ്ട് കുളിച്ചു, മുഴുവൻ പൈസയും അമലാപോള് കൊണ്ടുപോയി. ആണോ അല്ലേ? ഇനി അമലാപോളിന് കൊടുക്കുന്ന പൈസ നിങ്ങൾ എടുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനെന്ത് ചെയ്യാ? ചന്ദ്രിക സോപ്പ് മാറ്റാ, ഓൺ ആൻഡ് ഓണിന്റെ നീമ സോപ്പ്, ഇതൊക്കെ ഇവിടെയുള്ള ഒരുപാട് നല്ല അടിപൊളി സോപ്പ് ആക്കണം. ആ സോപ്പ് കൊണ്ട് കുളിച്ചാൽ നിങ്ങളെ ബാങ്കിലേക്ക് പൈസ വരും അല്ലേ. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് പേസ്റ്റ് ആണ് ഓൺ ആൻഡ് ഓൺ ഡേ പേസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഡോക്ടർമാരുടെ ഫീസ് എത്രയുണ്ട്? ഒരു പല്ല് ഡോക്ടർക്ക് മിനിമം 200-250 ഫീസ് ഉണ്ട്. ആണോ അല്ലേ? അവിടെ പോയിട്ട് ബാക്കി റൂട്ട് കനാലും മറ്റേ ബില്ല് എന്ന് പറഞ്ഞാൽ 2000-3000, അത് റൂട്ട് കനാലിന്റെ പവർ അനുസരിച്ച് കൂടും. ആണോ അല്ലേ? 4,5000 റുപ്യ ഇന്ന് ഓരോ 5 മാസം കൂടുമ്പോഴും ഒരു വ്യക്തിക്ക് ഇന്ന് പല്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? ആ സ്ഥലത്ത് വെറും 140 റുപ്യന്റെ പേസ്റ്റ് വാങ്ങിയാല് ജന്മത്തിൽ അങ്ങോട്ട് പല്ലിന്റെ പ്രശ്നവുമായിട്ട് ഒരു ഡോക്ടർക്കും വരേണ്ടി വരില്ല. സോ വീട്ടിലെ ദന്ത ഡോക്ടറാണ് ഹെർബൽ ഓൺലൈൻ ഡോക്ടർ. ഇതെങ്ങനെ ഇത് ഉപയോഗിച്ച ആൾക്കാർ കൈവരിക്കാൻ, ഇത് ഉപയോഗിച്ച ആൾക്കാർ അല്ലേ? റിസൾട്ട് എങ്ങനെയുണ്ട്? ചിന്തിക്കാൻ പറ്റില്ല. മോണ പൊട്ടി ചോര വരുന്നതാവട്ടെ, വീക്കങ്ങളാവട്ടെ, വായ നാറ്റങ്ങളാവട്ടെ, പല്ലുവേദനയാവട്ടെ, തുടങ്ങി പല്ല് പൊട്ടുന്നതാവട്ടെ, തുടങ്ങി എന്താണോ പല്ലിനെ സംബന്ധിച്ച് പ്രശ്നം, ആ ഡോക്ടറാണ് ആര്? ഇത്. ഒരു വാണിങ്ങും എഴുതാത്ത പേസ്റ്റ്. മറ്റേത് പേസ്റ്റ് എടുത്താലും എന്തുണ്ട്? വാണിംഗ് ഉണ്ട്. ഇത്രയും നല്ലൊരു സാധനത്തെ നിങ്ങളുടെ നാട് നീളവും സപ്ലൈ ചെയ്തൂടെ? കല്യാണത്തിൽ നിങ്ങൾ വിളിക്കുമ്പോ ബിരിയാണി വിളമ്പി കൊടുക്കുന്ന ആൾക്കാരൊക്കെ പല്ലേക്കൂലേ? തിരിച്ചു പോകുമ്പോൾ ഈ പേസ്റ്റും കൂടി കൊടുത്താൽ ഈ പൈസയും വാങ്ങിക്കൊണ്ടിട്ട് വെറുതെ കൊടുക്കണ്ട. കാരണം അത്രയും വിലയേറിയ വസ്തുവാണ്. കാരണം ഞാനിത് വേങ്ങര ഭാഗത്ത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരിക്കല് ഒരു ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പേസ്റ്റ് അവിടെ വെച്ചു. അതായത് ഒരു പർദ്ദ ഷോപ്പില്. അപ്പൊ അയാളെ പർദ്ദ ഷോപ്പിൽ പേസ്റ്റ് ഇങ്ങനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോ പുറത്തുകൂടി നടന്നു പോണ മനുഷ്യൻ ചില്ലിൻ്റെ ഉള്ളിൽ കൂടിയാണ് എന്ത് കണ്ടത്? ഈ പേസ്റ്റ് കണ്ടത്. അദ്ദേഹം കൂടി സാർ ഇത് ഓണാകേണ്ട ഹെർബൽ പേസ്റ്റ് ആണോ? ആണ്, എനിക്ക് വേണം. പക്ഷെ ഇതെന്താണ് നിങ്ങൾക്ക്? ഇത് ഞാൻ 4 കൊല്ലമായി തെരഞ്ഞു നടക്കുക. 2013 ഉപയോഗിച്ചതാണ്, 2019 അത് രണ്ടാമത് കാണുന്നത്. അപ്പൊ അന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എവിടെയും കിട്ടൂല, കടയിലൊന്നും കിട്ടുന്ന സാധനമല്ല ഇത്. അപ്പൊ അദ്ദേഹം 4-5 കൊല്ലം ഇത് തെരഞ്ഞു നടക്കുക. ഇത് ഉപയോഗിച്ചവൻ പിന്നെ എന്തേ ഉപയോഗിക്കും? ഇതേ ഉപയോഗിക്കും. ആ സാധനം ഇത് റെഡിയാണോ? നിങ്ങളുടെ കുടുംബത്തിലേക്ക് സപ്ലൈ ചെയ്യാൻ തീരുമാനിക്കും. ഒരു ബില്ലിട്. എന്നിട്ട് ഇന്നാലിന്റെ എന്റെ വീട്ടിലൊക്കെ ആരോഗ്യത്തിന് വേണ്ടി ഒരു പേസ്റ്റ് ചെയ്തും അതേപോലെ കവചപ്രാവശ്യം മാത്രം കൊടുത്തു നോക്കി. നിങ്ങൾക്ക് ഇത് രണ്ടും മാത്രം വിറ്റാൽ തന്നെ 500 റുപ്യ കിട്ടും. രണ്ടാൾക്ക് കൊടുത്താലോ 1000 രൂപ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം 1000 റുപ്യ ഇട്ട് മാസത്തെ റുപ്യായി 30,000 ആയി. ഒരു 30,000 വരുമാനം വാങ്ങുന്ന എത്ര ആൾക്കാർ ഇന്നുണ്ട്? നിങ്ങൾ പറ. പഞ്ചായത്തിൽ എത്ര വരുമാനം ഇപ്പോ ചേട്ടാ? 8,000. 8,000? 8 അല്ല 1000.
പഞ്ചായത്തിലെ വരുമാനം 8,000. അധ്യാപകന്മാരെ വരുമാനം 30,000, 40,000, 50,000. ആ സ്കെയിലാ. അധ്യാപനം കാട്ടി പൈസ ഉണ്ടാക്കാം. പ്രാവശ്യം വിറ്റാൽ നീ പറഞ്ഞ മനസ്സിലായോ? നീ കൂട്ടാൻ താല്പര്യമുള്ള കൂട്ടാം, ഞാൻ പറഞ്ഞുതരാം. മാസ വരുമാനം ഏകദേശം 50,000 വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു ദിവസം എത്രയാ? പറ. 50 ഗുണിക്കണം 30 പറയും. അത് നിങ്ങൾ ഗുണിച്ചാലേ മനസ്സിലാവും, എന്നാലേ തിരിയുള്ളൂ. എത്ര? 1,300 അല്ലേ? നമ്മളെ അത് ഗുളുഗുളു മൊബൈൽ കട്ടിയാണ് ഞാൻ വേഗം കൂടി തരാം. 1,650 വരും അല്ലേ? 1,650 ഒരു ദിവസത്തെ വരുമാനം എന്നുണ്ടെങ്കിൽ 1,650 ഹരിക്കണം 24. അത് ഒരു മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാ? 68 രൂപ. പോയിന്റ് മനസ്സിലായില്ല? ഒരു മാസത്തെ വരുമാനം 50,000 കണക്കാണ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം തിമ്മലാണ്, കണക്കുമ്പോലാണ്. നിങ്ങൾ അന്ന് ആ പടം കണ്ടിട്ട് ചെയ്ത പ്രശ്നം അല്ലേ? ഓക്കെ. അപ്പോ ഒരു മാസത്തിന് ഒരു മനുഷ്യർക്ക് 50,000 ആണെങ്കിൽ ഒരു ദിവസത്തിന് എത്രയാണ് പതിമൂന്നാത? 1,650 രൂപ. 1,650 രൂപ 24 മണിക്കൂറിനാണ്. അപ്പൊ ഒരു മണിക്കൂർ എത്രയാ? 68 രൂപ. ഒരു കവചപ്രാശം വെക്കാൻ എത്ര മണിക്കൂറാ? അരമണിക്കൂർ. മൈലൈഫെയറിന് ഒരു മണിക്കൂറിൽ 450. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു മണിക്കൂറിൽ 68. ഇതിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഈ കവചപ്രാശം ബുക്കിനാണോ മേലെ ഇപ്പൊ തീരുമാനിച്ച ഒരു കൈയടി വേഗം പാസ്സാക്കാം. ബൾബ് കത്തുണ്ടോ? ഞാൻ പറഞ്ഞത് ബൾബ് കത്തിയ ആൾക്കാർക്ക് കൈയോഗിക്കാണ്. ഇത് കത്തിയവർക്ക് ഇതൊക്കെ തിരിയുള്ളൂ. അല്ലാത്ത എന്താവും ഇപ്പൊ സാറ് പറഞ്ഞ നല്ലൊരു കണക്കാന്നുണ്ട്. എല്ലാവരും കൈയടിച്ചിരിക്കണം, ഞാനൊരു കൈയടി അടിച്ചിരിക്കണം. സംഗതി മനസ്സിലായിട്ടില്ല, അത് പറ്റൂല. ഞാൻ പറഞ്ഞ ബൾബ് കത്തിയില്ലേ? ഈ കവചപ്രാശം ബുക്ക് എത്ര മിനിറ്റ് വേണം സാറേ? എത്ര മിനിറ്റ് വേണം സാറേ? അരമണിക്കൂർ മതി. ഇത് നിന്റെ ആരോഗ്യത്തിന് പറ്റിയ സാധനം ഞാൻ ഉപയോഗിച്ച് കൃഷ്ണന്റെ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് എന്റെ കുടുംബ ബന്ധു മിത്രാദിയെ അഭിമാനത്തോടെ അരമണിക്കൂറോട് അവനെ വാങ്ങിപ്പിച്ചൂടെ? ഇതിനകത്ത് നിന്റെ ലൈഫുണ്ട്, ഇതിനകത്ത് ആയുസ് ഉണ്ട് മോനെ. ഇന്ന് കൊറോണ പോലെയുള്ള മാരക രോഗത്തിന് രക്ഷയാണ് ഇതെന്ന് മനസ്സിലാക്കി കൊടുത്താൽ അരമണിക്കൂറോട് കവചപ്രാശം വെക്കുക. എത്ര റുപ്യ പോക്കറ്റ് കിടാ? 450 റുപ്യടാ. 50,000 മാസ വരുമാനം വാങ്ങുന്ന പ്രവാസ ലോകത്ത് ഏറ്റവും നല്ല വെയിൽ കൊണ്ട മനുഷ്യൻ ഒരു മാസം 50,000 പോലും അവർക്ക് ബാക്കിയാകുന്നില്ല. ഗൾഫ് പോയ ആൾക്കാരൊന്ന് കൈയോഗിക്കാണ് അല്ലേ? 50,000 ബാക്കിയാക്കാൻ പണിയാ പല ആൾക്കാർക്കും. ബാക്കിയാക്കുന്ന ബിസിനസ്സുകാർ വേറെയുണ്ട്. പക്ഷെ അതിന്റെ ബാക്കിൽ അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ചോദിച്ചു നോക്കിയാൽ മതി, എപ്പോഴും പറയുള്ളൂ. അടി പതറിയിട്ടേ വരൂ. പൈസ ചിലപ്പോൾ 50,000 മാസ വരുമാനം ഉണ്ടാവും. പക്ഷെ ഇത്താക്കാത്തിന്റെ മെറ്റിക്ക് കുറച്ച്, വാടകന്റെ തീക്ക് കുറച്ച്, അങ്ങനെ എല്ലാ ചെലവും കഴിച്ചപ്പോൾ ലാസ്റ്റ് 25,000 30,000 ഇപ്പൊ ബാക്കിയാകുന്നുള്ളൂ ചില ആൾക്കാർക്ക്. ആണോ അല്ലേ? പല ആൾക്കാരും ഹോം ഡ്രൈവർ, നമ്മുടെ ഹൗസ് ഡ്രൈവർമായിട്ടൊക്കെ ചോദിച്ചാൽ മതി, സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി. ബാക്കിയാകുന്നതിൽ എന്തില്ല? 50,000 പോലും ഇല്ല. ആ നിൽക്കുന്ന പ്രവാസി ഗൾഫിലേക്ക് വിമാനം കയറാതെ പപ്പേട്ടന്റെ കൈയും പിടിച്ചിക്കാണ്ട് കരിമത്രയിലെ 2 പേര് കയറിയ ഒരു ദിവസം കിട്ടും എന്ത്? 500 രൂപ മാസ വരുമാനം വേണമെങ്കിൽ 50,000 മേലെ ഉണ്ടാക്കാം. 2 കവചപ്രാശം ഡയറി വിറ്റാൻ മതി. സാധനം പുരിഞ്ഞു ദാസുള്ളത്. സാധനം ഓടിയോ? ആ ഓക്കെ. എന്നാ നോക്ക്, ആ സാധനത്തിന് അവാർഡ് കൊടുത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡാണ്. നിങ്ങൾക്ക് MI ഡിജി വേൾഡ് എന്ന് പറഞ്ഞ വലിയൊരു പ്രൊജക്ടിന്റെ പാർട്ടാവാം. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ട്രെയിനിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും, ഇതുപോലുള്ള ക്ലാസ് കാര്യങ്ങൾ തരും. ലാഭങ്ങൾ നിങ്ങൾക്ക് 10 ലെവലിലാണ് ലാഭങ്ങൾ വരുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ഇൻകം പല ലെവലിലാണ്. 10 രൂപത്തിൽ ഇൻകം തരും. ചെയ്യാൻ ഒരു പണിയേ ഉള്ളൂ. എത്ര രൂപത്തിൽ ഇൻകം തരും? 10 രൂപത്തിൽ. പണിയോ? ഒറ്റ പണി. മറ്റോടത്ത് അങ്ങനെയല്ല, ഒരു പണിക്ക് ഒരു ഇൻകം, അടുത്ത പണിക്ക് അടുത്ത. അങ്ങനെയല്ലേ നമ്മൾ ഡബിൾ പണി എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ഗൾഫ് പോകുന്ന ആൾക്കാർ എന്ന് പറയും, ഞാൻ അവിടെ ടാക്സി ഡ്രൈവറും ആണ്, അതേസമയത്ത് പിസ്സ ഹട്ടിൽ വർക്കും ചെയ്യുന്നുണ്ടെങ്കിൽ പണി അത് വേറൊരു പണിക്ക് ഒരു ഇൻകം ആണല്ലേ? ഇവിടെ വർക്ക് എന്തേ ഉള്ളൂ? ഒന്ന്. വരുമാനോ? 10 രൂപ. ശരിക്കും ആലോചിക്കുക, കഴിഞ്ഞ മാസം എനിക്ക് 6 സ്റ്റേജ് വരുമാനം വന്നത്, 6 ലെവല് വരുമാനം വന്നത്. പെർഫോമൻസും മറ്റേതും മറിച്ച് എത്ര ആയിരം വരുമാനങ്ങളെ വരുന്നത്. പണി പ്രത്യേകിച്ച് ഒന്നും കേട്ടോ. വെറുതെ ആഴ്ചയിൽ വരിക, മാസത്തിൽ വരിക, ക്ലൂം ക്ലൂം എന്നുള്ള സൗണ്ട് വരിക, നോക്കുന്ന സമയത്ത് 10,000 25,000 30,000 ഉണ്ടാവും. സൗണ്ട് എടുക്കാൻ പോവുക. ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പണിയെടുത്ത് ട്രാക്ക് കണ്ട് കയറ്റിയാൽ പിന്നെ ഒരു പണിയില്ല. ഒരു 5 കൊല്ലം കൊണ്ട് ഈ വണ്ടിയെ ഉന്തി തള്ളി സെറ്റാക്കി ഇതാണ്ട് പോയാൽ ഓട്ടോ പൈലറ്റ് മോഡാ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ റിട്ടയർമെന്റ് ലൈഫാണ്. ഇദ്ദേഹം ഗൾഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇവര് കുറെ ബിൽഡിങ്ങൾ ആരൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അവനൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ബാബു കുറെ ബിൽഡിംഗ് ഉണ്ടാക്കിയ മനുഷ്യരാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആൾക്കാരാ. പപ്പേട്ടൻ കുറെ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ 10ഉം 15ഉം കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നല്ലേ? ചെയ്തിട്ടില്ലേ നിങ്ങൾ? ആ 10ഉം 15ഉം കൊല്ലം ചെയ്ത മേഖലയിൽ നിന്ന് ഇവർക്ക് എന്താ വരുന്നത് നിങ്ങൾ ചോദിച്ചു നോക്കി.
എന്നാൽ ഇതേ ചോദ്യങ്ങൾ മൈലൈഫിനോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ 10 കൊല്ലങ്ങൾ മൈലൈഫ് ചെയ്ത് ഇപ്പോൾ എന്താ വരുന്നത് ചോദിച്ചാൽ അയാളുടെ ആപ്ലിക്കേഷൻ കാണിച്ചു തരും. ഇതാ ഈ വരുന്നതൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. മനസ്സിലായോ ഈ ബിസിനസിന്റെ പവർ? സോ ഇതെങ്ങനെയാ വരുമാനം വരുന്നത്? വരുമാനത്തിന്റെ രൂപമാണ് ആദ്യം ഞാൻ എന്ന വ്യക്തി ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നു, എന്റെ ID പ്രൂഫ് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നു, സജസ്റ്റ് ചെയ്യുന്നു, റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നു. മറ്റൊന്ന് ടൈം ഈസ് മണി. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സമയം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കുക. അതിന് തെളിവാണ് ഞാൻ എന്ന വ്യക്തി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. വാങ്ങിയിട്ട് കുറച്ച് ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരും ഈ ഉൽപ്പന്നം വാങ്ങാനും വിൽക്കാനും തയ്യാറാകുമ്പോൾ അവന്റെ സമയം ആരുടേതായി മാറുന്നു? എന്റേതായി മാറുന്നു. ഇങ്ങനെയാണ് ഈ ബിസിനസ് എന്ത് ചെയ്യുക, ഫ്രാഞ്ചൈസി നെറ്റ്വർക്കായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരുപാട് സമയം ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കിയ ആളുകളുടെ പല പല അച്ചീവ്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. ആഴ്ചയിൽ 2,10,000 വരെ നിങ്ങൾക്ക് വീക്കിലി ഇൻകമായിട്ട് മൈലൈഫിൽ വാങ്ങാൻ പറ്റും. നല്ലൊരു കയ്യിൽ വരുന്ന കാര്യം. ഒരാഴ്ച 2 ലക്ഷം. ഇതാണ് നമ്മുടെ സഞ്ജയ് നാട്ട പറഞ്ഞത്. ഇതിലെ ഇൻകം എന്നെ അട്രാക്ട് ചെയ്തു. കാര്യം എന്താ, 18 വയസ്സായ പെൺകുട്ടികൾമാര് വരെ ബിസിനസ്സിൽ വന്ന് 20, 21 വയസ്സാകുന്ന യുവാക്കൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 2 ലക്ഷം വാങ്ങുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇൻകമാണത്. നമ്മളെ മക്കൾക്ക് ഈ സാധനം കിട്ടിയവരെ ലൈഫ് മാറൂലേ? അതിനത്ര പൈസ ഇന്ന് നമ്മൾ കണ്ട ജോലിയിൽ അവനുണ്ടോ? ഇപ്പൊ നിങ്ങളെ മക്കൾ പഠിക്കുന്നില്ലേ? ചെറിയ മക്കൾ പഠിക്കുന്നില്ലേ? അതേപോലെ തന്നെ അവരുടെ എന്താ പറയാ വലിയ വലിയ അഭ്യസ്തവിദ്യരാകുന്ന ആൾക്കാർ പഠിക്കുന്നില്ലേ? അവരുടെ വരുമാനം ഇതാണോ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളെ മക്കൾ പഠിക്കുന്ന കോഴ്സ് അവരോട് ചോദിക്കാം, മോനെ നീ കോഴ്സ് പാസ്സായി ഇറങ്ങിയാൽ നിന്റെ വരുമാനം എത്രയാകും ചോദിച്ചു നോക്ക്. മാസത്തിൽ ഏറിപ്പോയാൽ പറയാം 80,000 ഉണ്ടാവും, 30,000, 40,000. ആരെങ്കിലും പറയാം മാസത്തിൽ 10 ലക്ഷം? ഇല്ല. പക്ഷെ മൈലൈഫുകാരുടെ രക്ഷിതാവിന് അഭിമാനത്തോടെ പറയാം, എനിക്ക് എത്ര വന്നു അതിന്റെ ഡബിൾ എന്റെ മോൻക്ക് വരും. മാസ വരുമാനം 10 ലക്ഷമല്ല, 1 കോടിക്കപ്പുറം വരാൻ ഒരു മനുഷ്യനെ സാധ്യമുള്ള. ദാറ്റ് ഈസ് MI ലൈഫ് സ്റ്റൈൽ. ഇതിന് ട്രെയിനിങ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതേപോലെ ഒരു ട്രെയിനിങ് ഇനി അടുത്തത് വരാൻ പോകുന്നുണ്ട്. ആ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സീരിയസ്ലി നിങ്ങൾ ചെയ്യാനുള്ളത് ഇതാണ്, നിങ്ങൾക്ക് സിസ്റ്റമായി ചെയ്യാനുള്ളത്. ഈ സാധനമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ആകെ വിജയിക്കാൻ വേണ്ടത്. ഒന്ന്, നിങ്ങളെ കൈക്കൽ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബിസിനസ് ഞാൻ ആരോടാ പറയുന്നത്? പപ്പൻ സാറിന്റെ ലിസ്റ്റാണ് ഈ നിൽക്കുന്നത്. മനസ്സിലായോ? എന്റെ ലിസ്റ്റാണ് ഉവൈസ് സാറുടെ ലിസ്റ്റിലാണ് വേറൊരു ലീഡർ വന്നത്, മുസ്തഫ സാറിന്റെ ലിസ്റ്റാണ്. അതേപോലെ ബിന്ദു കൃഷ്ണന്റെ ലിസ്റ്റാണ് രജിത ബാബു. ഇങ്ങനെ ഓരോ ലിസ്റ്റുകളാണ് ഈ വരുന്നത്. നിങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആരോട് പറയണം? അവരെ ഇൻവൈറ്റ് ചെയ്യാം മീറ്റിംഗ് ഹാളിലേക്ക്, ഇതേപോലുള്ള പ്രോഗ്രാമിലേക്ക്. അടുത്തതോ, അവർക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ബിസിനസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 4മത്തതോ, ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. അവരെ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് നടത്തിയിട്ട് ബിസിനസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുക. അപ്പൊ എന്താകും, ഇത് ട്രാക്കിൽ കയറി ഒരുത്തൻ ഇതിനെ ഏറ്റെടുത്താൽ പിന്നെ അവൻ അതിനാണ് പോയിക്കോളും. ഏതുപോലെ എനിക്ക് ഷുഹൈബ് സാർ തന്നു, എന്നെ ഫോളോ അപ്പ് ചെയ്തു, ബിസിനസ് മനസ്സിലാക്കി തന്നു, ഇതിന്റെ പവർ എനിക്ക് മനസ്സിലായി. പിന്നെ ഷുഹൈബ് സാർ പറഞ്ഞു ടാറ്റ ബൈ ബൈ, ഇനി ഞാൻ അത് കൊണ്ടുപോയിക്കോളാം. എനിക്ക് ഷുഹൈബ് എന്ന വ്യക്തി തന്നതിന്റെ പിറ്റേന്ന് അയാൾ ഫ്രീ ആയി. കാരണം ദൈക്ക് ബൾബ് കത്തി. ഈ ബൾബ് കത്തുന്നത് വരെ നിങ്ങൾ ഒരാളത് പഠിപ്പിക്കണം. ചിലർക്ക് 1 ദിവസം കൊണ്ട് തന്നെ കത്തും, ചിലർക്ക് 2 ദിവസം കൊണ്ട് കത്തും, ചിലപ്പോൾ 1 മാസം കൊണ്ട് കത്തും. എത്ര നാർത്തകം കത്തിക്കാൻ പറ്റുന്നതാണ് ചോദ്യം. അത്രയേ ഉള്ളൂ. കത്തിയാ പിറ്റേ നിങ്ങൾ ഫ്രീ ആവും. ബൾബ് സാധനം മനസ്സിലായോ? സിമ്പിളാ. സോ സീരിയസ്ലി അങ്ങനെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാനുള്ള സാധനമാണ് PS ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ് എന്നുള്ള സാധനങ്ങൾ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് സൈനപ്പ്, സ്റ്റാർട്ടപ്പ്, ലെവലപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സൈനപ്പ് അങ്ങനെ പറഞ്ഞാല് ജോയിൻ ചെയ്യിപ്പിക്കാം, പൈസ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം, ലെവൽ അപ്പ് ചെയ്യാം. അദ്ദേഹം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഇത്തിരി മേലേക്ക്. എങ്ങനെ? ഈ ആഴ്ച 500 വാങ്ങിയ കാക്കാനെ അടുത്ത ആഴ്ച 1000-ലേക്ക് എത്തിക്കുക. 1000 വാങ്ങിയ താത്താനെ 1500-ലേക്ക് എത്തിക്കുക. വെറി സ്റ്റാർ ഉള്ള മനുഷ്യനെ വെറി ഡബിൾ സ്റ്റാർ ആക്കുക. TC ഉള്ള മനുഷ്യനെ ATC ആക്കുക. റാങ്ക് വലുതാക്കുക, അച്ചീവ്മെന്റ് വലുതാക്കുക, ചിന്ത വലുതാക്കുക, ടീം വലുതാക്കുക. ലെവൽ അപ്പ്. ഇന്ന് പപ്പേട്ട് നിൽക്കുന്നത് 10 അംഗ സമിതിയുള്ള ആൾക്കാരാണെങ്കിൽ അടുത്ത ആഴ്ച അതിനെ എന്താക്കുക, 20 അംഗ സമിതിയാക്കി മാറ്റാം. ലെവലിനെ അപ്പ് ചെയ്യാം. ഈ 3 സാധനം മാത്രമേ ഈ ബിസിനസ്സിലുള്ളൂ. മനസ്സിലായോ? സോ ഈ വരുമാനത്തിന്റെ രൂപം ഇങ്ങനെയാണ്. നിങ്ങൾ 6 മാസം നന്നായിട്ട് പണിയെടുക്കും, വരുമാനം അതായിരുന്നു. പക്ഷേ 2.5 വർഷം കഴിയുമ്പോൾ ഏകദേശം വരുമാനം പൊന്തി വരും. 4 വർഷമാകുമ്പോൾ 50-50 ആകും. ഏകദേശം 7-ാമത്തെ വർഷം 5-ാമത്തെ വർഷം കഴിയുന്ന സീനറിയിലൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ പേരിന് പോലും ഉണ്ടാവില്ല. പക്ഷെ വരുമാനം ചിന്തിക്കാൻ പോലും പറ്റൂല. അതാണ് എന്തെങ്കിലും ആഫ്റ്റർ 5 ഇയേഴ്സ്. അവരുടെ ഡിഗ്രി കോഴ്സ് പോലെ ചിന്തിക്കാം. ഇപ്പൊ നമ്മളുടെ അജയ് എന്ത് ചെയ്തു? ഏകദേശം സഞ്ജയ് 3 വർഷത്തെ ഡിഗ്രിക്ക് പോയി. ആരെങ്കിലും പറയാം മോനെ
രണ്ടാമത്തെ വർഷം ഡിഗ്രി അല്ലേ അല്ലെങ്കിൽ 4ാമത്തെ സെമസ്റ്റർ അല്ലേ, നീ പൈസ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയോ? ഇല്ല. ഒരു MBBS പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറോട് 6 കൊല്ലം രക്ഷിതാവ് എന്തെങ്കിലും ചോദിക്കോ? ഇല്ല. എന്താ കാരണം? ഇവൻ ഡോക്ടറായി ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ? പൈസ വരുള്ളൂ. അതേപോലെ ചിന്തിച്ചാൽ മതി. ഇത് അത്രയേ ഉള്ളൂ. ആ ലെവൽ നിങ്ങൾ ചിന്തിച്ചാൽ ഒരുപാട് പൈസ വരാനുണ്ട്. നിന്റെ 4-5 പൈസ വരാനുണ്ട്. പൈസ മഴ പോലെ വർഷിക്കാനുണ്ട്. കണ്ടില്ലേ? പൈപ്പ് തിരിച്ചാൽ പോലും വെള്ളമല്ല വീട്ടിൽ വരിക, എന്ത് വരും? ഗോൾഡ് കോയിന് വരും. ആ ലെവലിൽ നിങ്ങളെ കൈക്ക് പൈസ വരും. ആ ലെവലിൽ പൈസ വരും. അതുകൊണ്ട് സീരിയസ്ലി 2,10,000 ഒരു വീട്ടമ്മക്കാണ്. നിങ്ങൾ ആലോചിക്കുക. അടുക്കളയിൽ മാത്രം നിന്ന ആയിഷാത്ത എന്ന മഞ്ചേരി ചെറുകോടിലെ ഒരു വീട്ടമ്മ, തയ്യൽ ജോലിക്കാർ മാത്രമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ആ താത്ത വാങ്ങിച്ചത് 2,10,000 വീക്കിലി ഇൻകം. നിങ്ങൾ ആലോചിക്കുക. ആ പവറാണ് ഈ ഇൻഡസ്ട്രിക്കുള്ളത്. ഇന്ന് അഭിമാനത്തോടെ പറയും നിങ്ങളെ മുമ്പിൽ NTC റാങ്കിൽ നിൽക്കുന്നു. ഇതിന്റെ പിറകിലെ ശക്തി നിങ്ങളാണ്. നിങ്ങൾക്ക് നല്ലൊരു കൈയടി. ഞാനായി, അത്രയേ ഉള്ളൂ. ഞാനും എങ്ങനെ ആയതാ? ഇതേപോലെ നിങ്ങളെ പോലെ സദസ്സുകളിൽ വന്നിരുന്നു, മൂലക്കെന്ന് ഇങ്ങനെ കേട്ടപ്പോ ബൾബ് ഇങ്ങനെ കത്തി. പിന്നെ എനിക്ക് തോന്നി നീറ്റിക്കണം തോന്നി, സംസാരിക്കണം തോന്നി, മുന്നിക്ക് വരണം തോന്നി. അങ്ങനെ മെല്ലെ 1ാം പടി കയറി, അവസാനം 18ാം പടിയും കയറി. അത്രയേ ഉള്ളൂ. സിമ്പിൾ കേസ്. ഇന്ന് ഈ റാങ്കിൽ നിൽക്കുമ്പോൾ എനിക്കൊരു അഭിമാനവും സന്തോഷമുണ്ട്. കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലാണ് ഇന്ന് NTC റാങ്ക് എന്ന് പറഞ്ഞ അഡ്വൈസറി ബോർഡ്. എന്താ അഡ്വൈസറി ബോർഡിന്റെ പ്രത്യേകത? കമ്പനി ഇറക്കുന്ന ഈ ഉൽപ്പന്നത്തിന്റെ ഒക്കെ ഷെയർ നമുക്കുണ്ടാവും. എന്തോ സുഖം അറിയുമോ? ഈ നിൽക്കുന്ന ഉൽപ്പന്നത്തിനൊക്കെ ഷെയർ ഉണ്ട്. കമ്പനി ഇറക്കാൻ പോകുന്നത് 1000 ഉൽപ്പന്നമാണ്. ഈ 1000 ഉൽപ്പന്നത്തിന് ഷെയർ വന്നാൽ മന്ത്ലി എത്ര വാങ്ങാം നമുക്ക്? ഇപ്പൊ 150-200ന്റെ അടുത്ത് ഉൽപ്പന്നം ഉള്ളത്. കമ്പനി 1000 ഉൽപ്പന്നത്തിലേക്കാണ് 2030 ആകുമ്പോഴത്തേന് ഫോക്കസ് ചെയ്യുന്നത്. പേരന്റെ അകത്ത് കിടന്നുറങ്ങിയാലും ഒരു മാസം ചുരുങ്ങിയത് 1 കോടി വാങ്ങാം. പെട്ടെന്ന് NTC റാങ്ക് ആവുക. ഇതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താ? വലിയൊരു കമ്പനിന്റെ ഷെയർ കിട്ടല്ലേ. ഞാൻ പറഞ്ഞ ഷെയർ കിട്ടാന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ സംഖ്യ ഒന്നുമല്ല അത്. വീക്കിലി ഇൻകം വേറെ, മന്ത്ലി ഇൻകം വേറെ ഉണ്ട്, ഷെയർ വേറെ ഉണ്ട്. ഇത് സുഖം അറിയാം. ഒരു 4-5 വർഷം ആരുടെയും തലയും മുറുക്കി ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ റാങ്ക് പിടിക്ക്. NTC റാങ്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഞങ്ങൾ തലമുറക്ക് പോലും. നേരെ മറിച്ച് നമ്മൾ 4-5 കൊല്ലം പല ജോലിയും ചെയ്തിട്ട് പലതും ആകാൻ പറ്റിയില്ല. ഇനി അയക്കണമെങ്കിലും അവിടുന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇന്ന് വരുമാനമായി വരുന്നുമില്ല. ആണോ അല്ലേ? പക്ഷെ ഇത് നിങ്ങൾ പിടിച്ചാലോ? മൈ ലൈഫ് സ്റ്റൈലയുടെ വിദ്യാഭ്യാസം ചോദിച്ചുക്കണോ? ആണോ പെണ്ണാന്ന് ചോദിച്ചുക്കണോ? പ്രായം ചോദിച്ചുക്കണോ? ഒന്നും ചോദിച്ചിട്ടില്ല. ഈ റാങ്കിൽ 68 വയസ്സുള്ള ഒരു മുത്തശ്ശിയുടെ ഫോട്ടോ കണ്ടി അടുത്ത കാലത്ത് RTC ലെവലിൽ. എന്താ ചേച്ചിയുടെ പേര്? പാലക്കാട് ചേച്ചി കണ്ടോ? നിങ്ങൾ ആ ഫോട്ടോ കണ്ടില്ലേ? അംബിക ചേച്ചി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 50 ചില്ലാനം വയസ്സ് കഴിഞ്ഞ 60 കഴിഞ്ഞ മുത്തശ്ശിമാര് വരെ ഈ റാങ്ക് അച്ചീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ബിരുദം വിക്രസുണ്ട്, നമ്മളൊക്കെ ഇല്ല. കാരണം എന്താ? ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുത്താൽ ലെവല് മാറും. ഇന്ന് കുടുംബം പട്ടിണി കയറി ജപ്തി നോട്ടീസിൽ പുറത്തിറങ്ങിയ മനുഷ്യരാ. മന്ത്ലി ഇൻകം 30 ലക്ഷം 40 ലക്ഷം. വീണ്ടും 1 കോടിയുടെ അടുത്തുള്ള ഒരു കാറിപ്പെടുത്തു. അനൂപാന്റെ അനീശ്വരം ആലപ്പുഴ. നല്ല കൈയടി കൊടുക്കുക. പത്രത്തിൽ വരെ വന്നു. കുടുംബം അത്രയും പ്രയാസം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് നമ്മളുടെ 23-ാം വയസ്സിൽ 24-ാം വയസ്സിലെ മനോജ് സാർ രാജിവെച്ചത്. സെൻട്രൽ ഗവൺമെന്റ്. നമ്മളൊക്കെ ഏതാ? സ്റ്റേറ്റ് ഗവൺമെന്റും PSCയുടെ കഥ പറഞ്ഞത്. അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റ് ജോലി രാജിവെച്ച് ഇന്ന് ഈ ബിസിനസ്സിലൂടെ 2 ലക്ഷറി കാറിലേക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റിയ മനുഷ്യൻ മിസ്റ്റർ മുബീൻ മുഹമ്മദ്. മന്ത്ലി ഇൻകം 1 കോടി. നല്ലൊരു കൈയടി കൊടുക്കുക. ചങ്ങനാശ്ശേരി. അദ്ദേഹം വെറും ഓട്ടോ തൊഴിലാളി യൂണിയനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ തട്ടിലുള്ള സപ്ലൈ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കല്യാണ പന്തലിലൊക്കെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. പല ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് മൈ ലൈഫ് സ്റ്റൈലിനെ സീരിയസ് ആയി തീരുമാനിച്ചു. നെക്സസിൽ മുബീൻ സാർ പ്രസംഗങ്ങൾ കേട്ടില്ലേ? 2 വർഷക്കാലത്തിന്റെ അടുത്ത് ഇന്ത്യയിൽ ഇല്ല തന്നെ ആ മനുഷ്യൻ. അമേരിക്കയിൽ സെറ്റിൽഡ് ആയിരുന്നു. ഈ പെൻഷന് വേണ്ടി മാത്രം എന്താ? എന്നാലും എല്ലാ മാസം 1 കോടി എവിടെ പോകുന്നുണ്ട്? ബാങ്കിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചെറിയ കാറുകൾ, വലിയ കാറുകൾ, ഈ ടീമിന്റെ അഭിമാനമായി നിൽക്കുന്ന ആളുകൾ. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ ആദ്യം എടുത്ത കാറാണ് എത്തിയോസ് സെഡാൻ. ഇത് ഞാനാണ്. ഈ കാറിൽ നിന്ന് ഇന്ന് അതിനേക്കാൾ നല്ല അടിപൊളി ഹോണ്ടയിന്റെ മറ്റൊരു കാറിലേക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു കഴിഞ്ഞ വർഷം തൊട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഈ വർഷം അധികം താമസിക്കാതെ പുതിയൊരു കാറിലേക്ക് കൂടി ഞാൻ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ബിസിനസ്. ഇതൊരു രസമാണ്. ലൈഫ് ഇങ്ങനെ മാറുക. എന്ത് രസമെന്ന് പറയാം. മുറ്റത്ത് ഇങ്ങനെ നല്ലൊരു അടിപൊളി സാധനം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മക്കൾക്ക് ഉണ്ടാകുന്നതിൽ ആനന്ദം, കുടുംബക്കാർക്ക് ഉണ്ടാകുന്ന സന്തോഷം, അതിൽ വിരുന്ന് പോകുമ്പോഴാണ് സുഖം അല്ലേ? ലൈഫ് സ്റ്റൈൽ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? രസം തന്നെയല്ലേ? ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ?
അതുകൊണ്ട് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 10-25 ലക്ഷത്തിന്റെ വരുമാനം നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലിക്കുണ്ടോ? അതല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതല്ല. നിങ്ങൾ ഡെയിലി വർദ്ധിച്ചു വരുന്ന ചെലവിനോട് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള പൈസ നിങ്ങളൊക്കെ ഉണ്ടോ? അതല്ല. നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം താല്പര്യമുണ്ടോ? ഉള്ളൊരു കൈവകയാണ് നല്ല താല്പര്യം ആൾക്കാർ. ഓക്കെ. രണ്ടാമത്തൊന്ന്, ഒരു അടിപൊളി സമയം പ്രശ്നമല്ലാത്ത, സംഖ്യ പ്രശ്നമില്ലാത്ത ഒരു ജീവിതം. അതായത് എന്ത്, ഏത് സമയത്തും എന്തിനു വേണമെങ്കിലും പൈസയുണ്ട്, സമയമുണ്ട്. അത് രസമാണ്. മക്കളെ പറയണം, ഇപ്പൊ ചെയ്യാൻ ടൂർ ആയാലോ? പോവാ, ടൂർ പോവാ. മറ്റേ ടൂറൊന്നും പോകാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത വർഷം പെരുന്നാൾ ഓണത്തിന് മാത്രമേ ടൂറുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് പോയാൽ ആർക്കും അടുത്ത കൊല്ലം പെരുന്നാൾ വരെ അതുപോലത്തെ ആയുസ്സും ആരോഗ്യം ഉണ്ടാവില്ല. അത് പറയുമ്പോഴല്ലേ പരാജയം. നേരെ കുറച്ച് അദ്ദേഹത്തിന്റെ പൈസയും സാധനം ഉണ്ടെങ്കിലോ, വൈഫിന്റെ കൈ പിടിച്ച് ചേട്ടാന്ന് പറയുമ്പോൾ അന്ന് പോകാന്ന് പറയുന്നിടത്തൊക്കെ ഉണ്ടെങ്കിൽ പൈസയും വേണം, സമയം വേണം. അതല്ലേ ശരിക്കും ലൈഫ്. മറ്റേ നമ്മൾ ആലോചിച്ച് നോക്കുക, ജീവിതകാലം മുഴുവൻ ഒട്ടകം പേറും പോലെ പാഞ്ഞു നടന്ന അവസാനം പ്രഷറും പ്രമേയം അടിച്ച് കൊളസ്ട്രോൾ പണ്ടാറടക്കി 60-ാം വയസ്സിൽ തിരിച്ചു വന്നു കണ്ട് ഞാനും ഒന്ന് താജ്മഹൽ കാണാൻ പോട്ടെ തന്നെ കണ്ണു കൊണ്ടുവരങ്ങട്ട് ഇങ്ങനെ നോക്കി, ഇതാണോ താജ്മഹൽ എന്ന് ചോദിച്ചാൽ അത് എന്ത് ദുരന്തമാണ്. ആണോ അല്ലേ? അങ്ങനെയാണോ താജ്മഹൽ കാണേണ്ടത്? താജ്മഹൽ അങ്ങനെ കണ്ടാൽ മതിയോ? അത് എൻജോയ് ചെയ്ത് കാണണ്ടേ? ഈഫൽ ടവർ അതിനേക്കാൾ ഭംഗിയിൽ കാണണ്ടേ? സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾ ഓടണ്ടേ ടൗസർ ഇട്ടിട്ട്? അങ്ങനെ നമ്മൾ ഈ വയസ്സാം കാലത്ത് പോയിട്ട് കാര്യമുണ്ടോ? വണ്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഈഫൽ ടവർ കണ്ടിട്ട് സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനെ വണ്ടിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഈഫൽ ടവർ ഇങ്ങനെ പോയിട്ട് എന്തിനോട്ട് കുറവാണ് അതിനെക്കാളും ആരോഗ്യമുള്ള സമയത്ത് ടൂർ പോണ്ടേ, മോണോ പോണ്ടേ? അതിനെന്താ വേണ്ടത്? പൈസ. പൈസ. താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യത്തിന് ഉത്തരമാണ് MI ലൈഫ് സ്റ്റൈൽ. നല്ലൊരു കൈയടി കൊടുക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 2025 കണക്കിൽ 18 മില്യൺ യുവാക്കൾ ഈ ബിസിനസ്സിൽ കടന്നു വരും. 21-ാം നൂറ്റാണ്ടിലെ വിപ്ലവമായി ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രി മാറുമെന്ന് എന്ന് മാത്രമല്ല, ഇന്ന് കേരള സർക്കാർ വളരെ സീരിയസ്ലി 176 രാജ്യം അംഗീകരിച്ചു, കേരള ഗവൺമെന്റ് അംഗീകരിച്ചു. ഈ പ്രോഗ്രാമിൽ വന്ന ആൾക്കാർ കൈവയ്ക്കുകയാണ്. ഈ പ്രോഗ്രാം വന്ന ആൾക്കാർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അത്രയും ടഫ് ഫംഗ്ഷനാണ്. ഇതിന് വന്ന ആൾക്കാർ കൈവയ്ക്കുകയാണ് ഈ ഹാളിൽ. ഓക്കെ. നെക്സസിന്റെ ഈ പ്രോഗ്രാം. ഓക്കെ. ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാമാണ് RTP. ഇത് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. RTP ഏറ്റവും ടോപ്പ് ഫംഗ്ഷൻ, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. ഈ ബിസിനസ് എന്ത്, എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു ദിവസം ഒരു അടിപൊളി ലക്ഷറി രാജകീയമായിരിക്കുന്ന റിസോർട്ടിൽ നിന്നിട്ട് വയനാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് വളരെ ചുരുങ്ങിയ ടിക്കറ്റേ ഉള്ളൂ. താല്പര്യം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചെയ്തോളൂ. കാര്യം അവിടെ 400 ആളുകൾ വരി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു തീരുമാനം പറഞ്ഞു, ആദ്യം അഡ്വാൻസ് ആയുധം കൊടുക്കുന്ന 100 പേർക്ക് മാത്രം എന്ന് പറഞ്ഞു. നിങ്ങളെ ചാൻസ് നിങ്ങൾ പെട്ടെന്ന് പോയിക്കോളൂ. ആദ്യം അഡ്വാൻസ് 1000 കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം. അത് 100 ആളുകൾക്ക്. ഏകദേശം 400 ആളുകൾ സാറേ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ അവിടെ ബെഡ് ഉണ്ടാവുമല്ലോ റിസോർട്ടില്, അത് 100ന്റെ അടുത്തേ ഉള്ളൂ. അപ്പൊ അത് കംപ്ലീറ്റ് ആയാൽ പിന്നെ ആ ചാൻസ് ഇല്ല. മനോജ് സാറുണ്ട്, ഞാനുണ്ട്, അൽതാഫ് സാറുണ്ട്, ഷുഹൈബ് സാറുണ്ട്, എല്ലാ ലീഡർമാരുടെയും ടോപ്പ് സെഷൻ 2 ദിവസം. അടിപൊളി ലക്ഷറി രാജകീയ ഫുഡ്, സ്വിമ്മിംഗ് പൂള്, അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ത്രില്ലടിച്ച് നിങ്ങൾക്ക് വരാം. അതിന്റെ കൂടെ നല്ല ക്ലാസ്സുകളും. ഈ ബിസിനസ് എങ്ങനെ ചെയ്യുന്നത് നാളെ വേണ്ടിയുള്ള ആൾക്കാർ കൈവയ്ക്കുകയാണ്. ഓക്കെ. ഇത്രയും ആൾക്കാർ സ്ലീറ്റ് നിങ്ങൾ പെട്ടെന്ന് ഉറപ്പിച്ചോളൂ. ഒരു പാസീവ് ഇൻകത്തിന് തയ്യാറായിക്കോളൂ. ഇല്ലെങ്കിൽ ഈ ചിത്രം കാണിച്ച ചിത്രത്തെ നിങ്ങൾ മറക്കാതിരിക്കുക. ഇനിയും ഇത് കയറാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ? അതൊക്കെ കുടുംബത്തിന്റെ ലോണ്, പേരന്റെ ലോണ്, കാറിന്റെ ലോണ്, പെണ്ണുങ്ങളെ കുട്ടികൾ, അതൊക്കെ നെറുന്താരിയിലേക്ക് നടക്കാൻ മാത്രം കപ്പാസിറ്റി കുടുംബനാഥന്മാരെ നിങ്ങൾക്കൊന്നുണ്ടോ? അതല്ല, ഈ ചിത്രം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതായത് വരന്റെ സിബിൽ സ്കോർ മോശമായതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വധുവിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. പണ്ട് കാലത്ത് പഠിപ്പും സർട്ടിഫിക്കറ്റും തറവാടും ജാതിയും അതേപോലെ തന്നെ ജീവിത പൊരുത്തവും നോക്കിയിട്ടാ പെണ്ണ് തീരുമാനിച്ചതെങ്കിൽ വരാൻ പോണ കാലത്ത് ജാതിയും പൊരുത്തവും നോക്കിയിട്ടല്ല കല്യാണം നടക്കല്, ബാങ്ക് ബാലൻസ് നോക്കിയിട്ടാ കല്യാണം നടക്കല്. സിബിൽ സ്കോർ ഇല്ലേ, കല്യാണം നടക്കൂല. ആ ലെവലിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പറ്റുക. ഒരു തീരുമാനം. ഇവിടെ വന്നിട്ട് അത്രയും ദൂരെ നിന്ന് വന്ന എല്ലാ ലീഡർമാരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ വന്ന് നിങ്ങളോട് ഇത് പറയാനാണ്, ഞങ്ങൾ ഇതിന്റെ അച്ഛൻ കണ്ടേ അതുകൊള്ളൂ, നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവുക. റെഡിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ്